റിസർച്ച് കോൺക്ലേവിന്റെ അഞ്ചാമത്തെയും അവസാനത്തെയുമായ ഈ സെഷൻ ഇവിടെ ആരംഭിക്കുകയാണ്. ഈ സെഷന്റെ ടൈറ്റിൽ പ്രവൃത്തി എന്നാണ്. നമുക്കറിയാം 1934 കാലഘട്ടങ്ങളിലാണ് പുരോഗമന സാഹിത്യ സംഘടന ലോകത്ത് രൂപീകൃതമാകുന്നത്. 1934 സോവിയറ്റ് എഴുത്തുകാരുടെ ഒരു സമ്മേളനം വിളിച്ചു കൂട്ടിയ സമയത്ത് മാക്സിം ഗോർക്കി പ്രസംഗിക്കുകയുണ്ടായി. അദ്ദേഹം അന്ന് യുവ എഴുത്തുകാരോടായി പറഞ്ഞത് സർഗാത്മകത എന്ന വാക്കിന് പകരം പ്രയത്നം എന്ന വാക്ക് പകരം വെക്കാനാണ്. അദ്ദേഹം സാഹിത്യത്തെ മുൻനിർത്തിയാണ് അത് പറഞ്ഞത്. ശുദ്ധ കലാഭാവത്തിനെതിരായുള്ള ആഹ്വാനമായിരുന്നത്. കലയും സാഹിത്യവും എല്ലാം തന്നെ ജീവിതത്തിന്റെ പാഠപുസ്തകങ്ങളാണ് എന്ന് യുവ എഴുത്തുകാരെ ബോധ്യപ്പെടുത്തുകയായിരുന്നു അദ്ദേഹത്തിന്റെ ലക്ഷ്യം. മനുഷ്യൻ അവന്റെ സാഹസ പ്രവർത്തനങ്ങളിലൂടെ മരണഭീതി പോലും ഇല്ലാതെ സാഹസികമായ പ്രവൃത്തികളിലൂടെയാണ് ഈ ലോകത്തെ മാറ്റിമറിച്ചത്. പിന്നീട് കൂട്ടായ പ്രവർത്തനങ്ങളിലൂടെ മനുഷ്യന്റെ സാമൂഹിക വികാസം സാധ്യമായി. കേരളത്തെ സംബന്ധിച്ച് 1970കളിൽ തന്നെ കേരള വികസന മാതൃക അവതരിപ്പിക്കാൻ കഴിഞ്ഞത് നമുക്കറിയാം. അത് ഒരു വികസിത രാഷ്ട്രങ്ങൾക്ക് മുമ്പിൽ മാതൃകയാക്കാവുന്ന ഒന്ന് എന്ന അർത്ഥത്തിലല്ല, ഉള്ള വിഭവങ്ങൾ ഏറെക്കുറെ തുല്യമായിട്ട് നീതിയിലും സമത്വത്തിലും അധിഷ്ഠിതമായിട്ട് വിതരണം ചെയ്യുവാനായിട്ട് സാധിച്ചു എന്നുള്ളതാണ്. ആ ഒരു മാതൃക അവതരിപ്പിച്ച ശേഷം പിൽക്കാലത്ത് ഒരു തുടർച്ച എന്നുള്ള നിലയിൽ തന്നെയാണ് മറ്റ് സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് വികസന പ്രവർത്തനങ്ങളിലൂടെ ദാരിദ്ര്യമുക്തമായ ഒരു സ്ഥിരത നിലനിർത്തുന്നതിന് സംസ്ഥാനത്തിന് സാധിച്ചിട്ടുള്ളത്. അത് ജനകീയമായ പങ്കാളിത്തത്തിന്റെ ഒരു ഫലം കൂടിയാണ്. മനുഷ്യന്റെ അധ്വാനമാണ്. ഈ അധ്വാന ശേഷിയെ മുൻനിർത്തിയാണ് ഈ ഒരു സെഷൻ ഇവിടെ ആരംഭിക്കുന്നത്. ഇവിടെ അവതരിപ്പിക്കപ്പെടുന്ന 3 പ്രബന്ധങ്ങൾ എല്ലാം നവകേരള സൃഷ്ടി എന്ന ഒരൊറ്റ ലക്ഷ്യത്തിലേക്ക് നയിക്കുന്ന ഒന്നായിട്ടാണ് അതിന്റെ ടൈറ്റിലുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്നത്. ഇവിടെ വിദഗ്ധ പാനലിൽ TV സജീവ് മാഷുണ്ട്. മാഷിനെ ഈ സെഷനിലേക്ക് സ്വാഗതം ചെയ്യുന്നു. മലയാള സർവകലാശാലയിലെ അധ്യാപിക പ്രിയപ്പെട്ട മല്ലിക ടീച്ചർ ഇവിടെയുണ്ട്. ടീച്ചറെ സ്വാഗതം ചെയ്യുന്നു. മലയാള സർവകലാശാലയിലെ തന്നെ പരിസ്ഥിതി പഠന സ്കൂളിലെ ധന്യ ടീച്ചറെ സ്വാഗതം ചെയ്യുകയാണ്. 3 പേപ്പറുകൾ ഇവിടെ അവതരിപ്പിക്കുന്നതിൽ ഒന്ന് ഓൺലൈൻ പ്രസന്റേഷനാണ്, മറ്റ് 2 പേപ്പറുകളാണ്. ആദ്യത്തെ പേപ്പർ അവതരിപ്പിക്കുന്നത് കവിത മനോഹറാണ്. കവിത മനോഹർ കോട്ടയം MGM സ്കൂളിലെ അധ്യാപികയാണ്. ടീച്ചറെ ഈ ഒരു സെഷനിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ടീച്ചർ അവതരിപ്പിക്കുന്ന വിഷയം ജെൻഡർ തുല്യതയ്ക്കായുള്ള പോരാട്ടങ്ങൾ, സമൂഹശാസ്ത്രത്തിന്റെ ജെൻഡർ സങ്കല്പങ്ങളെ, പെണ്ണപ്പൻ, അന്നയും കർത്താവും എന്നീ കൃതികളെ അടിസ്ഥാനമാക്കിയുള്ള വിശകലനം എന്ന വിഷയത്തിലാണ് ആദ്യത്തെ പേപ്പർ ടീച്ചർ ഇവിടെ അവതരിപ്പിക്കും. നമസ്കാരം, എൻ്റെ പേര് കവിത. ഹയർ സെക്കൻഡറി സ്കൂൾ സോഷ്യോളജി ടീച്ചറാണ്. കോട്ടയത്താണ് വർക്ക് ചെയ്യുന്നത്. ഞാൻ എൻ്റെ അവതരണത്തിലേക്ക് നേരിട്ട് കടക്കുന്നു. വിഷയത്തിൻ്റെ പേര് ജെൻഡർ തുല്യതയ്ക്കായുള്ള പോരാട്ടങ്ങൾ, സമൂഹശാസ്ത്രത്തിൻ്റെ ജെൻഡർ സങ്കല്പങ്ങളെ, പെണ്ണപ്പൻ, അന്നയും കർത്താവും എന്നീ കൃതികളെ അടിസ്ഥാനമാക്കി വിശകലനം ചെയ്യുന്നു. നമുക്കറിയാം, ലിംഗവ്യത്യാസം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ശാരീരികമായിട്ടുള്ള വ്യത്യാസങ്ങളെയാണ്. മനുഷ്യർക്കിടയിൽ ഉണ്ടാകുന്ന സാമൂഹികവും സാംസ്കാരികവും ഒക്കെയായ വ്യത്യാസങ്ങളെയാണ് ജെൻഡർ എന്ന് പറയുന്ന വലിയ സ്പെക്ട്രം ഉദ്ദേശിക്കുന്നത്. ജെൻഡർ തുല്യതയ്ക്കായുള്ള പോരാട്ടങ്ങളിൽ സ്ത്രീയും അതുപോലെ തന്നെ ശ്രേണീകരണത്തിൽ ഏറ്റവും താഴേക്കിടയിൽ വരുന്ന പുരുഷന്മാരും ക്യൂർ വിഭാഗങ്ങളും എല്ലാം ഉൾപ്പെടുന്നുണ്ട്. അവരുടെ
അവിടെ എല്ലാം ജെൻഡർ തുല്യതയാണ് ജെൻഡർ പോരാട്ടങ്ങളൊക്കെ ലക്ഷ്യം വെക്കുന്നത്. ജെൻഡറിനെ ആസ്പദമാക്കിയുള്ള ഗൗരവമായ ചർച്ചകൾ സാധാരണയായി സമൂഹശാസ്ത്ര മേഖലയിലും ജെൻഡർ സ്റ്റഡീസിലുമൊക്കെയാണ് നടന്നു വരുന്നത്. തന്മൂലം ചർച്ചകൾ കൂടുതൽ അക്കാദമിക രംഗത്തേക്ക് മാത്രമായി ഒതുങ്ങിപ്പോകുന്നു എന്നൊരു വിമർശനമുണ്ട്. എന്നാൽ ജെൻഡർ സംബന്ധിയായ കാര്യങ്ങളെ ഉൾച്ചേർക്കുന്ന സാഹിത്യ ശാഖകൾ, അത് കഥയോ കവിതയോ നോവലോ ഒക്കെ ആയാലും അത് വായനക്കാരുമായി കൂടുതൽ സംവദിക്കുകയും ബന്ധം പുലർത്തുകയും ചെയ്യുന്നു. അതുകൊണ്ട് സമൂഹത്തിൽ സ്വാധീനം ചെലുത്താൻ അവയ്ക്ക് ഒരു പടി കൂടുതൽ സാധിക്കും. സിൽവിക്കുട്ടി ജോസഫ് എഴുതിയ അന്നയും കർത്താവും എന്ന ചെറുകഥാ സമാഹാരത്തെയും ആദ്യം എഴുതിയ പെണ്ണപ്പൻ എന്ന കവിതാ സമാഹാരത്തെയും ആസ്പദമാക്കി ജെൻഡർ വിഷയങ്ങളിൽ സാഹിത്യം, സമൂഹശാസ്ത്രം എന്നിവ എങ്ങനെ പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നു എന്നാണ് ഇവിടെ അന്വേഷിക്കുന്നത്. സിൽവിക്കുട്ടി ജോസഫ് എഴുത്തുകാരിയും അറിയപ്പെടുന്ന അധ്യാപികയുമാണ്. അന്നയും കർത്താവും പ്രസിദ്ധീകരിച്ചിട്ട് 15 വർഷത്തിലധികമായി. പ്രശസ്തമായ സമകാലിക ചെറുകഥകളോട് തുലനം ചെയ്യാവുന്ന ഈ കഥകൾ പുനർവായന ആവശ്യപ്പെടുന്നതാണ്. അതുപോലെ തന്നെ 2023 കേരള സാഹിത്യ അക്കാദമി യുവ പുരസ്കാരം നേടിയ പെണ്ണപ്പന്റെ ജെൻഡർ നിലപാടുകൾ മാറ്റത്തെ ഉൾക്കൊള്ളേണ്ടതിന്റെ അനിവാര്യതയെ ബോധ്യപ്പെടുത്തുന്നതാണ്. പരമ്പരാഗതമായ പുരുഷ മേധാവിത്വ ചിന്തകൾ മാറണമെങ്കിൽ ജെൻഡറുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ഒറ്റയ്ക്കൊറ്റയ്ക്ക് എയർ ടൈറ്റ് കമ്പാർട്ട്മെന്റുകളിലായി ചർച്ച ചെയ്യപ്പെടുകയല്ല വേണ്ടത് എന്ന ബോധ്യം നമുക്ക് എല്ലാവർക്കും ഉണ്ട്. സാഹിത്യവും സമൂഹശാസ്ത്ര സിദ്ധാന്തങ്ങളും തമ്മിലുള്ള പങ്കിടലുകൾ എപ്പോഴും ചർച്ചകളെ സമ്പുഷ്ടമാക്കുന്നുണ്ട്. സാഹിത്യം, സമൂഹശാസ്ത്ര സിദ്ധാന്തങ്ങൾ, സമകാലിക വിഷയങ്ങൾ എന്നിവ ഉൾച്ചേർത്തുകൊണ്ടുള്ള സംവാദം കാലഘട്ടത്തിന്റെ ആവശ്യമാണ്. അതിനുള്ള ശ്രമമാണ് ഈ ഗവേഷണം. നിലവിലുള്ള അധികാര ഘടനകളെ വിമർശിക്കുന്ന സാഹിത്യകൃതികളെ പാഠ്യപദ്ധതിയിൽ ഉൾപ്പെടുത്തുന്നത് പുതിയ തലമുറയുടെ വിമർശനാത്മകമായ ചിന്താഗതിയെ ഉത്തേജിപ്പിക്കുകയും അത് ജെൻഡർ അടിസ്ഥാനമാക്കിയുള്ള വിവേചനങ്ങളെ അവസാനിപ്പിക്കാനുള്ള ഇടപെടലായി മാറുകയും ചെയ്യും. പഠനത്തിന്റെ രീതിശാസ്ത്രത്തിലേക്ക് കടക്കാം. 2005 കറന്റ് ബുക്സ് പ്രസിദ്ധീകരിച്ച സിൽവിക്കുട്ടി ജോസഫ് എഴുതിയ അന്നയും കർത്താവും എന്ന ചെറുകഥാ സമാഹാരത്തിൽ നിന്ന് തെരഞ്ഞെടുത്ത 7 ചെറുകഥകളും 2023 പ്രസിദ്ധീകരിച്ച ആദ്യയുടെ പെണ്ണപ്പൻ എന്ന കവിതാ സമാഹാരത്തിൽ നിന്ന് തെരഞ്ഞെടുത്ത 7 കവിതകളുമാണ് ഇവിടെ പഠന വിധേയമാക്കുന്നത്. തെരഞ്ഞെടുത്ത ചെറുകഥകൾ ഔദ്യോഗികം എന്റെ പേരുകളാണ് വായിക്കുന്നത്: ഓണൻ, അവനും ഞാനും, വിളക്ക്, മനുഷ്യാവകാശം, വിപ്ലവം, കയ്യടി. തെരഞ്ഞെടുത്ത കവിതകൾ: പെണ്ണപ്പൻ, മൂത്രശങ്ക, ബിരിയാണി, തെറ്റുടലുകൾ, 2 പേർ, 9, പെണ്ണാച്ചി. ഇതിലെ രീതിശാസ്ത്രം ഫെമിനിസ്റ്റ് റിസർച്ച് മെത്തഡോളജിയുമായി, അതായത് സ്ത്രീവാദ ഗവേഷണ രീതിശാസ്ത്രത്തെ പിന്തുണയ്ക്കുന്നതാണ്. സ്ത്രീവാദ ഗവേഷണ രീതിശാസ്ത്രത്തിന്റെ അടിസ്ഥാന സവിശേഷതകളായ വിമർശനാത്മക അന്വേഷണം അഥവാ ക്രിട്ടിക്കൽ എൻക്വയറി, വ്യത്യസ്ത ലിംഗാനുഭവങ്ങളെ അടിസ്ഥാനമാക്കിയ ഗവേഷണം, ദാറ്റ് മീൻസ് ഗ്രൗണ്ടിംഗ് റിസർച്ച് ഇൻ ഡിഫറെന്റ് ജെൻഡർ എക്സ്പീരിയൻസസ്, വ്യക്തിനിഷ്ഠത, സബ്ജക്ടിവിറ്റി, സാധനം, എത്തിക് ഓഫ് കെയർ എന്നിവ ഈ പഠനവുമായി അടുത്ത് ബന്ധപ്പെടുന്നു. വിശകലനവും വ്യാഖ്യാനങ്ങളും. ഇരട്ട ഭാരം അഥവാ ഡബിൾ ബർഡൻ. വിദ്യാഭ്യാസം നേടിയതും തൊഴിൽ ചെയ്യുന്നതുമായ ഒരു സ്ത്രീ നേരിടുന്ന പ്രശ്നങ്ങളാണ് ഔദ്യോഗികം എന്ന് പറയുന്ന സിൽവിക്കുട്ടിയുടെ കഥയിൽ ചർച്ച ചെയ്യുന്നത്. ആ കഥയിൽ ചെറിയൊരു ഭാഗം വായിക്കാം. മോൻ ഒരു ഓംലറ്റ് കൂടി വേണമെന്ന്, ഉണ്ടാക്കാമോ? എനിക്കറിയില്ല, അറിയാനൊന്നുമില്ല. ഉള്ളി എടുത്തരിഞ്ഞ് ഇത്തിരി ഉപ്പും മുളകും. ഉള്ളി എത്ര, മുളക് എത്ര, എത്ര ഉപ്പ്? ഓ നാശം! 1 കിലോ ഉള്ളി, 2 കിലോ മുളക്, 3 കിലോ ഉപ്പ്, ഇതെല്ലാം കൂടി അരച്ച് കലക്കി നേരെ എന്റെ തലയിലേക്ക്. ഈ കഥയിൽ നിന്ന് വളരെ മിനി കഥയാണ്. അടുക്കളയും വീടിനുള്ളിലെ ജോലികളും സ്ത്രീകളുടേതാണ് എന്ന പൊതുബോധമാണ് നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും നിലനിൽക്കുന്നത്. നമുക്കറിയാം, കയറി താമസത്തിനൊക്കെ നമ്മൾ വീടുകളിൽ ചെല്ലുമ്പോൾ സാധാരണ പുരുഷന്മാർ പറയുന്ന ഒരു ഡയലോഗാണ് ഇത്. അടുക്കള ചൂണ്ടിക്കാണിച്ചിട്ട് പറയും ഇത് അവരുടെ ഏരിയയാണ്. ഡൊമസ്റ്റിക് സ്ഫിയർ ബിലോങ്സ് ടു വിമൻ എന്ന് പറയുന്ന കൺസെപ്റ്റിനെ വല്ലാതെ ന്യായീകരിക്കുന്ന, ജെൻഡർ സെൻസിറ്റിവിറ്റി ഒട്ടുമില്ലാത്ത ഡയലോഗുകളാണ്. അപ്പം ഇരട്ട ഭാരത്തിൽ പ്രതിപാദിക്കുന്നതും ജോലി ചെയ്യുന്ന ഒരു സ്ത്രീയുടെ വീട്ടിലും പുറത്തുമായി ചെയ്യേണ്ടി വരുന്ന ഇരട്ട തൊഴിലുകളെ സംബന്ധിച്ചിട്ടാണ്. പ്രസിദ്ധ സമൂഹ ശാസ്ത്രജ്ഞനായിട്ടുള്ള C.W. മിൽസിന്റെ സോഷ്യോളജിക്കൽ ഇമാജിനേഷൻ എന്നതിന്റെ അടിസ്ഥാന ആശയം വ്യക്തിപരമായ പ്രശ്നങ്ങളും സാമൂഹിക പ്രശ്നങ്ങളും തമ്മിൽ പരസ്പരം ബന്ധപ്പെടുന്നു എന്നാണ്. സ്ത്രീകൾ അനുഭവിക്കുന്ന ഇരട്ടഭാരം എന്ന സാമൂഹിക പ്രശ്നത്തിലേക്ക് നയിക്കുന്ന വ്യക്തമായ കാരണങ്ങൾ, അത് കുടുംബത്തിലാണെങ്കിലും വിദ്യാഭ്യാസ സ്ഥാപനം, മാധ്യമം എന്നിവ സംബന്ധിച്ച് കുട്ടികൾ തന്നെ ക്ലാസ് മുറിയിൽ അറിവ് നിർമ്മിക്കണം. അത് +2 ക്ലാസ്സുകളിൽ കൃത്യമായി സോഷ്യോളജിക്കൽ ഇമാജിനേഷൻ പഠിപ്പിക്കുമ്പോൾ ഇരട്ടഭാരം പോലെയുള്ള കഥകൾ ക്ലാസ്സിൽ മെൻഷൻ ചെയ്യുക വഴി അല്ലെങ്കിൽ അത് ചർച്ച ചെയ്യുക വഴി കുട്ടികളിലേക്ക് ഇത്തരത്തിലുള്ള പൊതു പ്രശ്നങ്ങളെ എങ്ങനെയാണ് അത് വ്യക്തിപരമായ പ്രശ്നമായി ബന്ധപ്പെടുന്നത് വിശദമാക്കാൻ നമുക്ക് സാധിക്കുന്നതാണ്. ഒളിഞ്ഞിരിക്കുന്ന സംഘർഷവും പുറമെയുള്ള സഹകരണവും, കോവേർട്ട് കോൺഫ്ലിക്റ്റ് ആൻഡ് ഓവേർട്ട് കോപ്പറേഷൻ, സോഷ്യോളജിയിലെ വളരെ പ്രശസ്തമായ ഒരു സങ്കല്പനമാണ്. ഓണൻ എന്ന് പറയുന്ന ചെറുകഥയിൽ നിന്നാണ്, ചെറുകഥയെ അടിസ്ഥാനമാക്കിയാണ് ഈ സങ്കല്പത്തെ വിശകലനം ചെയ്യുന്നത്. ഓണൻ എന്ന കഥയിൽ മുഖ്യ കഥാപാത്രം ഒരു ഗൃഹനാഥയാണ്. ഹോംവർക്ക് ചെയ്യാൻ സഹായം തേടി വരുന്ന മകൻ അമ്മ നൽകുന്ന മറുപടിയാണ് ഈ കഥ. സ്കൂളിൽ നിന്നും ഓണം സംബന്ധിച്ച് 10 വാക്യങ്ങൾ എഴുതുക എന്നുള്ളതായിരുന്നു ഹോംവർക്ക്. അപ്പം അതിൽ പറയുന്നത് ഓണം കേരളത്തിലെ പുരുഷന്മാരുടെ ഒരു ഉത്സവമാണ്. അന്നവർ ഉച്ചയോടെ കുളിച്ചൊരുങ്ങി ട്യൂഷനുകളുടെ മുന്നിൽ ഉണ്ണാനിരിക്കുന്നു.
വിഭവസമൃദ്ധമായ ഒന്നിനു ശേഷം ഏമ്പക്കം വിട്ടെഴുന്നേറ്റ് ടിവിയുടെ മുന്നിലേക്ക് മാറിയിരിക്കുന്നു. ഇങ്ങനെയാണ് കഥ പോകുന്നത്. കഥയുടെ ശീർഷകമായി ഓണം എന്നതിനു പകരം ഓണൻ എന്നാണ് ഉപയോഗിച്ചിട്ടുള്ളത്. നമുക്കറിയാം നമ്മുടെ ഉത്സവങ്ങളും ആഘോഷങ്ങളും ഒക്കെ എത്രമാത്രം പിതൃമേധാവിത്വപരമാണ് എന്നതിനെ കൃത്യമായി റെപ്രസെന്റ് ചെയ്യുന്ന ഒരു കഥയാണിത്. മക്കൈവർ എന്ന് പറയുന്ന സമൂഹ ശാസ്ത്രജ്ഞൻ അക്കോമഡേഷൻ എന്ന് പറയുന്ന ഒരു സങ്കല്പം മുന്നോട്ട് വെക്കുന്നുണ്ട്. ചുറ്റുപാടുമുള്ള സമൂഹവുമായി ഹാർമണി നേടുന്ന അന്തരീക്ഷത്തെയാണ് അക്കോമഡേഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. പല രീതിയിൽ നമുക്ക് ഒരു ചുറ്റുപാടുമായി സന്തോഷത്തിൽ ഒരു ഹാർമണിയിൽ മുന്നോട്ട് പോകാൻ സാധിക്കും. അതിൽ അധികാര ബന്ധങ്ങൾ നിലനിൽക്കുന്ന എല്ലായിടത്തും അടിമ ഉടമ ബന്ധം അതിന്റെ ബേസ് ആണ്. അല്ലെങ്കിൽ പ്രഷർ എന്ന് പറയുന്നതിന്റെ അടിസ്ഥാനം അടിമ ഉടമ ബന്ധമാണ്. അപ്പോ നമ്മുടെ വീടുകളൊക്കെ വളരെ ഹാർമോണിയസ് ആയി വളരെ ഹാപ്പി ആയി പോകുന്നതിന് കാരണം സ്ത്രീകൾ എന്തൊക്കെയോ ചില പ്രശ്നങ്ങൾ അല്ലെങ്കിൽ ആരംഭിക്കുന്ന പ്രശ്നങ്ങൾ മറച്ചു വെച്ചിരിക്കുന്നതിനാലാണ്. ഉള്ളിൽ സങ്കടം ഉണ്ടായിട്ടും അത് മറച്ചു വെച്ചിരിക്കുന്നതിനാലാണ് എന്ന ആശയത്തെ ക്ലാസ്സിൽ കൃത്യമായി അവതരിപ്പിക്കാൻ, മക്കൈവറിന്റെ ഈ ഒരു ആശയത്തെ കൃത്യമായി അവതരിപ്പിക്കാൻ ഈ ചെറുകഥ നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. സ്വന്തമായി തീരുമാനങ്ങളുള്ള സ്ത്രീകൾ. ഈ കഥയെ അനലൈസ് ചെയ്തത് അവനും ഞാനും എന്ന് പറയുന്ന ചെറുകഥ മീൻസ് മിനിക്കഥ എന്ന് മനസ്സിൽ വിചാരിക്കാം. വിമൻ വിത്ത് ഏജൻസി ഫംഗ്ഷൻ. തന്റെ സുഹൃത്തിന്റെ പ്രണയാഭ്യർത്ഥനയോട് നേരിട്ട് പ്രതികരിക്കുന്ന ഒരു പെൺകുട്ടിയാണ് ഈ കഥയിൽ ചിത്രീകരിക്കപ്പെടുന്നത്. ചെറുകഥയിലെ പെൺകുട്ടി വായനക്കാരന് വളരെ പുതുമയുള്ളൊരു സ്ത്രീ സ്വഭാവമാണ് പ്രകടമാക്കുന്നത്. ഞാൻ വായിക്കാം. ഞാനിങ്ങനെ വിരലിൽ തൊടുമ്പോൾ നിനക്ക് എന്താണ് തോന്നുന്നത്? നീ വിരലിൽ തൊടുകയാണ് എന്ന്. അവൻ വിടറി. മറ്റൊന്നും തോന്നുന്നില്ലേ? എന്താണ് തോന്നേണ്ടതെന്ന് പറയൂ. അവന്റെ മുഖത്ത് കരയാറായ കുട്ടിയുടെ ഭാവം വന്നണഞ്ഞു. നിർത്താതെ ഉറക്ക ചിരിച്ച് ഭയപ്പെടുത്തണമെന്ന് എനിക്കപ്പോൾ തോന്നി. പക്ഷെ വളരെ പണിപ്പെട്ട് ഞാൻ തോന്നലടക്കി ഞാൻ പറഞ്ഞു, എനിക്കിപ്പോൾ ക്ലാസ് ഉണ്ട്, ഞാൻ പോകുന്നു. സ്വന്തമായി തീരുമാനങ്ങൾ എടുക്കുന്ന, വിലപേശുന്ന, ധൈര്യപൂർവ്വം അഭിപ്രായം പറയുന്ന ഏജൻസി ഫംഗ്ഷൻ. സോഷ്യോളജിയിലെ വളരെ പ്രധാനപ്പെട്ട മറ്റൊരു കൺസെപ്റ്റാണ് ഏജൻസി ഫംഗ്ഷൻ. ആസ്വദിക്കുന്ന സ്ത്രീകളെ അവരുടെ ധാർമ്മിക വശം വളരെ മോശമായി ചിത്രീകരിക്കുന്ന ഒരു സ്വഭാവം കൂടി സമൂഹത്തിനുണ്ട്. ഏജൻസി ഫംഗ്ഷൻ വളരെ കൃത്യമായി ക്ലാസ്സിൽ അവതരിപ്പിക്കുവാൻ ഈ ഒരു മിനിക്കഥ വളരെ ഭംഗിയായി നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കുന്നതാണ്. വ്യക്തിപരമായ മൂല്യമോ സമൂഹത്തിന്റെ മൂല്യമോ, പ്രൈവറ്റ് വാല്യൂ ഓർ കളക്റ്റീവ് ഇൻട്രസ്റ്റ്, വിളക്ക് എന്ന് പറയുന്ന മിനിക്കഥയെ ആസ്പദമാക്കിയാണ്. നമുക്കറിയാം നമ്മുടെ കേരളത്തിന്റെ വികസന സൂചികകളെല്ലാം മറ്റ് ഇന്ത്യൻ സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് വളരെ ഉയർന്നു നിൽക്കുന്ന ഒന്നാണ്. പക്ഷേ നമ്മുടെ സൂക്ഷ്മമായ ഒരു പഠനത്തിൽ എത്രത്തോളമാണ് അതിന്റെ ഒരു കോൺട്രഡിക്ഷൻ അല്ലെങ്കിൽ ഒരു പാരഡോക്സ് എന്ന് നമുക്ക് വ്യക്തമാകുന്നതാണ്. ചാക്കോർ പാസൻ എന്ന് പറയുന്ന സോഷ്യോളജിസ്റ്റിന്റെ നോർമേറ്റീവ് ഫംഗ്ഷനിസം എന്ന് പറയുന്ന ഒരു സങ്കല്പത്തെ വിശദീകരിക്കാൻ, നമ്മൾ ഏതിനാണ് ജീവിതത്തിൽ മൂല്യം കൊടുക്കേണ്ടി വരിക, പ്രത്യേകിച്ച് വിവാഹിതരായ സ്ത്രീക്ക് വ്യക്തിപരമായ മൂല്യത്തിനോ സമൂഹത്തിന്റെ മൂല്യത്തിനോ തമ്മിൽ ഉണ്ടാകുന്ന സംഘർഷങ്ങളിൽ ഏത് പ്രാധാന്യം കൊടുക്കേണ്ടി വരും എന്ന് ചിന്തിക്കുമ്പോൾ നമുക്ക് ഈ പറയുന്ന ചെറുകഥയെ നമുക്ക് ആധാരമാക്കി പഠിക്കാവുന്നതാണ്. സ്ത്രീകളും ധാർമ്മികതയുമായി ബന്ധപ്പെട്ട് മനുഷ്യാവകാശം എന്ന് പറയുന്ന ചെറുകഥ വിശകലനം ചെയ്യാവുന്നതാണ്. സ്ത്രീകൾക്ക് ലൈംഗികത അല്ലെങ്കിൽ ഫോർ പ്ലേ, മനുഷ്യാവകാശങ്ങൾ എന്നിവയുമായി ബന്ധപ്പെട്ട അറിവുണ്ടാകുന്നത് അവരെ പുരുഷാധിപത്യ സമൂഹം അവരെ വളരെ സംശയത്തോടു കൂടി നോക്കിക്കാണുന്നു. അവരെ ധാർമ്മികമായി ദുഷിച്ചവരായി കണക്കാക്കുന്നു. വ്യക്തിത്വത്തെക്കാൾ സ്ത്രീകളുടെ ചാരിത്രത്തിന് പ്രാധാന്യം നൽകുന്ന ഒരു ജെൻഡർ സ്റ്റീരിയോടൈപ്പ് നമ്മുടെ സമൂഹത്തിലുണ്ട്. ജെൻഡർ സ്റ്റീരിയോടൈപ്പ് അല്ലെങ്കിൽ സ്ഥിരധാരണകൾ എങ്ങനെയാണ് നമ്മുടെ സമൂഹത്തിൽ നിലനിൽക്കുന്നതെന്ന് മനസ്സിലാക്കാൻ ഈ ചെറുകഥ, മനുഷ്യാവകാശം എന്ന് പറയുന്ന ചെറുകഥയെ നമുക്ക് ഭംഗിയായി ഉപയോഗിക്കാവുന്നതാണ്. മാറ്റം എല്ലായ്പ്പോഴും വിപ്ലവകരമായി സംഭവിക്കാറില്ല. വിപ്ലവം എന്ന് പറയുന്ന ചെറുകഥയെ ആസ്പദമാക്കിയാണ് ഇത് പറയുന്നത്. നമുക്കറിയാം, വ്യക്തികളിലോ സമൂഹത്തിലോ മൊത്തത്തിലുള്ള സാമൂഹിക പ്രവർത്തനത്തിലെ മാറ്റം വിപ്ലവകരമായ രീതിയിൽ സംഭവിക്കുന്നില്ല. കാരണം സംസ്കാരവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലെ മാറ്റങ്ങൾ വളരെ പതുക്കെ മാത്രം സംഭവിക്കുന്നതാണ്. അപ്പോൾ ഒരു റാഡിക്കലായ മാറ്റം സമൂഹത്തിൽ അങ്ങനെ പോസിബിൾ അല്ല എന്ന് തന്നെ ഒരു കാര്യമുണ്ട് സോഷ്യോളജിയിൽ. അപ്പോൾ ആ കാര്യങ്ങൾ കൃത്യമായി മെൻഷൻ ചെയ്യാൻ വിപ്ലവം എന്ന് പറഞ്ഞ ചെറുകഥ ഉപയോഗിക്കാവുന്നതാണ്. അതുപോലെ ഭാവി പ്രതീക്ഷകളെ സംബന്ധിച്ച് സമൂഹം, നമുക്ക് അറിവുള്ള ചുറ്റുമുള്ള സമൂഹം നമ്മുടെയൊക്കെ നിർമ്മിതി തന്നെയാണ് എന്ന് വ്യക്തമാക്കാൻ വേണ്ടി കയ്യടി എന്ന് പറയുന്ന ചെറുകഥയെ നമുക്ക് കൃത്യമായി ഉപയോഗിക്കാവുന്നതാണ്. ഇനി കവിതകളിലേക്ക് വരണം. പെണ്ണപ്പൻ എന്ന് പറയുന്ന കവിതാ സമാഹാരത്തിലെ ചില കവിതകളെ സോഷ്യോളജി സങ്കല്പങ്ങളുമായി ബന്ധിപ്പിക്കാനുള്ള ശ്രമമാണ്. ക്ലാസ് റൂമിൽ അതെങ്ങനെ ഉപയോഗിക്കാം എന്നതിന്റെ ശ്രമമാണ്. തൊഴിൽ വിഭജനത്തിലെ വേർതിരിവ്, അത് പെണ്ണപ്പൻ എന്ന് പറയുന്ന സമാഹാരത്തിലെ പെണ്ണപ്പൻ എന്ന കവിതയെ തന്നെ നമുക്ക് ഉപയോഗിക്കാം. പെൺപണികൾ ചെയ്യുന്ന ഹിംസാത്മകമല്ലാത്ത ഒരപ്പനാണ്. നിങ്ങൾ പെണ്ണപ്പൻ പലരൊക്കെ വായിച്ചിട്ടുണ്ടാവും. പെണ്ണപ്പനിലെ അപ്പൻ എന്ന് പറയുന്ന കഥാപാത്രം ഒട്ടും ഹിംസാത്മകമല്ലാത്ത ജെൻഡർ സ്റ്റീരിയോടൈപ്പുകളിൽ നിന്ന് വ്യത്യസ്തരായി നിൽക്കുന്ന മനുഷ്യരെ ക്ലാസ്സിൽ അവതരിപ്പിക്കാൻ, ട്രാൻസ്ജെൻഡർ സമൂഹത്തെ പറ്റി, ക്യൂർ വിഭാഗങ്ങളെ പറ്റി കൃത്യമായി ക്ലാസ്സിൽ അവതരിപ്പിക്കുമ്പോൾ പെണ്ണപ്പനെ നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. പൊതുവിടങ്ങൾ നിഷേധിക്കുന്ന ചില വിഭാഗങ്ങളെ സംബന്ധിക്കുന്ന കാര്യങ്ങൾ ചർച്ച ചെയ്യുമ്പോൾ മൂത്രശങ്ക എന്ന് പറയുന്ന ഒരു കവിത ഉപയോഗിക്കാം. ഇക്കാണുന്ന മൂത്രപ്പുരയിൽ ഇരുന്നോ നിന്നോ മൂത്രമൊഴിക്കേണ്ടത് എന്ന ന്യായമായ ചോദ്യം ഞാൻ ചോദിക്കുന്നു. പെണ്ണപ്പനിലെ മൂത്രശങ്ക എന്ന് പറയുന്ന കവിതയിലെ വരികളാണ്. പറഞ്ഞു വരുന്നത് ക്യൂർ വിഭാഗങ്ങൾക്ക് നിഷേധിക്കപ്പെടുന്ന ഇടങ്ങളെ സംബന്ധിച്ച് അതിന്റെ ഇന്റൻസിറ്റി ബോധ്യപ്പെടുത്താൻ നമുക്ക് ഈ കവിത ഉപയോഗിക്കാം. അതുപോലെ തന്നെ
തോട്ടിപ്പണിയുടെ രാഷ്ട്രീയം എന്ന് പറയുന്ന കാര്യം മെൻഷൻ ചെയ്യാൻ വേണ്ടി ബിരിയാണി എന്ന് പറയുന്ന കവിത ഉപയോഗിക്കാവുന്നതാണ്. നമുക്കറിയാം ജാതിയുമായി എത്രമാത്രം ബന്ധപ്പെട്ടിരിക്കുന്നു തൊഴിൽ എന്നത്, എത്രമാത്രമൊക്കെ അനിഹിലേറ്റ് ഇല്ലാതാക്കാൻ നോക്കിയാലും ജാതി എത്രമാത്രം രൂഢമൂലമാണ് എന്ന ഒരു യാഥാർത്ഥ്യം കൂടി വിദ്യാർത്ഥികൾക്ക് നമുക്ക് ഈ കവിതയിലൂടെ മനസ്സിലാക്കി കൊടുക്കാൻ സാധിക്കും. ശരീരത്തിലെ തെറ്റുകൾ ആരുണ്ടാക്കിയത്, അല്ലെങ്കിൽ അത് തെറ്റുടലുകൾ എന്ന് പറയുന്ന ഒരു കവിതയിലൂടെ നമുക്ക് പറയാൻ സാധിക്കുന്നതാണ്. ട്രാൻസ്സെക്ഷൽ മനുഷ്യന്റെ ജീവിതവും അവരുടെ പ്രശ്നങ്ങളും ഒക്കെയാണ് ഡീക്രിമിനലൈസേഷൻ ഓഫ് ഹോമോസെക്ഷുവാലിറ്റി 377 വകുപ്പ് റദ്ദാക്കിയ വിധികളെയൊക്കെ സംബന്ധിച്ചുണ്ടാക്കിയ കവിതയാണ്. ഈ കവിത ക്ലാസ്സിൽ മെൻഷൻ ചെയ്യുമ്പോൾ നമുക്ക് സാമൂഹിക പ്രശ്നവും അതുപോലെ തന്നെ സാഹിത്യവും ഒരുപോലെ മെൻഷൻ ചെയ്ത് എന്നാൽ അതുപോലെ തന്നെ സമൂഹശാസ്ത്ര സങ്കല്പത്തെ ഉപയോഗിക്കാനും സാധിക്കും. മനുഷ്യ സ്നേഹത്തെക്കുറിച്ച് സംസാരിക്കുവാൻ രണ്ടുപേർ എന്ന കവിത. നമുക്ക് സോഷ്യോളജിയിൽ വളരെ പ്രധാനപ്പെട്ട ഒരു സങ്കല്പനമാണ് സാമൂഹിക ശ്രേണീകരണം. സാമൂഹിക ശ്രേണീകരണത്തിൽ ജാതിയും വർഗവും വർണ്ണവും ജെൻഡറും പിന്നോക്ക ജാതികളും ഒക്കെ കൃത്യമായി നമ്മൾ മെൻഷൻ ചെയ്യുന്നതാണ്. പക്ഷേ ആ മെൻഷൻ ചെയ്യുന്നതൊക്കെ ആളുകളെ പഠിപ്പിക്കുന്ന അല്ലെങ്കിൽ കുട്ടികളെ നമ്മൾ ബോധ്യപ്പെടുത്താൻ ശ്രമിക്കുന്നത് ഇതിൽ നിന്നും ഓവർകം ചെയ്തിട്ടുള്ള അതിജീവിച്ചിട്ടുള്ള ഒരു സാമൂഹിക സൃഷ്ടി സാധ്യമാണ് എന്ന കാര്യം കൂടി പറയാൻ വേണ്ടിയിട്ടാണ്. രണ്ടുപേരെന്ന് പറയുന്ന കവിതയെ നമുക്ക് ആ അർത്ഥത്തിൽ ഉപയോഗിക്കാം. പനോപ്റ്റിക്കൽ വ്യൂ മൈക്കൽ ഫൂക്കോയുടെ വളരെ പ്രധാനപ്പെട്ട ഒരു കൺസെപ്റ്റാണ്. ജെർമി ബെന്താം കൊണ്ടുവരികയും പിന്നീട് പനോപ്റ്റിക്കൽ വ്യൂ ആയിട്ട് ഫൂക്കോ വികസിപ്പിക്കുകയും ചെയ്ത ഒരു സങ്കല്പം. ഡിസിപ്ലിൻ ആൻഡ് പണിഷ് ബർത്ത് ഓഫ് പ്രിസൺ എന്ന് പറയുന്ന പുസ്തകത്തിൽ നമുക്ക് ഇതിന്റെ കാര്യങ്ങൾ മനസ്സിലാകും. നമ്മളെ ഒരാൾ നിരീക്ഷിക്കുന്നു എന്ന് പറയുമ്പോൾ നമ്മുടെ സ്വഭാവത്തിൽ ഉണ്ടാകുന്ന മാറ്റങ്ങളെ സംബന്ധിച്ചിട്ടാണ്. സോഷ്യോളജി സങ്കല്പം +2 ക്ലാസ്സുകളിൽ ഇത് കൃത്യമായിട്ട് അവതരിപ്പിക്കുമ്പോൾ കൃത്യമായി ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു കവിതയാണ് പെണ്ണപ്പനിലെ 9 എന്ന് പറയുന്ന കവിത. സമത്വപരമായ സമൂഹവും ബോധപൂർവമായ പ്രവർത്തികളും എന്ന് പറയുന്നത് ഞാൻ ഏറ്റവും ആദ്യം പറഞ്ഞ നമ്മുടെ വ്യക്തിപരമായ മാറ്റങ്ങൾ, നാളെ നമ്മൾ സമൂഹം മുഴുവൻ മാറിയിട്ട് മാറ്റങ്ങളെ കൊണ്ടുവരാമെന്നതിനേക്കാൾ വ്യക്തിപരമായി നമുക്ക് മാറ്റം ഉണ്ടാക്കിയിട്ട് സമൂഹത്തിലേക്ക് അതിനെ എത്തിക്കാൻ സാധിക്കും എന്ന് പറയുന്ന സന്ദർഭമാണ് പെണ്ണാച്ചി എന്ന കവിതയിലുള്ളത്. ഞാൻ പറഞ്ഞു വരുന്നത് സാഹിത്യം എപ്പോഴും അറിവിലേക്കുള്ള കവാടമാണ്. സോഷ്യോളജി ബിരുദാനന്തര ക്ലാസ്സുകളിൽ ഇന്റർ ഡിസിപ്ലിനറിയായി ഇത്തരം ചെറുകഥകളും കവിതകളും ഒക്കെ ഉപയോഗിക്കുന്നത് വഴി കുട്ടികളിലേക്ക് ആ സങ്കല്പം കൂടുതൽ വ്യക്തമായും കൃത്യമായും എത്താൻ സഹായിക്കും. 10ാം ക്ലാസ് വരെയുള്ള സോഷ്യൽ സയൻസ് പാഠപുസ്തകങ്ങൾക്ക് സോഷ്യൽ സയൻസ് പാഠപുസ്തകങ്ങളിൽ ഇത്തരത്തിലുള്ള സാഹിത്യ കൃതികൾ ഉൾപ്പെടുത്തേണ്ടതുണ്ട് എന്നൊരു സജഷനാണ് മുന്നോട്ട് വെക്കാനുള്ളത്. അവയെ പ്രാദേശിക സാഹചര്യങ്ങളുമായി ബന്ധിപ്പിച്ച് ടീച്ചർമാർക്ക് അവതരിപ്പിക്കാവുന്നതാണ്. അധിക വായനയ്ക്കും പ്രധാന ചർച്ചാഭാഗമായിട്ടും ഇത് ക്ലാസ്സിൽ അവതരിപ്പിക്കുന്നത് വഴി കുട്ടികളിലേക്ക് ഈ ജന സങ്കല്പങ്ങൾ കൃത്യമായി എത്തപ്പെടും. വിമർശനാത്മക ചിന്തയിലൂടെ മാത്രമേ ലിംഗാധിഷ്ഠിതമായ വിവേചനങ്ങൾ നമുക്ക് ഇല്ലാതാക്കാൻ സാധിക്കുകയുള്ളൂ. അതിന് സാഹിത്യവും സോഷ്യോളജിയും സാമൂഹിക പ്രശ്നങ്ങളും എല്ലാം പല എയർടൈറ്റ് കമ്പാർട്ട്മെന്റുകളിലായിരുന്നാൽ സാധിക്കുകയില്ലെന്നും അതിനെ ഒരു മെർജ് ചെയ്യേണ്ട ആവശ്യകത കൂടി സൂചിപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. അടുത്ത പേപ്പർ അവതരിപ്പിക്കുന്നത് പരിസ്ഥിതി പഠന സ്കൂൾ ഗവേഷകനായിട്ടുള്ള മൻസൂർ പന്തലുകാരനാണ്. വിഷയം പച്ചക്കറി വികസനവും സ്ത്രീ പദവിയും. വ്യത്യസ്ത കാർഷിക വ്യവസ്ഥിതികളിലെ കുടുംബശ്രീ ഇടപെടലുകൾ. പേപ്പർ അവതരിപ്പിക്കാനായിട്ട് മൻസൂറിനെ ക്ഷണിക്കും. എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് മൻസൂർ. ഞാൻ പരിസ്ഥിതി പഠന സ്കൂളിലെ ഗവേഷക വിദ്യാർത്ഥിയാണ്. എൻ്റെ ഒരു വർക്കിംഗ് പേപ്പറാണ്. ഇതിൻ്റെ ടൈറ്റില് പച്ചക്കറി വികസനത്തിലെ സ്ത്രീ പദവി, വ്യത്യസ്ത കാർഷിക വ്യവസ്ഥയിലെ കുടുംബശ്രീ ഇടപെടലുകൾ സംബന്ധിച്ചുള്ള പ്രാഥമിക പഠനം. സ്റ്റാറ്റസ് ഓഫ് വിമൻ ഇൻ വെജിറ്റബിൾ ഡെവലപ്മെന്റ് ആൻഡ് പ്രിലിമിനറി സ്റ്റഡി ഓൺ കുടുംബശ്രീ ഇന്റർവെൻഷൻസ് ഇൻ ഡിഫറെൻറ്റ് അഗ്രികൾച്ചർ സിസ്റ്റംസ്. അപ്പോൾ സ്ത്രീ സംഘകൃഷിയിലൂടെ കർഷക എന്ന പദവിയിലേക്ക് ഉയർത്തപ്പെടുമ്പോൾ ഗാർഹിക ചുമതലകളുടെ കെട്ടുപാടുകൾക്കിടയിൽ നിന്നും കാർഷിക ഉൽപ്പന്നങ്ങൾ വിപണിയിൽ എത്തിച്ചുകൊണ്ട് സാമ്പത്തിക ലാഭവും സാമൂഹിക ക്ഷേമവും കരസ്ഥമാക്കാൻ പ്രയാസപ്പെടുന്നുണ്ട്. കാണാപ്പണിയുടെ തീക്കുണ്ടങ്ങളിൽ ഇരവു പകലുകൾ എരിയുന്ന സ്ത്രീയെ കൊണ്ട് കൃഷിപ്പണി കൂടി ചെയ്യിക്കുകയോ അവളുടെ ചുമലിൽ കടബാധ്യതകൾ കൂടി കയറ്റിവെച്ച് കടക്കണിയിലേക്ക് തള്ളുകയോ സ്ത്രീയെ കൂടുതൽ ചൂഷണം ചെയ്യാനുള്ള ഈ ശ്രമം ക്രൂരമാണ്. കേരളത്തിലെ ജനകീയ പച്ചക്കറി കൃഷിയിൽ സ്ത്രീകളെ പങ്കാളികളാക്കുന്നത് സംബന്ധിച്ച് ഉയർന്നു വന്നിട്ടുള്ള പ്രധാന ആശങ്കകളായിരുന്നു. അപ്പോൾ ഈ ചോദ്യങ്ങൾ 1997 തുടക്കമിട്ട കേരള സംസ്ഥാന സർക്കാർ ദാരിദ്ര്യ നിർമ്മാർജ്ജനം വനിതാ ശാക്തീകരണ പദ്ധതിയും പിന്നീട് ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ സ്ത്രീ കൂട്ടായ്മ എന്ന അംഗീകാരം നേടിയിട്ടുള്ള കുടുംബശ്രീ മിഷൻ ഈ വിമർശനത്തെ പാരിസ്ഥിതികമായും സാമൂഹികമായും ഒട്ടേറെ വ്യത്യസ്തതകളുള്ള 2 കാർഷിക വ്യവസ്ഥിതികളിൽ എങ്ങനെ അഭിസംബോധന ചെയ്തു എന്നുള്ളൊരു പഠനമാണിത്. ഒരു
ഡെസ്ക് ബേസ്ഡ് കമ്പാരിറ്റീവ് അനാലിസിസ് ആണ് ഈ പഠനത്തിൽ സ്വീകരിച്ചിട്ടുള്ള രീതിശാസ്ത്രം. ഫീൽഡ് ആക്സസ് കുറവായിരുന്നു. അപ്പോൾ അത്തരത്തിലൊരു സാഹചര്യത്തിൽ സെക്കൻഡറി ഡാറ്റയാണ് ഈ പഠനത്തിനായിട്ട് കൂടുതലായിട്ട് ആശ്രയിച്ചിട്ടുള്ളത്. ഓരോ വികസന ഇടപെടലുകളും സ്ത്രീയെയും പുരുഷനെയും ഭിന്നലിംഗക്കാരെയൊക്കെ ബാധിക്കുന്നത് വ്യത്യസ്തമായിട്ടാണ്. അതുകൊണ്ട് തന്നെ പദ്ധതികളും പരിപാടികളും ആസൂത്രണം ചെയ്യുമ്പോൾ ഈ വ്യത്യസ്തതകൾ കണക്കിലെടുക്കേണ്ടത്. പ്രായോഗികമായ ആവശ്യങ്ങളും തന്ത്രപരമായ അവകാശങ്ങളും തിരിച്ചറിഞ്ഞ് പദ്ധതികളിൽ ഉൾച്ചേർക്കാൻ കഴിയണം. സ്ത്രീകളുടെ നിർണായകമായിട്ടുള്ള ലിംഗപദ്ധതി അഥവാ ജെൻഡർ ആവശ്യങ്ങൾ മനസ്സിലാക്കിയിട്ട് വേണം നമ്മൾ വികസന ആസൂത്രണങ്ങൾ ചെയ്യേണ്ടത്. ലിംഗപദ്ധതി എന്ന ജെൻഡർ എന്നാൽ സാമൂഹികമായും സാംസ്കാരികമായും നിർമ്മിക്കപ്പെടുന്നതാണ്. ഒരു പ്രത്യേക സമൂഹത്തിലോ ചരിത്രഘട്ടത്തിലോ സാംസ്കാരിക സാഹചര്യത്തിലോ ഒരു സ്ത്രീയോ പുരുഷനോ ഭിന്നലിംഗക്കാരനോ ആയിരിക്കുന്നതിന് സാമൂഹികമായി നിലനിൽക്കുന്ന പദവിയാണ് ലിംഗപദവി. ലിംഗവിവേചനങ്ങൾ പലപ്പോഴും സൂക്ഷ്മവും പരോക്ഷവുമായിരിക്കും. സമൂഹത്തിലെ ഏതൊരു അനീതിയും പോലെ ഇതുമൊരു സാമൂഹിക പ്രശ്നമായി കണക്കാക്കി അതിനെതിരെ സമൂഹത്തിന്റെ കൂട്ടായ ഇടപെടലുകൾ ഉണ്ടാവുകയും മാത്രമാണ് അതിൽ ഒരു പുരോഗതി നമുക്ക് ലിംഗവിവേചനത്തെ പരിഹരിക്കാൻ നമുക്ക് സാധിക്കാം. പ്രാദേശിക വികസനം നമ്മുടെ അധികാര കേന്ദ്രീകൃത സംവിധാനത്തിൽ ലിംഗനീതിയിൽ അധിഷ്ഠിതമാവണം, ലിംഗപദവി ഉയർത്തുന്നതായിരിക്കണം എന്നുള്ളൊരു സുപ്രധാന കാഴ്ചപ്പാട് കേരള വികസന മാതൃകയിലുണ്ട്. കേരളത്തിലെ സ്ത്രീകളുടെ സാമൂഹിക സാമ്പത്തിക നിലവാരത്തിലെ സൂചകങ്ങൾ നമ്മൾ ഇന്ത്യയിലെ ഇതര സംസ്ഥാനങ്ങളുമായിട്ട് താരതമ്യപ്പെടുത്തുമ്പോൾ വളരെ മെച്ചപ്പെട്ട നിലയിലാണ് നമുക്ക് കണ്ടെത്താൻ സാധിക്കും. പക്ഷേ അത് സാമൂഹിക ക്ഷേമത്തിലേക്ക് പദവിയിലേക്ക് വരുമ്പോൾ അതിൽ വലിയ നേട്ടമാണെന്ന് എനിക്ക് പറയാൻ സാധിക്കില്ല. അപ്പോൾ അങ്ങനെയൊരു പ്രശ്നം കേരളത്തിലുണ്ട്. അപ്പോൾ കേരളത്തിൻ്റെ വികസന മാതൃകയിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമായിട്ട് പറയുന്നത് സ്ത്രീകൾ നേരിട്ടുള്ള പുരോഗതിയാണ്. എന്നാൽ സാമൂഹിക പദവിയിലേക്ക് വരുമ്പോഴുള്ള പ്രശ്നങ്ങളാണ് അതിൻ്റെ ഏറ്റവും പ്രധാനമായിട്ടുള്ള വിമർശനമായിട്ടുള്ളത്. ഈ പ്രശ്നത്തെ വളരെ കാര്യമായിട്ട് അഭിസംബോധന ചെയ്തിട്ടുള്ള കേരള സംസ്ഥാന സർക്കാരിൻ്റെ വനിതാ ശാക്തീകരണത്തിൽ ഊന്നിയിട്ടുള്ള ദാരിദ്ര്യ നിർമ്മാർജ്ജന പദ്ധതിയാണ് കുടുംബശ്രീ. സ്ത്രീ ശാക്തീകരണത്തിൽ ഊന്നിയിട്ടുള്ള സാമ്പത്തിക സാമൂഹിക ശാക്തീകരണത്തിലൂടെ ദാരിദ്ര്യ നിർമ്മാർജ്ജനമാണ് കുടുംബശ്രീ മിഷൻ ലക്ഷ്യമിടുന്നത്. ഒരു കൂട്ടം ഇല്ലായ്മകളുടെയും നിഷേധങ്ങളുടെയും ഫലമാണ് ദാരിദ്ര്യം എന്നാണ് കുടുംബശ്രീയുടെ കാഴ്ചപ്പാട്. ദരിദ്ര വനിതകളുടെ സ്വയം ലക്ഷ്യമുള്ള ത്രിതല സമൂഹങ്ങളായി സംഘടിപ്പിച്ച് ലഭ്യമായ ആശയവിനിമയ സ്രോതസ്സുകളുടെ ആവശ്യാധിഷ്ഠിത സമന്വയത്തിലൂടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ മേൽനോട്ടത്തിൽ കേവല ദാരിദ്ര്യത്തിന് സമസ്ത പ്രകടിത ബഹുരൂപ ഭാവങ്ങളെയും ഉന്മൂലനം ചെയ്യാനുള്ള ഒരു നൂതന ഏകോപിത സമൂഹാധിഷ്ഠിത സമഗ്ര ദാരിദ്ര്യ നിർമ്മാർജ്ജന സമീപനമാണ് കുടുംബശ്രീ എന്നാണ് ഇതിന് മിഷൻ സ്റ്റേറ്റ്മെന്റ് ആയിട്ട് പറയുന്നത്. ഇത് ആദ്യം ദാരിദ്ര്യം ലഘൂകരിക്കുന്ന സമ്പാദ്യ വായ്പാ പദ്ധതിയും തൊഴിൽ സംരംഭങ്ങളായിട്ട് തുടക്കം കുറിച്ചു. എന്നത് സാമൂഹിക ക്ഷേമത്തിന്റെ വിവിധ മണ്ഡലങ്ങളിൽ വിപുലീകരിക്കപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ അതിലൊരു ഇന്നത്തെ കാലത്ത് കുടുംബശ്രീ പ്രധാനമായി ഫോക്കസ് ചെയ്യുന്നതാണ് കാർഷിക ഉപജീവന മാർഗം, ഫാം ലൈവ്ലിഹുഡ്സ്. അത് കുടുംബശ്രീ സംഘടിപ്പിക്കുന്നത് ജോയിന്റ് ലയബിലിറ്റി ഗ്രൂപ്പുകൾ മുഖേനയാണ്. 4 മുതൽ 10 വരെ വനിതാ അംഗങ്ങളാകുന്ന സംയുക്ത ബാധ്യത ഗ്രൂപ്പുകൾ വഴിയാണ് കുടുംബശ്രീ ജയജി ഗ്രൂപ്പുകൾ 2010 മുതൽ സംഘടിപ്പിക്കുന്നത്. ഇനി അത് പച്ചക്കറി കൃഷിയിലേക്ക് വരുമ്പോൾ കേരളത്തിൽ പച്ചക്കറി കൃഷി എന്ന് പറയുന്നത് വളരെ അപകട സാധ്യത കൂടുതലായിട്ടുള്ളൊരു കാർഷിക സംരംഭമായിട്ടാണ് നിരവധി പഠനങ്ങൾ പറയുന്നത്. കാരണം ജൈവികമായിട്ടും പാരിസ്ഥിതികമായിട്ടും സാമ്പത്തികപരമായിട്ടൊക്കെ ഒരുപാട് പ്രതിസന്ധികളെ അതിജീവിക്കേണ്ടതിനാൽ അപകട റിസ്ക് കൂടുതലുള്ള ഒരു ഇതായിട്ടാണ് അഗ്രികൾച്ചർ എക്സ്റ്റൻഷൻ ഡിപ്പാർട്ട്മെന്റുകളുള്ള പഠനങ്ങൾ സൂചിപ്പിക്കുന്നത്. അപ്പോൾ ഈ ജോയിന്റ് ലയബിലിറ്റി ഗ്രൂപ്പുകൾ എന്ന് പറയുന്നത് സമൂഹത്തിലെ ഏറ്റവും ദരിദ്രരായിട്ടുള്ള കുടുംബശ്രീ പരിഗണിക്കുന്ന ഏറ്റവും ദരിദ്രരായിട്ടുള്ള വനിതകളായിരിക്കും. അപ്പോൾ അവർ ഈ ലോൺ എടുത്ത് പച്ചക്കറി കൃഷി ചെയ്യുമ്പോൾ, അത് അപകടസാധ്യതയുള്ള പച്ചക്കറി കൃഷി ചെയ്യുമ്പോൾ അതിന് ഈ ജോയിന്റ് ലയബിലിറ്റി ഗ്രൂപ്പുകളുടെ പ്രവർത്തന മികവ് വളരെയധികം പ്രധാനമാണ്. അപ്പോൾ അത്തരത്തിലൊരു പശ്ചാത്തലമാണ് ഈ പഠനം നടത്തുന്നത്. കേരളത്തിന്റെ പച്ചക്കറി വികസനത്തിൽ സുസ്ഥിരതയെ നമ്മൾ പരിഗണിക്കുകയാണെങ്കിൽ കേരളത്തിന്റെ ആഭ്യന്തര പച്ചക്കറി ഉത്പാദനം എന്ന് പറയുന്നത് കേരളത്തിന് ആവശ്യമുള്ളതിന് 40% മാത്രമാണ്. അപ്പോൾ ഇതിൽ ഒരു 100% എത്തിക്കണമെങ്കിലും വൈദഗ്ധ്യമേറിയിട്ടുള്ള ആസൂത്രണം, പുനർവിദ്യാഭ്യാസം, വിവിധ തലങ്ങളിലുള്ള സ്ഥാപനങ്ങളുടെ സംയോജനം, സാങ്കേതികവിദ്യയുടെ സർഗാത്മകമായ ആവിഷ്കരണം ഇതൊക്കെ വേണമെന്ന് കേരള സംസ്ഥാന ആസൂത്രണ ബോർഡ് പറയുന്നുണ്ട്. ഈ അഗ്രികൾച്ചർ ഡെവലപ്മെന്റ് എന്നുള്ളത് അതിൻ്റെ അപ്രോച്ച് എങ്ങനെയായിരിക്കണം എന്നുള്ളത് വളരെ കാലം മുമ്പ് തന്നെ വന്നിട്ടുള്ളൊരു ഡിബേറ്റാണ്. ഇപ്പോൾ നമ്മുടെ ഹരിത വിപ്ലവത്തിൻ്റെ കാലത്ത് നമുക്കുണ്ടായിരുന്നത് ഒരു കമ്പോണന്റ് ബേസ്ഡ് അപ്രോച്ചായിരുന്നു. അതിൽ കൃഷിയെ പുരോഗതിയിലേക്ക് കൊണ്ടുപോകാൻ സാധിക്കുന്ന ഏതെങ്കിലും ഒരു പ്രത്യേക കമ്പോണന്റ് എടുത്തിട്ട് അതിലൊരു പുരോഗതി കൊണ്ടുവന്നിട്ട് അങ്ങനെ ഒരു
ഡെവലപ്മെന്റ് കൊണ്ടുവരാനാണ് ഹരിതവിപ്ലവ കാലത്തൊക്കെ ശ്രമിച്ചിരുന്നത്. പക്ഷേ അത് ഒരു അഗ്രികൾച്ചർ ഇൻഡസ്ട്രിയലൈസേഷനാണ് സപ്പോർട്ട് ചെയ്യുന്നത്, വ്യവസായവൽക്കരണത്തെയാണ് പിന്തുണക്കുന്നത്. പക്ഷേ അതിൽ അനുകരിക്കപ്പെടുന്ന ഒരുപാട് മനുഷ്യരുണ്ട്. പക്ഷേ നമുക്ക് ഈ സുസ്ഥിര വികസനം എന്നീ ആശയങ്ങളൊക്കെ വന്നതിന് ശേഷം ഒരു ഹോളിസ്റ്റിക് ആയിട്ടുള്ള ഒരു അപ്രോച്ചാണ് വന്നത്. അത് കർഷകന്റെയും കൃഷിയിടത്തിന്റെയും ഭാഗവാക്കാവുന്ന പരിസ്ഥിതിയും സമൂഹത്തിന്റെയും ആകെയുള്ള അറിവധിഷ്ഠിത വികാസത്തിന് നമുക്ക് അനുയോജ്യമായിട്ടുള്ള കാർഷിക വ്യവസ്ഥിതിയെ ഒന്നാമത് തന്നെ പരിഗണിച്ചുകൊണ്ടുള്ള ഒരു വികസന സമീപനമാണ് വേണ്ടതെന്നാണ്. അപ്പോൾ അതിന് ഈ കാർഷിക വ്യവസ്ഥിതി എന്നുള്ളതിലും തന്നെ രണ്ട് ടേമുകളുണ്ട്. ഫാമിംഗ് സിസ്റ്റം എന്നുണ്ട്, അഗ്രികൾച്ചർ സിസ്റ്റം എന്നുണ്ട്. ഈ ഫാമിംഗ് സിസ്റ്റം എന്ന് പറയുമ്പോൾ അത് കൃഷിയുടെ കേന്ദ്രീകൃതമായിട്ടുള്ള ഒരു സിസ്റ്റമാണ്. അഗ്രികൾച്ചർ സിസ്റ്റം എന്ന് പറയുമ്പോൾ ഫുള്ളി വിശാലമായിട്ടുള്ള, അതിൽ പുറമേ വരുന്ന ഇൻസ്റ്റിറ്റ്യൂഷൻസും എക്കണോമിയും ദേശീയ തലത്തിലെല്ലാം വരുന്ന ഇതാണ് അഗ്രികൾച്ചർ സിസ്റ്റം എന്ന് പറയുന്നത്. ഒരു അഗ്രികൾച്ചർ സിസ്റ്റം ബേസ്ഡ് ആയിട്ടുള്ള ഒരു ബൗണ്ടറിയിൽ നിന്നാണ് ഈ പഠനം ഞാൻ നടത്തുന്നത്. ഇനി കുടുംബശ്രീയിലെ വനിതാ കർഷകരുടെ പദവി സംബന്ധിച്ചിട്ട് ഈ പഠനത്തിലും രണ്ട് കാർഷിക വ്യവസ്ഥിതികൾ തമ്മിലാണ് താരതമ്യം ചെയ്യുന്നത്. ഡെവലപ്മെന്റൽ എക്കണോമിക്സിലേക്ക് ഒരു പ്രധാന രീതിശാസ്ത്രമാണ് ഇൻഡിസസിൽ മികച്ചു നിൽക്കുന്ന പ്രദേശങ്ങളും പിന്നിൽ നിൽക്കുന്ന പ്രദേശങ്ങളും തമ്മിൽ താരതമ്യം ചെയ്യുന്നതിൻ്റെ ഗ്യാപ്പ് കണ്ടുപിടിക്കുകയും അതിലേക്ക് വികസന വിടവുകൾ കണ്ടെത്തുകയും ചെയ്യുന്ന ഒരു രീതിശാസ്ത്രം. അതാണ് ഇതിൽ സ്വീകരിച്ചിട്ടുള്ളത്. അപ്പം ഇതിൽ സ്റ്റഡി ഏരിയ ആയിട്ട് വരുന്നത് ഇടുക്കി ജില്ലയിലെ തമിഴ്നാടോട് അതിർത്തി പങ്കിടുന്ന ശീതകാല പച്ചക്കറിക്ക് പ്രശസ്തമായിട്ടുള്ള വട്ടവട ഗ്രാമപഞ്ചായത്തും, പിന്നൊന്ന് ആലപ്പുഴ ജില്ലയിലെ തീരദേശ ഗ്രാമപഞ്ചായത്തായിട്ടുള്ള കഞ്ഞിക്കുഴി ഗ്രാമപഞ്ചായത്തുമാണ്. ഇവിടെ ഈ രണ്ട് ഗ്രാമപഞ്ചായത്തുകളും കേരള സംസ്ഥാന സർക്കാരിൻ്റെ പച്ചക്കറി വികസനത്തിന് വേണ്ടിയിട്ടുള്ള പ്രത്യേക കാർഷിക മേഖലയിൽ ഉൾപ്പെട്ടിട്ടുള്ള, ആദ്യഘട്ടത്തിൽ തന്നെ ഉൾപ്പെട്ടിട്ടുള്ള ഗ്രാമപഞ്ചായത്തുകളാണ്. പക്ഷേ ഒന്ന് ശീതകാല പച്ചക്കറിക്ക് പ്രാധാന്യമുള്ളതും ഒന്ന് വേനൽക്കാല പച്ചക്കറികൾക്കും പ്രാധാന്യമുള്ളതുമാണ്. അപ്പോൾ ഇതിൽ ഈ എങ്ങനെയാണ് ഇവിടെ വെജിറ്റബിൾ ഡെവലപ്മെന്റ് വന്നതിൻ്റെ ഹിസ്റ്ററി എന്ന് പറയുമ്പോൾ വളരെ വ്യത്യസ്തമാണ്. വട്ടവടയിൽ ഇതിലോ 3.5 നൂറ്റാണ്ടിന് ചരിത്രമുള്ളൊരു തദ്ദേശീയ കാർഷിക സംസ്കൃതിയുടെ ഒരു പരിണാമത്തിലാണ് അവിടുത്തെ പച്ചക്കറി വികസനം വന്നിട്ടുള്ളത്. എന്നാൽ ആലപ്പുഴയിലെ കഞ്ഞിക്കുഴിയിൽ ഇത് വന്നിട്ടുള്ള 1994 മുതൽ ഗ്രാമപഞ്ചായത്തിൻ്റെ നേതൃത്വത്തിൽ ആവിഷ്കരിച്ചിട്ടുള്ള കാർഷിക വിപുലീകരണ പ്രവർത്തനങ്ങളുടെ ആയിട്ടാണ്. അപ്പം ഈ രണ്ട് കാർഷിക വ്യവസ്ഥിതികളിൽ എങ്ങനെയാണ് കുടുംബശ്രീ മിഷൻ ഇടപെടുന്നത്, അതിൻ്റെ സുസ്ഥിരത എത്രത്തോളം ഉണ്ട്, അതിൽ സ്ത്രീകൾ ഈ ജോയിന്റ് ലയബിലിറ്റി ഗ്രൂപ്പുകളുടെ ഫാമേഴ്സിൻ്റെ പദവി എന്താണ്, അപ്പോൾ അതിൽ എന്തെല്ലാം ഗ്യാപ്പുകളാണ് നമുക്ക് കണ്ടെത്താൻ സാധിക്കുക, അതിൽ സുസ്ഥിര വികസനത്തിലേക്ക് നമുക്ക് എന്തെല്ലാം കാര്യങ്ങളാണ് ഇനി ചെയ്യേണ്ടത് എന്നുള്ള ഒരു നൈരൂപീകരണത്തിലേക്കുള്ളൊരു ഉൾക്കാഴ്ചകൾക്കാണ് ഈ പഠനം ശ്രമിച്ചിട്ടുള്ളത്. ഇന്ത്യയിൽ മുൻകാല പഠനങ്ങൾ നോക്കുകയാണെങ്കിൽ ഇന്ത്യയിൽ പച്ചക്കറി വികസനവുമായി ബന്ധപ്പെട്ട പഠനങ്ങൾ കൂടുതലും എൻഡമോളജി, ഹോർട്ടിക്കൾച്ചർ ഡിസിപ്ലിനുകളുടെ വീക്ഷണകോണിൽ നിന്നും ഉൽപാദനക്ഷമത, കീടനിയന്ത്രണം എന്നിവയ്ക്ക് ആസ്പദമാക്കിയിട്ടുള്ളതാണ്. എക്കണോമെട്രിക്സ്, ഇൻസ്റ്റിറ്റ്യൂഷണൽ ഓർഗനൈസേഷൻ സ്റ്റഡീസ് ഒക്കെ വളരെ കുറവാണ്. പിന്നെ സോഷ്യൽ എക്കണോമിക് കൺസ്ട്രെയിൻസുമായി ബന്ധപ്പെട്ട ധാരാളം പഠനങ്ങളുണ്ട്. അപ്പം ഇതിൽ പഠന മേഖലകളിലെ മുൻകാല പഠനങ്ങളിലേക്ക് വരികയാണെങ്കിൽ 2003 അതായത് കുടുംബശ്രീ മിഷൻ 1997 രൂപീകരിക്കുന്നത്. പക്ഷേ 2003 വട്ടവടയിൽ സെന്റർ ഫോർ ഡെവലപ്മെന്റ് സ്റ്റഡീസ് നടത്തിയ പഠനത്തിൽ പറയുന്നത് കുടുംബശ്രീ സംവിധാനം വരുന്നതിന് മുമ്പുള്ള ഒരു സാഹചര്യം അവിടെ സ്ത്രീകൾക്ക് സാമ്പത്തിക സ്വാതന്ത്ര്യം വളരെ കുറവാണെന്നാണ്. എന്നാൽ 17 വർഷങ്ങൾക്ക് ശേഷം വട്ടവട ഗ്രാമപഞ്ചായത്തിലെ കുടുംബശ്രീ പ്രവർത്തനങ്ങൾക്ക് വന്നതിന് ശേഷം അവിടെ സ്ത്രീകളുടെ സംഘടിപ്പിക്കൽ ഒക്കെ ശാക്തീകരണമൊക്കെ മെച്ചപ്പെട്ടിട്ടുള്ള പഠനങ്ങൾ 2020 വന്നിട്ടുണ്ട്. അപ്പോൾ കുടുംബശ്രീ മിഷൻ ഒരു പുരോഗതി കൊണ്ടുവന്നിട്ടുണ്ട് എന്നുള്ളൊരു ഇൻഡിക്കേഷൻ നമുക്ക് കിട്ടും. പിന്നെ 2003 കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത് ഒരു പഠനം നടത്തിയിട്ടുണ്ട്. അപ്പോൾ അതിലും ഈ സുസ്ഥിര പച്ചക്കറി കൃഷി എന്നാണ് അതിൽ പരാമർശിക്കുന്നത്, സസ്റ്റൈനബിൾ എന്ന് പറയുന്നത്. അപ്പോൾ അത് എത്രത്തോളം യോജിക്കുന്ന എനിക്കൊരു സംശയമുണ്ട്. കാരണം അതിൻ്റെ സുസ്ഥിരതയുടെ തൂണുകളായിട്ട് നമ്മൾ പരിഗണിക്കുന്ന സമൂഹം, പരിസ്ഥിതി, സമ്പദ്ഘടന പോലുള്ള കാര്യങ്ങളാണ്. അപ്പോൾ കേരള ശാസ്ത്ര പരിഷത്ത് സുസ്ഥിരത എന്ന് പറയുമ്പോൾ അതിൽ കുറച്ച് സംശയങ്ങളുണ്ട്. അപ്പോൾ പിന്നെ അവിടുത്തെ പച്ചക്കറി വികസനത്തിൻ്റെ ഇങ്ങനെ നിന്ന് പോകാനുള്ള കാരണമായിട്ട് പറയുന്നത് അവിടുത്തെ തദ്ദേശീയ ജനതകൾ, ആദിവാസി സമൂഹം ഒക്കെ അടക്കമുള്ള ഒരു കൂടുതൽ ശ്രേണീകൃതമായിട്ടുള്ള സാമൂഹികഘടനയിലുള്ള കുറഞ്ഞ വിദ്യാഭ്യാസവും കുറഞ്ഞ സാക്ഷരതയും ഒക്കെയുള്ള ഘടകങ്ങൾ ഒക്കെ വേറെ തൊഴിലൊന്നും ആശ്രയിക്കാൻ പറ്റാത്തൊരു സാഹചര്യം കൊണ്ട് അവർ പച്ചക്കറി കൃഷിയിൽ തുടരുന്നു എന്നുള്ളൊരു നിഗമനം കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത് പറയുന്നുണ്ട്. പിന്നെ വന്യജീവി സംഘർഷവും ജലക്ഷാമം തുടങ്ങിയ ധാരാളം വെല്ലുവിളികൾ അവിടെയുണ്ട്. പിന്നെ കഞ്ഞിക്കുഴിയിലേക്ക് വരികയാണെങ്കിൽ
അവിടെ ചൊരിമഴ നിറഞ്ഞ പച്ചക്കറി കൃഷിക്കൊക്കെ അനുയോജ്യമില്ലാത്തൊരു തീരപ്രദേശമാണ്. അപ്പോൾ അവിടെ കേരളത്തിലെ ഏറ്റവും ടോപ്പിൽ, ഒരു സമയത്ത് കേരളത്തിലെ ഏറ്റവും ടോപ്പിൽ വന്നിട്ടുള്ളൊരു വെജിറ്റബിൾ ഡെവലപ്മെൻറ്റ് ഏരിയ ആയി വന്നിട്ടുണ്ടെങ്കിൽ അതിനുള്ള കാരണം എന്ന് പറഞ്ഞാൽ 1994 മുതൽ അന്നത്തെ പഞ്ചായത്ത് പ്രസിഡന്റായിട്ട് പി സ്വാതന്ത്ര്യത്തിൻ്റെ നേതൃത്വത്തിൽ വന്നിട്ടുള്ള കാർഷിക വിപുലീകരണ പ്രവർത്തനങ്ങളാണ്. ഇത് ഡോക്ടർ ടി.എം. തോമസ് ഐസക് സാറിൻ്റെ മരുപ്പച്ചകൾ ഉണ്ടാകുന്ന എന്ന പുസ്തകത്തിൽ ഇത് വിശദമായിട്ട് പറയുന്നുണ്ട്. അപ്പോൾ ഈ രണ്ട് കാർഷിക വ്യവസ്ഥിതികളിൽ ഈ രണ്ട് കാർഷിക വ്യവസ്ഥിതികളിൽ ഉള്ള ഒരു താരതമ്യ പഠനമാണ്. അപ്പോൾ ഇതിൻ്റെ സുസ്ഥിരത വിശകലനം ചെയ്യാം, കുടുംബശ്രീ ഇടപെടലുകളെ, ജെ.എൽ.ജി ഗ്രൂപ്പുകളുടെ വനിതാ കർഷകരുടെ പദവി, പിന്നെ നയപരമായിട്ട് എന്തെല്ലാം കാര്യങ്ങൾ നമുക്ക് ചെയ്യാം എന്നൊക്കെയുള്ള അതാണ്. അപ്പോൾ കാർഷിക പരിസ്ഥിതി നോക്കുകയാണെങ്കിൽ അതിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു. അതിൽ കാർഷിക പരിസ്ഥിതിയിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ഇപ്പോൾ യൂക്കാലി കൃഷി അവിടെ 1950 മൂലം വന്നതിന് ശേഷം ജലക്ഷാമം രൂക്ഷമായിട്ടുണ്ട്. പിന്നെ ഭൂപ്രശ്നങ്ങളുണ്ട്, ദുർബലമായ പശ്ചിമഘട്ടം പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. പിന്നെ കന്നിക്കുയിലെ പ്രശ്നങ്ങളിലേക്ക് വരുമെങ്കിൽ ഭൂമിയുടെ ഫ്രാഗ്മെന്റേഷൻ, താഴ്ന്ന ഉൽപ്പാദനക്ഷമത, വേനൽക്കാലത്ത് വരുന്ന വരൾച്ച എന്നൊക്കെയാണ്. അപ്പോൾ ഇതിനൊരു പരിഹാരമായിട്ട് അവിടെ നിർദ്ദേശിച്ചിട്ടുള്ള സംസ്ഥാന സർക്കാരിൻ്റെ സമഗ്രമായിട്ടുള്ള ഇടപെടലുകൾ വേണം, പഞ്ചായത്തിൻ്റെയും സംസ്ഥാന സർക്കാരിൻ്റെ ഇടപെടലുകൾ വേണം എന്നൊക്കെയാണ്. പക്ഷേ കന്നിക്കുഴിയിൽ ഇപ്പോഴുള്ള സാങ്കേതിക വിദ്യ ഇൻഫ്രാസ്ട്രക്ചറൊക്കെ മെച്ചപ്പെടുത്തുക എന്നുള്ള രീതിയിലുള്ളതാണ് വന്നിട്ടുള്ളത്. പിന്നെ സാമൂഹികമായിട്ടുള്ള ഘടകം എന്ന് പറഞ്ഞാൽ തദ്ദേശീയ കാർഷിക സംസ്കൃതിയാണ് അവിടെ ഉള്ളത്. പിന്നെ അവിടെ പ്രശ്നങ്ങൾ ഉയർന്ന ജാതി വിവേചനമുണ്ട് ഒക്കെയുണ്ട്. പിന്നെ കന്നിക്കുഴിയിലെന്ന് പറയുമ്പോൾ സംസ്ഥാന ശരാശരിയേക്കാൾ ഉയർന്ന സാക്ഷരതയാണുള്ളത്. ജനപങ്കാളിത്തം, ജനകീയ സംഘടനാ സംവിധാനമൊക്കെ ഉണ്ട്. പിന്നെ അവിടെ തൊഴിലിലും വരുമാനത്തിലും കൃഷി സംബന്ധിച്ച സ്വാഭാവികമായിട്ട് കേരളത്തിൽ പൊതുവെ സംബന്ധിച്ചിട്ടുള്ള പിണവൽക്കരണത്തിൽ പ്രശ്നങ്ങളായിട്ടുണ്ട്. പിന്നെ സാമ്പത്തികപരമായിട്ട് കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ ഫാം ടൂറിസത്തിൻ്റെ വളർച്ച കന്നിക്കുഴിയിൽ, വട്ടവടയിൽ ധാരാളമായിട്ട് ഉണ്ടായിട്ടുണ്ട്, കന്നിക്കുഴിയിൽ ഉണ്ടായിട്ടുണ്ട്. പിന്നെ താങ്ങുവില ഉറപ്പാക്കൽ, കാർഷിക വ്യവസായ സംസ്കരണത്തിലേക്കുള്ള ചുവടുവെപ്പ്, സ്വാശ്രയത്തിൽ ഈ കാര്യങ്ങളൊക്കെ കന്നിക്കുഴിയിൽ ധാരാളമായിട്ട് കാണാൻ പറ്റും. ഈ വിപണി എന്ന് പറയുന്നത്, മാർക്കറ്റ് എന്ന് പറയുന്നത് കന്നിക്കുഴിയിൽ പെട്ടെന്ന് ആക്സസിബിൾ ആണ്, വട്ടവടയിൽ ഒട്ടും ആക്സസിബിൾ അല്ല. മൂന്നാറിലേക്ക് ധാരാളം ദൂരം സഞ്ചരിക്കേണ്ടതുണ്ട്. പിന്നെ അവിടെ ഇടനിലക്കാരുടെ ചൂഷണങ്ങളൊക്കെ വട്ടവടയിൽ ധാരാളം കൂടുതലുണ്ട്. പിന്നെ വാല്യൂ ആഡ് പ്രോഡക്ട്സ് ഒക്കെ വളരെ കുറവാണ്. പിന്നെ ഭരണ സംവിധാനത്തിലേക്ക് വരികയാണെങ്കിലും അവിടുത്തെ ഭരണ സംവിധാനം വളരെ പരാജയമാണെന്ന് ശാസ്ത്ര സാഹിത്യ പരിഷത്ത് പറയുന്നത്. കന്നിക്കുഴിയിലേക്ക് പറയുമെങ്കിൽ മെച്ചപ്പെട്ട ഭരണ സംവിധാനം, സംയോജിത സമീപനങ്ങളും ഉദ്യോഗസ്ഥ പ്രതിബദ്ധതയൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. ഇനി കാർഷിക സാങ്കേതിക വിദ്യയുടെ കാര്യത്തിലും അവിടെ ജനങ്ങളുടെ ആവശ്യമായിട്ട് ചെക്ക് ഡാം പോലും ഇത്രയും കാലമായിട്ട് യാഥാർത്ഥ്യമായിട്ടില്ല. പിന്നെ കന്നിക്കുഴിയിൽ 2 അഗ്രികൾച്ചർ ഓഫീസുകൾ നിലവിലുണ്ട്. അവിടെ ഓരോ അഗ്രികൾച്ചർ ഓഫീസും വളരെ ലിമിറ്റഡ് സ്റ്റാഫാണ് വട്ടവടയിലുള്ളത്. അപ്പോൾ അങ്ങനെ ഒരുപാട് ഗ്യാപ്പുകൾ ഇവ തമ്മിലുണ്ട്. ഒരേ വെജിറ്റബിൾ ഡെവലപ്മെൻറ്റ് ഫോറസ്റ്റിൽ സംസ്ഥാന ഗവൺമെൻറ് കാര്യങ്ങൾ ആസൂത്രണം ചെയ്യുമ്പോഴും ഒരുപാട് ഗ്യാപ്പുകളുണ്ട്. ഇനി സ്ത്രീ പദവിയിലേക്ക് വരികയാണെങ്കിൽ അവിടെ സാക്ഷരതയുടെ പ്രശ്നം, വിദ്യാഭ്യാസത്തിൻ്റെ പ്രശ്നം ആദിവാസി സമൂഹത്തിൽ വളരെ ഗുരുതരമാണെന്ന് വികസന റിപ്പോർട്ടിൽ, വികസന രേഖയിൽ പറയുന്നുണ്ട്. ഇവിടെ കന്നിക്കുഴിയിലെ സംസ്ഥാന സാക്ഷരത വളരെ ഉയർന്ന നിലയിലാണ്. ഉന്നത വിദ്യാഭ്യാസത്തിൻ്റെ കാര്യത്തിൽ പുരുഷന്മാരെക്കാൾ മുകളിലാണ് സ്ത്രീകൾ വരുന്നത്. പിന്നെ വിപണി കണ്ടെത്താൻ അവർക്ക് വളരെയധികം പ്രയാസപ്പെടുന്നുണ്ട്. വട്ടവടയിലെ സ്ത്രീ കർഷകർ ഇവിടെ ഒട്ടും പ്രയാസപ്പെടുന്നില്ല. പിന്നെ ലോണുകളൊക്കെ വളരെ കുറഞ്ഞ രീതിയിലാണ് കിട്ടുന്നത്. ഈ കന്നിക്കുഴിയിലെ ലോണുകൾ ധാരാളം ലഭിക്കുന്നുണ്ട്. ബാങ്കിങ് സേവനങ്ങൾ മെച്ചപ്പെട്ടാണ്. ചൂഷണങ്ങൾക്ക് ധാരാളം വിധേയമാകുന്നുണ്ട് വട്ടവടയിലെ സ്ത്രീ കർഷകർ. അപ്പോൾ അത്തരത്തിലും ഇതിൻ്റെ വിഷയം എന്ന് പറഞ്ഞാൽ സ്ത്രീകളുടെ പദവി വട്ടവട ഗ്രാമപഞ്ചായത്തിൽ കന്നിക്കുഴി ഗ്രാമപഞ്ചായത്തിനേക്കാൾ കുറവാണ്. അപ്പോൾ അതിൽ ഈ സ്ഥാപനങ്ങളുടെ പ്രവർത്തനത്തിനൊക്കെ ധാരാളം പങ്കുണ്ടെന്ന് കണ്ടെത്താൻ സാധിച്ചിട്ടുണ്ട്. പിന്നെ കുടുംബശ്രീയിലും ധാരാളം പ്രശ്നങ്ങൾ വട്ടവടയിലും നിലനിൽക്കുന്നത്. കുറച്ചുകൂടി മെച്ചപ്പെട്ട സംവിധാനമാണ് കന്നിക്കുഴിയിൽ ഉള്ളത്. അപ്പോൾ ഇതിൻ്റെ വികസന ഇടപെടലുകളെ കുറിച്ചുള്ള വിഷയത്തിലേക്ക് വരികയാണെങ്കിൽ ഇരു ഗ്രാമപഞ്ചായത്തുകളും സംസ്ഥാന സർക്കാരിൻ്റെ പച്ചക്കറി വികസനങ്ങളുടെ ടീം അതുപോലെ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു കൺഫ്യൂഷൻ, കാരണം വെജിറ്റബിൾ ഡെവലപ്മെൻറ്റിനെ ട്രാൻസ്ലേറ്റ് ചെയ്താണ് പച്ചക്കറി കൃഷി എന്നുള്ള പരിഗണിക്കും. ഇപ്പോൾ പ്രത്യേക കാർഷിക മേഖലയിൽ ഉൾപ്പെടുന്നുണ്ടെങ്കിലും ഈ കന്നിക്കുഴി ഗ്രാമപഞ്ചായത്തിന് ലഭിക്കുന്ന പിന്തുണ വട്ടവട ഗ്രാമപഞ്ചായത്തിന് ലഭിക്കുന്നില്ല. വളരെ വൾണറബിൾ ആയിട്ടുള്ള സൊസൈറ്റി ഉണ്ടായിട്ട് പോലും അവിടെ ആവശ്യത്തിനുള്ള ഇൻഫ്രാസ്ട്രക്ചറും പിന്തുണയൊന്നും ലഭിക്കുന്നില്ല.
പിന്നെ ആദ്യ വനിതാ ശാക്തീകരണത്തെയൊക്കെ കുടുംബശ്രീയുടെ പ്രവർത്തനങ്ങളിൽ ഒക്കെ ബാധിക്കുന്നുണ്ട്. അപ്പോൾ പ്രദേശാടിസ്ഥാനത്തിൽ ഈ ഡെവലപ്മെൻറ്റൽ ഇക്വിറ്റി ബേസ്ഡ് ആയിട്ടുള്ള ആസൂത്രണം നമുക്ക് വേണം. അപ്പോൾ അങ്ങനെയാണെങ്കിൽ അവിടുത്തെ സുസ്ഥിര വനിതാ ശാക്തീകരണം യാഥാർത്ഥ്യമാക്കും. പിന്നെ ആദിവാസികൾക്കും ഷെഡ്യൂൾഡ് കാസ്റ്റിനും ഒക്കെ വളരെയധികം ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന രൂപത്തിലുള്ള വികസനമാണ് അവിടെ വേണ്ടതെന്നൊരു നിഗമനം എനിക്ക് കണ്ടെത്താൻ സാധിക്കും. ഇതിൻ്റെ പരിമിതികൾ എന്ന് പറഞ്ഞാൽ സെക്കൻഡറി ഡാറ്റയാണ് പ്രധാനമായും ഫോക്കസ് ചെയ്തത്. വാലിഡേഷനാണ് പ്രൈമറി ഡാറ്റയാണ് ഉദ്ദേശിക്കുന്നത്. പ്രൈമറി ഡാറ്റയുടെ ക്വസ്റ്റ്യനർ ആവശ്യമുള്ള സാമ്പിൾസിൽ എത്തിയിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ പ്രൈമറി ഡാറ്റ കൂടുതൽ ആശ്രയിച്ചിട്ടില്ല. പിന്നെ ലിംഗപദവി വികസനം കമ്മിറ്റിയുടെ സവിശേഷ സിദ്ധാന്തങ്ങൾക്കൊന്നും കടന്നു പോയിട്ടില്ല. പിന്നെ അംഗീകൃത ലിംഗപദവി വിശകലന ടൂളുകൾ, ഗ്ലോബലി റെക്കഗ്നൈസ്ഡ് ആയിട്ടുള്ള ടൂളുകളൊന്നും ഉപയോഗിച്ചിട്ടില്ല. ഒരു കമ്പാരിറ്റീവ് അനാലിസിസ് ആണ് നടത്തിയിട്ടുള്ളത്. ഓക്കെ, താങ്ക് യു. മൂന്നാമത്തെ പേപ്പർ ഓൺലൈനായാണ് പ്രസന്റ് ചെയ്യുന്നത്. മൂന്നാമത്തെ പേപ്പർ അവതരിപ്പിക്കുന്നത് ബേബി സുധ NC ആണ്. വെള്ളിക്കോത്ത് MPS GHS അധ്യാപികയാണ്. കേരളവും വികസന അനുഭവങ്ങളും എന്നുള്ളതാണ് വിഷയം. And then we reduce the time. എല്ലാവർക്കും നമസ്കാരം. കേരളവും വികസന അനുഭവങ്ങൾ ആണ് എന്റെ വിഷയം. കേരളം ഒരുപാട് കാലത്തെ ചരിത്രമുള്ള പ്രദേശമാണ്. BC 3-ാം നൂറ്റാണ്ടിലെ മൗര്യ സാമ്രാജ്യത്തിലെ അശോകചക്രവർത്തിയുടെ കാലത്ത് കേരളം പരാമർശിക്കപ്പെട്ടു. അന്ന് കേരളം ഒരു സ്വതന്ത്ര രാജ്യമായിരുന്നു. പിന്നീട് ചേര രാജവംശം കേരളം ഭരിച്ചു. അതിനുശേഷം നിരവധി രാജവംശങ്ങൾ വിദേശ ശക്തികളും കേരളം ഭരിച്ചിട്ടുണ്ട്. 1956 ഭാഷാടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങൾ രൂപീകരിച്ചപ്പോൾ തിരുവിതാംകൂർ, കൊച്ചി രാജ്യങ്ങളും മദ്രാസ് പ്രസിഡൻസിയുടെ മലബാർ പ്രദേശങ്ങൾ ചേർത്ത് കേരളം എന്ന സംസ്ഥാനം രൂപീകരിച്ചു. തിരുവിതാംകൂർ, കൊച്ചി രാജവംശങ്ങളുടെ വിനോദകാരപ്രദമായ നടപടികളും മിഷണറിമാരുടെ പ്രവർത്തനങ്ങളും കേരള വികസനത്തിന് തുടക്കം കുറിച്ചു. പഠന വിഷയം 2018 പ്രളയത്തെയും തുടർന്നുണ്ടായ വെള്ളപ്പൊക്കത്തെയും നിപ്പയെയും കോവിഡിനെയും 2024 ജൂലൈ 30-ന് വയനാട്ടിലുണ്ടായ നാശനഷ്ടങ്ങളെയും അതിജീവിച്ച് കേരളം ഉയർത്തെഴുന്നേറ്റെടുത്താണ് ഈ പഠനത്തിന്റെ പ്രസക്തി. പൂർവ്വ പഠനങ്ങൾ. കേരളവും വികസന അനുഭവങ്ങൾ എന്ന വിഷയത്തിൽ പൂർവ്വ പഠനങ്ങൾ ഒന്നും തന്നെ ഉണ്ടായിട്ടില്ല. ഒരു ജനതയുടെ മലയാളികളുടെ അനുഭവസാക്ഷ്യം തന്നെയാണ് പ്രധാനമായി പഠനത്തിന് അവലംബിച്ചിരുന്നത്. ഇന്ന് കേരളം മറ്റ് ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ നിന്ന് വേറിട്ട് നിൽക്കുന്നത് അതിന്റെ സവിശേഷമായ വികസന മാതൃകയിലൂടെയാണ്. ഇന്ത്യയിൽ കേരള സംസ്ഥാനത്ത് പ്രത്യേക സാഹചര്യങ്ങളിൽ വികസിച്ചു വന്ന സവിശേഷമായ സാമൂഹിക സാമ്പത്തിക അവസ്ഥാവിശേഷത്തിനും അതിലേക്ക് നയിച്ച നയങ്ങൾക്കും ബന്ധപ്പെടുന്ന പേരാണ് കേരള മോഡൽ. 2018 മഹാപ്രളയവും അത് കഴിഞ്ഞപ്പോഴുണ്ടായ കോവിഡ് എന്ന മഹാമാരിയും കേരളത്തിനെ എത്തിച്ച ആഘാതം ചെറുതല്ല.
പ്രളയകാലത്തുണ്ടായ നാശനഷ്ടങ്ങളിൽ നിന്നും കേരളം ഒത്തൊരുമയോടെ പുനർനിർമ്മാണം പൂർത്തിയാക്കി. പുനരധിവാസം യാഥാർത്ഥ്യമാണ്. നവകേരള സൃഷ്ടി വിഭാവനം ചെയ്തതിലേക്കുള്ള പ്രയാണമായതുമാണ്. 2024 ജൂലൈ 30 പുലർച്ചെ 1:46 മുണ്ടക്കൈയിലെ കുഞ്ചിമറ്റത്തുണ്ടായ ഉരുൾപൊട്ടലിൽ സമാനതകളില്ലാത്ത രക്ഷാപ്രവർത്തനത്തിനാണ് വയനാട് സാക്ഷ്യം വഹിച്ചത്. എല്ലാത്തരം ദുരന്തത്തെയും അതിജീവിച്ച് വികസന നേട്ടങ്ങളിൽ ഇന്ത്യക്ക് മാതൃകയായി ഇന്ന് കേരളം വളരുകയാണ്. പൊതുഭരണം, വികസനം, ആരോഗ്യ സംരക്ഷണം, കാർഷിക സമൃദ്ധി, സ്ത്രീ സംരക്ഷണം, ക്രമസമാധാനം, വിദ്യാഭ്യാസം തുടങ്ങിയ എല്ലാ മേഖലകളിലും കേരളം രാജ്യത്തിന് തന്നെ അഭിമാനകരമായ രീതിയിൽ മുന്നേറുകയാണ്. സുസ്ഥിര വികസന ദൗത്യങ്ങളിലൂന്നിയ നവകേരളം പടുത്തുയർത്താനുള്ള പരിശ്രമത്തിലാണ് കേരളം. പ്രളയവും കോവിഡും കേരളത്തിന്റെ സാമ്പത്തിക അടിത്തറയെ ദുർലഭമായാണ് ബാധിച്ചത്. പൊതുജനക്ഷേമത്തിൽ വികസനത്തിൽ മുന്നിലുള്ള കേരള സർക്കാരിന്റെ പ്രവർത്തനങ്ങൾക്ക് ഏറെ അംഗീകാരങ്ങൾ കിട്ടിയിട്ടുണ്ട്. പുതുകാലത്ത് വേണ്ട പുതുവേഗതയിലാണ് കേരളം പുരോഗമിക്കുന്നത്. സ്ത്രീ സൗഹൃദ വികസനം ലക്ഷ്യമിട്ട് നഗരങ്ങൾ സ്ത്രീ സൗഹൃദമാക്കാനാണ് യൂണിയൻ വിമണിന്റെയും ജനറൽ പാർട്ടിന്റെയും ബ്രിട്ടനിലുള്ള താണ്ടി സർവകലാശാലയുടെയും സഹകരണത്തോടെ സമഗ്ര പദ്ധതി തയ്യാറാക്കാനായി ആസൂത്രണം നടന്നിട്ടുണ്ട്. ഇതിന്റെ ഭാഗമായി ലൈബ്രറി, ജെൻഡർ മ്യൂസിയം എന്നിവയുടെ ആദ്യഘട്ടം പൂർത്തീകരിച്ചു. വിവര സാങ്കേതിക വിദ്യ പരിജ്ഞാനമില്ലാത്ത എന്നിവർക്ക് പരിശീലനം നൽകാൻ ഡിജിറ്റൽ പാഠശാല പദ്ധതിക്ക് തുടക്കമിട്ടു. കുടുംബശ്രീ വഴിയുള്ള വായ്പ 12,000 കോടി രൂപയിൽ നിന്നും 10,611 കോടി രൂപയായി ഉയർത്തി. ശിശുക്ഷേമത്തിനായി 123 സ്മാർട്ട് അംഗനവാടികളുടെ നിർമ്മാണം പൂർത്തീകരിച്ചു. 30 അംഗനവാടികളുടെ നവീകരണം അന്തിമഘട്ടത്തിൽ. അംഗനവാടി സ്കൂൾ കുട്ടികൾക്ക് ആഴ്ചയിൽ 2 ദിവസം മുദ്രയും മാറി. ട്രാൻസ്ജെൻഡർ വ്യക്തികളുടെ കലാപരമായ അഭിരുചി, സർഗാത്മകത, പ്രായോഗിക ശേഷി എന്നിവ വിലയിരുത്തി പരിശീലനം നൽകി കരാട്ടി രൂപീകരിക്കാൻ അനന്യം പദ്ധതി. ഹ്രസ്വകാല താമസത്തിനായി ഷോർട്ട് സ്റ്റേ ഹോമുകൾ ആരംഭിക്കുന്ന പദ്ധതിക്ക് തുടക്കമായി. സാഹിത്യ പദ്ധതിയുടെ ഭാഗമായി നോളേജ് ഇക്കണോമി മിഷനുമായി ചേർന്ന് തൊഴിൽ നേടൽ സംഘടിപ്പിക്കുന്ന പരിപാടിക്ക് തുടക്കമിട്ടു. സ്വന്തമായി ഭവനമില്ലാത്തവർക്ക് ഭവന നിർമ്മാണത്തിനായി 6 ലക്ഷം രൂപ അനുവദിക്കുന്ന പദ്ധതിക്ക് തുടക്കമായി. മൂല്യവർദ്ധനയുടെ ഉയർന്ന വരുമാനം ഉറപ്പാക്കി അടിസ്ഥാന സൗകര്യങ്ങളും സാങ്കേതിക സഹായങ്ങളും നൽകുന്ന അഗ്രോ പാർക്കുകൾ സ്ഥാപിക്കാനും വിപണന മൂല്യവർദ്ധന ശൃംഖല ശക്തിപ്പെടുത്താനുമായി കേരളം അഗ്രോ ബിസിനസ് കമ്പനി രൂപീകരിച്ചു. ടൂറിസം മേഖലയിൽ വിദേശ വിനോദസഞ്ചാരികളുടെ എണ്ണം 2024 7.30 ലക്ഷമായി. ആഭ്യന്തര സഞ്ചാരികളുടെ എണ്ണം 2.22 കോടിയായി വർദ്ധിച്ചു. ടൂറിസം കേന്ദ്രങ്ങളെ ബന്ധിപ്പിച്ച് ഹെലികോപ്റ്റർ സർവീസ് ആരംഭിക്കാൻ പദ്ധതിയുണ്ട്. 27 വൈദ്യുത കെട്ടിടങ്ങളുടെ പ്രവൃത്തി പൂർത്തിയാക്കുകയും മൂന്നാർ വികസനത്തിന് മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കുകയും ചെയ്തു. മലബാർ ലിറ്റററി ടൂറിസം സർക്യൂട്ട് പദ്ധതി നടപ്പാക്കുന്നു. മലനാട് ടൂറിസം പദ്ധതി പൂർത്തിയായി. വിനോദസഞ്ചാര കേന്ദ്രങ്ങൾക്ക് ഹരിതചട്ടം തയ്യാറാക്കി. KSCBയെ സാമ്പത്തികമായും പ്രവർത്തന മികച്ച രീതിയിലേക്ക് ഉയർത്താനുള്ള ശ്രമത്തിലാണ് ഇപ്പോൾ കേരളം. 2016 ശേഷം പവർക്കെട്ട് പൂർണ്ണമായും ഒഴിവാക്കി. എല്ലാ വീടുകളിലും വൈദ്യുതി എത്തിച്ച് രാജ്യത്തെ ആദ്യത്തെ സമ്പൂർണ്ണ വൈദ്യുതീകൃത സംസ്ഥാനമായി കേരളം മാറിയിട്ടുണ്ട്. 50 മെഗാവാട്ട് ശേഷിയുള്ള പള്ളിവാസൽ, 40 മെഗാവാട്ട് ശേഷിയുള്ള തോട്ടിയാർ എന്നീ ജലവൈദ്യുത പദ്ധതികൾ ഈ വർഷം പൂർത്തിയാകും. നവകേരളം സൃഷ്ടിക്കാനുള്ള സർക്കാരിന്റെ പ്രവർത്തനങ്ങളിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ ഫലപ്രദമായി ഇടപെടുന്നുണ്ട്. 1300 തദ്ദേശ സ്ഥാപനങ്ങളിൽ പാഴ്വസ്തു ശേഖരണത്തിന് ഹരിതകർമ്മസേന രൂപീകരിച്ചു. കർഷകരുടെ ആശ്വാസത്തിനായി കേരള ബാങ്ക് 2024 സാമ്പത്തിക വർഷത്തിൽ മുന്നോട്ട് വന്നു. സംസ്ഥാനത്തെ ക്ഷീര കർഷകർക്ക് കുറഞ്ഞ പലിശ നിരക്കിൽ വായ്പ ലഭ്യമാക്കാനാണ് തീരുമാനം. ഭൂജല സ്ഥിരത ഉറപ്പാക്കാനും ഭൂജല സ്രോതസ്സുകൾ പരിപോഷിപ്പിക്കാനുമായി ഭൂജല സംഘോഷണ പദ്ധതികൾക്ക് തുടക്കമിട്ടു. 319 ഹയർ സെക്കൻഡറി സ്കൂളുകളിൽ ഗുണനിലവാര ലാബുകൾ സ്ഥാപിച്ചു. ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ 30,000 സീറ്റ് വർദ്ധിപ്പിച്ചുകൊണ്ട് പഠിതാക്കളുടെ ആവശ്യങ്ങൾക്കൊപ്പം നീങ്ങുന്നുണ്ട് സർക്കാർ. പുരസ്കാര നിലവില് കേരളം പബ്ലിക് അഫയേഴ്സ് ഇൻഡെക്സിൽ വലിയ സംസ്ഥാനങ്ങളിൽ ഏറ്റവും മികച്ച ഭരണം കാഴ്ചവെച്ച സംസ്ഥാനമായി കേരളം. വയോജന പരിപാലനത്തിലെ രാജ്യത്തെ മികച്ച മാതൃകയ്ക്ക് കേന്ദ്ര സർക്കാരിന്റെ വയോശ്രേഷ്ഠ പുരസ്കാരം നേടിയിരിക്കുകയാണ്. രാജ്യത്ത് ഏറ്റവും കൂടുതൽ സൗജന്യ ചികിത്സ നൽകിയ സംസ്ഥാനമായി കേരളം മാറിയിട്ടുണ്ട്.
മാതൃ ശിശു മരണ നിരക്ക് കുറഞ്ഞ സംസ്ഥാനം, അഴിമതി കുറവുള്ള സംസ്ഥാനം, മികച്ച ക്രമസമാധാനമുള്ള സംസ്ഥാനം, സ്ത്രീ സുരക്ഷ ഉറപ്പാക്കുന്ന സംസ്ഥാനം, എക്സ്പ്രസ് ഹെൽത്ത് കെയർ പുരസ്കാരം, സ്വസ്ഥ ഭാരത് ഗോൾഡ് അവാർഡ്, കേന്ദ്ര സർക്കാരിന്റെ മികച്ച ഉത്തരവാദിത്ത ടൂറിസം പുരസ്കാരം, ടൂറിസം മേഖലയുടെ സമഗ്ര വികസന പുരസ്കാരം, മികച്ച വിദ്യാഭ്യാസ പരിപാടിക്കുള്ള NCERT അംഗീകാരം തുടങ്ങിയവയെല്ലാം കേരള വികസന പ്രവർത്തനങ്ങൾക്ക് മികച്ച അംഗീകാരങ്ങളാണ്. വിദ്യാഭ്യാസം, ആരോഗ്യം, വാർദ്ധക്യകാല പെൻഷൻ തുടങ്ങിയ സാമൂഹിക സുരക്ഷാ പദ്ധതികൾക്ക് പ്രത്യേക പരിഗണന നൽകിയാണ് കേരള സർക്കാർ വികസനക്ഷേമ പ്രവർത്തനങ്ങൾ നടത്തുന്നത്. ഹെൽത്ത് മിഷൻ വഴി വീടില്ലാത്തവർക്ക് വീട് നിർമ്മിച്ച് നൽകി കൽപ്പനയിൽ സർക്കാർ സ്കൂളുകളിൽ ക്ലാസ് മുറികൾ ഹൈടെക്കാക്കി സുസ്ഥിര വികസനമാണ് സർക്കാർ സ്വീകരിച്ചു വരുന്നത്. ആശുപത്രികളിലെ അടിസ്ഥാന സൗകര്യ വികസനത്തിൽ നിന്ന് മാറ്റം കോവിഡ് നേരിടുന്നതിൽ വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട്. നാഷണൽ ഹെൽത്ത് മിഷൻ, ഇന്റഗ്രേറ്റഡ് ചൈൽഡ് ഡെവലപ്മെന്റ് സർവീസ് സ്കീം, മഹാത്മാഗാന്ധി സർവകലാശാല സർവശിക്ഷ അഭിയാൻ, മിഡ് ഡേ മീൽ സ്കീം, നാഷണൽ റൂറൽ എംപ്ലോയ്മെന്റ് ഗ്യാരണ്ടി സ്കീം എന്നിവയൊക്കെ കേരളത്തിലെ സാമൂഹ്യക്ഷേമ വികസനത്തിൽ പ്രധാന പങ്കുവഹിക്കുന്ന പദ്ധതികളാണ്. പൊതുജന പങ്കാളിത്തം, ഉത്തരവാദിത്തം, സുതാര്യത, കൃത്യത തുടങ്ങിയ ഇന്ത്യൻ ഭരണഘടനയുടെ ധാർമ്മിക മൂല്യങ്ങൾ പ്രായോഗികമാക്കുകയും ജനങ്ങൾക്ക് അനുഭവവേദ്യമാക്കുകയും ചെയ്തുകൊണ്ടാണ് സംസ്ഥാന വികസനം കേരള മോഡൽ എന്ന പേരിൽ വികസിക്കുന്നത്. 9 വർഷത്തിനിടെ കേരളത്തിന്റെ അടിസ്ഥാന സൗകര്യ വികസനത്തിലുണ്ടായത് വലിയ മുന്നേറ്റമാണ്. ഗ്രാമങ്ങളിൽ പോലും മികച്ച ഓടും പാലവും വന്നു. കേരളം പോലെ തലപരിമിതിയുള്ള ഒരു സംസ്ഥാനം ഇച്ഛാശക്തി ഒന്നുകൊണ്ട് മാത്രമാണ് പ്രതിസന്ധികളെ അതിജീവിച്ചത്. ഉന്നത നിലവാരമുള്ള ഓടും പാലവുമെല്ലാം കേരളത്തിന്റെ പ്രകൃതി മനോഹര കാഴ്ചയാണ്. ദേശീയപാത വികസനം, ഗെയിം പൈപ്പ്ലൈൻ പദ്ധതി എന്നിവയിലെല്ലാം സർക്കാരിന്റെ ഭരണം മികവ് നാം കണ്ടു. നിലവിൽ കേരളം തുടരുന്ന മാതൃക സമഗ്രമാണ്. ആശുപത്രികളും സ്കൂളുകളും റോഡുകളും അടങ്ങുന്ന അടിസ്ഥാന സൗകര്യ വികസനത്തിനൊപ്പം മനുഷ്യരെയും ചേർത്ത് പിടിച്ചാണ് നാം മുന്നോട്ട് പോകുന്നത്. പ്രളയത്തെയും കോവിഡിനെയും അതിജീവിച്ചതും മികച്ച ക്ഷേമ സംവിധാനവുമെല്ലാം കേരളത്തിൽ മാത്രം അവകാശപ്പെട്ടതാണ്. അസാധ്യമായതെല്ലാം യാഥാർത്ഥ്യമാകുന്നതാണ് ഇന്നത്തെ കേരളത്തിന്റെ കാഴ്ച. അതൊരു വലിയ കുതിപ്പ് തന്നെയാണത്. തുടരേണ്ടതുണ്ട്. കേരളം നിഗമനത്തിലേക്ക് എത്തിച്ചേർന്നിരിക്കുന്നത് കേരള മോഡൽ വികസനം ഇന്ത്യയിൽ ഉടനീളം അറിയപ്പെടുന്നു. പൊതുകാലത്ത് വേണ്ട പൊതുവേഗതയിലാണ് കേരളത്തിൽ വികസനം സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. സമഗ്ര മേഖലയിലുള്ള വികസനമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അസാധ്യമായ വ്യക്തികളെല്ലാം സാധ്യമാകുന്നതാണ് കേരള വികസനം. 3 പേപ്പറുകളുടെയും അവതരണം കഴിഞ്ഞിരിക്കുകയാണ്. ആദ്യത്തെ പേപ്പറിൽ പ്രധാനമായിട്ടും പാഠ്യപദ്ധതിയിൽ ലിംഗനീതി ഉൾപ്പെടുത്തേണ്ടതിൻ്റെ ആവശ്യകതയിൽ ഊന്നിക്കൊണ്ടാണ് 2 സാഹിത്യകൃതികളെ മുൻനിർത്തിയാണെങ്കിലും പറഞ്ഞു വെച്ചിട്ടുള്ളത്. രണ്ടാമത്തെ പേപ്പറിൽ പച്ചക്കറി കൃഷിയുടെ വികസനത്തിന് കേരളത്തിലെ കുടുംബശ്രീയുടെ ഇടപെടലുകളിൽ ഉണ്ടായിട്ടുള്ള വിമർശനങ്ങൾ, അതിനെ എങ്ങനെയാണ് അഭിമുഖീകരിച്ചതെന്നും അതുപോലെ തന്നെ അവരനുഭവിക്കുന്ന പ്രശ്നങ്ങൾ എങ്ങനെ ഈ പശ്ചാത്തലത്തിൽ നിലവിലുള്ള പ്രശ്നങ്ങളെ എങ്ങനെ അതിജീവിച്ച് അതൊരു വലിയ വിജയമാക്കി തീർക്കാൻ കഴിയുമെന്നുള്ള ഒരു വിവരണമൊക്കെ പറയുകയുണ്ടായി. മൂന്നാമത്തെ പേപ്പറിൽ കേരളത്തിൻ്റെ വികസനാനുഭവങ്ങളെ കുറിച്ച് പറഞ്ഞപ്പോൾ അതിനകത്തൊരു സംശയം പൂർവ്വ പഠനങ്ങളൊന്നും വന്നിട്ടില്ല എന്ന് പറഞ്ഞതിലാണ്. കഴിഞ്ഞ കോവിഡ്, അതുപോലെ നിപ്പ, പ്രളയം തുടങ്ങിയിട്ടുള്ള എല്ലാ പ്രതിസന്ധികളെയും തരണം ചെയ്ത സമയത്തും കേരളം നേടിയ വികസനത്തിൻ്റെ ഒരു അവതരണം എന്നുള്ള രീതിയിലാണ് അനുഭവപ്പെട്ടത്. ഇനി വിദഗ്ധ പാനലിൽ ഉൾപ്പെട്ട അംഗങ്ങൾ ഈ പേപ്പറുകളെ വിലയിരുത്തും. ആദ്യമായി ടി സജീവ് സാറിനെ ക്ഷണിക്കും. സദസ്സിലുള്ള പ്രിയപ്പെട്ടവരെ, 3 വ്യത്യസ്ത വിഷയങ്ങളെ കുറിച്ചുള്ള പേപ്പറിനെ കുറിച്ചിട്ടാണ് പ്രതികരിക്കേണ്ടത്. ഞാൻ എൻ്റെ ഓർമ്മ കുറച്ച് കൊണ്ടുപോകാൻ വേണ്ടി ഏറ്റവും അവസാനത്തെ പേപ്പറിൽ തോന്നാം. ഏറ്റവും അവസാനത്തെ പ്രസന്റ് ചെയ്തത് കേരള വികസന
അനുഭവങ്ങളെ കുറിച്ചിട്ട് ബേബി സുൽത്താൻ പ്രസന്റ് ചെയ്ത അവിടെ നിന്നാണ് തുടങ്ങുന്നത്. അതൊരു ഗവേഷണ പ്രബന്ധമല്ല, അത് ഒരു നിലനിൽക്കുന്ന ഭരണത്തെ ഭയങ്കരമായിട്ട് പുകഴ്ത്തിക്കൊണ്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റാണ്. ഇന്നലെ പുകഴ്ത്താൻ പാടില്ല. നമുക്ക് ഈ സർക്കാരിന് അത്ര ഇഷ്ടമുണ്ടെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത് അതിനെ വിമർശിക്കാന്നല്ല. ഇങ്ങനെയൊക്കെ പുകഴ്ത്തിക്കഴിഞ്ഞാൽ അത് വളരെ മോശമായിരിക്കും. അതിനകത്ത് ഡാറ്റ ഇല്ല, അതിനകത്ത് അനാലിസിസ് ഇല്ല, അതിന് കാഴ്ചപ്പാടില്ല. അപ്പോൾ അതുകൊണ്ട് അതിനൊരു ഗവേഷണ പ്രബന്ധമായിട്ട് നമുക്ക് കാണാൻ പറ്റില്ല. എന്തുകൊണ്ടാണ് അങ്ങനെയുള്ള പ്രബന്ധം ഉണ്ടാവുന്നതെന്നൊരു ചോദ്യം. എന്തായിരിക്കും അതിൻ്റെ പുറകെ പ്രവർത്തിച്ചിട്ടുള്ളൊരു മാനസികാവസ്ഥ ആലോചിക്കുമ്പോൾ എനിക്ക് നല്ല പേടി. കേരളത്തിലെ സർവകലാശാലയിലുള്ള ആളുകളൊക്കെ അത് ആ സമയത്ത് ഭരിക്കുന്ന സർക്കാർ ഗംഭീര സർക്കാരാണെന്ന് പറഞ്ഞ പേപ്പറുകൾ തുടങ്ങിയത്. പിന്നെ അതിനെക്കുറിച്ച് നിങ്ങളുടെ ഡോക്ടർ സാലിമോഹനൊക്കെ ക്രിട്ടിക്കൽ സോഷ്യൽ സയൻസിനെ കുറിച്ചൊക്കെ പറഞ്ഞതൊക്കെ നിർവഹിക്കും. അപ്പോൾ എന്തെങ്കിലും സ്നേഹം ഉണ്ടെങ്കിൽ സർക്കാരിനോട് സ്നേഹം ഉണ്ടെങ്കിൽ അത് നന്നായി വിമർശിക്കാറുണ്ട്. കാരണം ഇടതുപക്ഷം സംബന്ധിച്ചിട്ട് അതിൻ്റെ ഏറ്റവും ഗംഭീരമായിട്ട് ഇടപെടൽ നടത്തിയ സമയം മഹത്തായ ഒക്ടോബർ 31 സമയമാണ്. അതപ്പോൾ ഇപ്പോൾ അന്നത്തെ കാലത്ത് ആ വിപ്ലവം നടക്കുന്ന സമയത്ത് ഗംഭീരമായിട്ടുള്ള ആശയ സമരമാണ് വാസ്തവത്തിനകത്ത് നടന്നത്. ലെനിൻ രക്ഷിതുണ്ട്, ട്രോട്സ്കി രക്ഷിതുണ്ട്, റോസാനക്സൊക്കെ അപ്പുറത്തുണ്ട്. ഗംഭീരമായിട്ടുള്ള ആശയ സംവാദം നടക്കുന്ന സമയത്താണ് പാർട്ടി ഏറ്റവും സ്ട്രോങ് ആയിട്ട് ഒരു ഇടപെടൽ സമൂഹത്തിൽ നടത്തിയത്. അതല്ലാതെ വേറെ രീതിയിൽ പറഞ്ഞാൽ നമ്മൾ നന്നായിട്ട് എക്സസൈസ് ചെയ്യുമ്പോഴാണ് ആരോഗ്യം ഉണ്ടാവുക, അല്ലാതെ വെറുതെ ഇരിക്കുമ്പോഴല്ല. അതുകൊണ്ട് ആ തരത്തിലുള്ള വിമർശനങ്ങൾ ധാരാളമായിട്ട് ഉണ്ടാകുന്ന ആവശ്യമുണ്ട്. പക്ഷെ എന്നാൽ ഒരു മോശം സിനിമ കണ്ടാൽ പോലും അതിൻ്റെ ചില നല്ല സീനുണ്ടാവും. അങ്ങനെയുള്ള 1-2 സീനുകൾ മാത്രം പറയാനാണ് ഉദ്ദേശിക്കുന്നത്. അതൊന്ന് അതിൽ പറഞ്ഞൊരു കാര്യം, ഏറ്റവും നന്നായി രക്ഷാപ്രവർത്തനം നടന്ന ഒരു സ്ഥലമാണ് കേരളം എന്നതാണ്. മറ്റു പല സ്ഥലങ്ങളിൽ വ്യത്യസ്തമായിട്ട് വലിയ പ്രകൃതി ദുരന്തം ഉണ്ടാകുന്ന സമയത്ത് നമ്മുടെ രക്ഷാപ്രവർത്തനം വളരെ മാതൃകാപരമായി, അത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടൊരു പോയിന്റാണ്. മൂന്നാറിൽ ഉണ്ടാവുകയും ഒരു പ്രദേശം മുഴുവൻ ഒഴുകിപ്പോവുകയും ഒരു ലായ മൊത്തം ഒഴുകിപ്പോവുകയും ചെയ്ത സമയത്ത് കുറച്ച് കഴിഞ്ഞാൽ ദിവസമൊക്കെ കഴിഞ്ഞതിന് ശേഷം ഒരു സുഹൃത്ത് പുറത്തുനിന്ന് വിളിച്ച് പറഞ്ഞത് ഐ എം റിയലി ഗ്ലാഡ് അബൌട്ട് ദി പീപ്പിൾ ഓഫ് കേരള. അത് ശരി. അപ്പം അല്ല, കേരളത്തിൽ അങ്ങനെ ഒരു ദുരന്തം നടന്നില്ലോ, മോഷണം നടന്നില്ലല്ലോ എന്നുള്ള പ്രധാനപ്പെട്ട ഒരു പോയിന്റായിട്ട് അദ്ദേഹം പറയുന്നത്. കാരണം ലോകത്ത് എവിടെ ആ തരത്തിലൊരു ദുരന്തം നടന്നാൽ ആദ്യം സംഭവിക്കുന്ന മോഷണമാണ്. കാരണം ആ പ്രദേശത്ത് പോയിട്ട് അപ്പോൾ ഒന്നാമത് സംശയം, അപ്പോൾ ഈ സമയത്ത് ഏറ്റവും പാവപ്പെട്ട മനുഷ്യനാണ് ഒഴുകിപ്പോയത്. അവിടെ പ്രത്യേകിച്ച് മോഷിക്കാനൊന്നും ഉണ്ടാവില്ല. ഒരു ലായത്തിൽ ഒഴുകിപ്പോയ വീടുകളിൽ പ്രത്യേകിച്ചൊന്നും മോഷിക്കാനായിട്ട് ഉണ്ടാവില്ല. അതിനൊരു ചരിത്രമുണ്ട്. ആൻഡമാനിൽ സുനാമി വന്ന സമയത്ത് വെളുപ്പിനാണ് സുനാമി വേവ് അടിക്കുന്നത്. അതിന് തൊട്ട് മുന്നേ 1 മണിക്കൂർ മുന്നേക്ക് ബോട്ടിൽ വലിയ ശബ്ദത്തിൽ അനൗൺസ്മെന്റ് വരികയാണ്, എല്ലാവരും തീർച്ചയായിട്ടും മാറിപ്പോകണം, വലിയ തിരമാല വരുന്നതിനോട്ട് അനൗൺസ്മെന്റ് വരുന്നു. അതൊക്കെ മൂവ് ചെയ്യാനായിട്ട് വളരെ കുറച്ച് സമയം കിട്ടിയിരുന്നു. പ്രായമായില്ല, നടക്കാൻ പറ്റാത്ത ആളുകളെയൊക്കെ അവർ ചെയ്തത് കട്ടിനോട് ചേർത്ത് കെട്ടിയിട്ടിട്ട് പോയി. കാരണം ചിലരൊക്കെ ഒഴുകി പോകാതിരിക്കാൻ വേണ്ടി അങ്ങനെ പോയി. പക്ഷെ അവർ വിചാരിച്ചതിനേക്കാൾ അപ്പുറത്തുള്ള തിരമാലയാണ് അടിച്ചത്. ആ മനുഷ്യരെല്ലാവരും ഒഴുകിപ്പോയി. അപ്പോഴത്തെ തന്നെ കപ്പൽ വരികയും എല്ലാവരും ഇതിനകത്ത് കയറ്റുകയും അവരെ ആ ബോട്ടിലേക്ക് മാറ്റുകയും ചെയ്തു. തുടർ സുനാമി ഉണ്ടാകുന്ന സംശയമുള്ളതുകൊണ്ട് അവരെ അവിടെ മാറ്റി. അതിനുശേഷം സംഭവിച്ചത് ചെറുപ്പക്കാരായിട്ടുള്ള കുട്ടികളെ ഏറ്റവും ദരിദ്രരായിട്ടുള്ള കുടുംബങ്ങളിലെ കുട്ടികൾ ചെറുവള്ളങ്ങളിൽ ഈ സുനാമിയെ ബാധിച്ച സ്ഥലങ്ങളിലേക്ക് പോവുകയും അവരുടെ എല്ലാ വീടുകളും കൊള്ളയടിക്കുകയും ചെയ്തു. സ്വർണവും പണവും എല്ലാം എടുക്കുന്നുണ്ട്. ഇവർക്ക് അതൊന്നും സൂക്ഷിച്ചു വെക്കാനായിട്ടുള്ള സമയം പോലും കിട്ടിയിട്ട് സുനാമിക്ക് ശേഷം ആൻഡമാനിൽ സംഭവിച്ചൊരു ഗംഭീരമായിട്ടുള്ള റിവേഴ്സലാണ്. അവിടെയുള്ള പാവപ്പെട്ടവരൊക്കെ പെട്ടെന്ന് പണക്കാരായി മാറി. പണക്കാരായിരുന്ന ആളുകൾ കൂടുതൽ ഒന്നുമില്ലാത്ത ആളുകളായിട്ട് മാറി. ഗംഭീര റിവേഴ്സലാണ് അവിടെ നടന്നത്. മോഷണം അതിവ്യാപകമായിട്ട് നടന്നിരുന്നു. കേരളത്തിൽ എന്തുകൊണ്ടാണ് അങ്ങനെ നമ്മൾ അന്വേഷിക്കുന്ന സമയത്ത് പ്രളയം വന്ന സമയത്ത് ആളുകളിൽ പോയ വീടുകൾ പണക്കാരുടെ വീടുകളൊക്കെ ഉണ്ടാവും. പക്ഷെ അവിടെ പോയി മോഷണം നടന്നിട്ടില്ല. അതൊരു വളരെ പോസിറ്റീവായിട്ടൊരു കാര്യമായിട്ട് പക്ഷെ പേപ്പർ നടത്തുന്ന എനിക്ക് ആകെ കണ്ടെടുക്കാൻ പറ്റുന്ന ഒരു പോയിന്റ് അത് മാത്രമാണ്. രണ്ടാമത്തത് പച്ചക്കറി ദിവസമായിട്ട് ബന്ധപ്പെട്ട് മനസ്സിൽ പ്രശ്നം ചെയ്ത പേപ്പർ കുടുംബശ്രീ പ്രവർത്തനത്തെ കുറിച്ചിട്ടാണ് അദ്ദേഹം പറഞ്ഞത്. കുടുംബശ്രീ ഒരുപക്ഷെ നമ്മൾ ധരിക്കുന്നതിനേക്കാൾ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഒരു ഉദാഹരണം പറഞ്ഞാൽ
സംസ്ഥാന പ്ലാനിംഗ് ബോർഡ് മെമ്പറായിട്ടുള്ള ഡോക്ടർ രാംകുമാറുണ്ട്. അദ്ദേഹം സാമ്പത്തിക ശാസ്ത്രജ്ഞനാണ്. അദ്ദേഹം ചിറ്റൂർ കോളേജിൽ ശാസ്ത്ര കോൺഗ്രസ്സായിട്ട് ബന്ധപ്പെട്ട ഒരു പ്രോഗ്രാം അവതരിപ്പിക്കുകയാണ് കേരളത്തിൻ്റെ വികസന മാതൃകയെക്കുറിച്ച്. അപ്പം അതിൻ്റെ പ്രസംഗത്ത് കഴിഞ്ഞപ്പോൾ ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, അത് ഇതൊക്കെ തന്നെ അല്ലേ ഒരു വലതുപക്ഷ സർക്കാരും ചെയ്യുന്നത്? സോ വാട്ട് ഈസ് ലെഫ്റ്റിൽ എന്താണ് ബാക്കിയുള്ളത് എന്ന് ചോദിച്ചു. വലതുപക്ഷത്തിന് എന്തെങ്കിലും ഇടതുപക്ഷ സ്വഭാവം ബാക്കിയുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് നമുക്ക് കുടുംബശ്രീ ഉണ്ട് എന്നായിരുന്നു. So that happens to be the only indicator which proves that the left is left. അപ്പോൾ ആ തരത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ഇടപെടലാണ് നടന്നിട്ടുള്ളത്. സ്ത്രീകളുടെ ശാക്തീകരണം എന്നുള്ള നിലയ്ക്ക് മനസ്സിലാക്കുമ്പോൾ ഒരു കഥ കൂടി പറയാം. യൂറോപ്യന്മാർ ആദ്യമായിട്ട് ആഫ്രിക്കയിൽ എത്തുമ്പോൾ അവർ ഞെട്ടിപ്പോയൊരു കാഴ്ചയുണ്ട്. കാരണം ആഫ്രിക്കയിൽ ആ സമയത്ത് പുരുഷന്മാരും സ്ത്രീകളും ഒരേപോലെ ജോലി ചെയ്യുന്നു, അവർ പാടത്ത് തിരിച്ച് വർക്ക് ചെയ്യുന്നു. ഇത് കണ്ട് അവർ ഞെട്ടി. അവർ പറഞ്ഞു, ഇത് ദാരിദ്ര്യത്തിൻ്റെ ലക്ഷണമാണ്, സ്ത്രീകൾ ജോലി ചെയ്യേണ്ടി വരുന്നു, അത് ഒരു രാജ്യത്തിൻ്റെ അധപതനത്തിൻ്റെ ലക്ഷണമാണ്, ദാരിദ്ര്യത്തിൻ്റെ ലക്ഷണമായിട്ടാണ് യൂറോപ്യൻസ് മനസ്സിലാക്കുന്നത്. ആ സമയത്ത് യൂറോപ്പ് എന്ന് പറയുന്നത് വിക്ടോറിയൻ യുഗമാണ്. സ്ത്രീകൾ എന്ന് പറഞ്ഞാൽ അവർ പലത് പാത്രം പോലെയുള്ള മനുഷ്യരാണ്. അവർ നമുക്കൊക്കെ നേരിട്ട് കൊടുക്കും. ഞങ്ങൾ ജോലി ചെയ്തില്ല, അവർ തെളിയിക്കാൻ വേണ്ടിയിട്ട് നീളമുള്ള നഖം ഉണ്ടാവും, നീളമുള്ള ഉടുപ്പുണ്ടാവും. അത് നമുക്ക് പുറത്തേക്ക് പോകുമ്പോൾ വേറെ ആരെങ്കിലും അത് പിടിക്കേണ്ടി വരും. നടക്കണമെന്നുണ്ടെങ്കിൽ ഒരു വണ്ടിയുടെ താഴേക്ക് ഇറങ്ങി ആരെങ്കിലും കൈ പിടിച്ചാലേ ഇറങ്ങാൻ പറ്റുള്ളൂ. ചോര കണ്ട അപ്പം ബോധം കിട്ടി വരും. ഇങ്ങനെയുള്ള സ്ത്രീ സങ്കല്പവുമായിട്ട് വന്ന യൂറോപ്യൻസ് നോക്കുമ്പോൾ ഇവിടെ പുരുഷന്മാർ സ്ത്രീകൾ ഒരുമിച്ച് ജോലി ചെയ്യുകയാണ്. അത് ഭയങ്കരമായിട്ട് അണ്ടർ ഡെവലപ്മെന്റ് ലക്ഷണമായിട്ടാണ് യൂറോപ്യൻസ് അതിനെ മനസ്സിലാക്കി. എന്നിട്ടാണ് പിന്നെ അന്ന് മുതലാണ് ആഫ്രിക്കയെ നന്നാക്കാനായിട്ടുള്ള, ആഫ്രിക്കയെ ഡെവലപ്പ് ചെയ്യാനായിട്ടുള്ള ധാരാളം പ്രോജക്റ്റുകൾ വരുന്നത്. യൂറോപ്പിനെ സംബന്ധിച്ച് പിന്നെ 2 നൂറ്റാണ്ടിന് വേണ്ടി വന്നു സ്ത്രീകൾ പുരുഷന്മാരോടൊപ്പം ജോലി ചെയ്യുന്ന അവസ്ഥയിലേക്ക് മാറാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതുകൊണ്ട് സ്ത്രീകളുടെ ശാക്തീകരണം വളരെ പ്രധാനമാണ്. മാവോ പ്രസിദ്ധമായിട്ടൊരിക്കൽ പറയണ്ടായി, പകുതി ആകാശം താങ്ങി നിർത്തുന്നത് സ്ത്രീകളാണ് എന്ന് മാവോ പറയണ്ടായി. അത് അതേ സംബന്ധിച്ച് ചൈനയിൽ വലിയ മാറ്റം ഉണ്ടാക്കിയിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആയിരുന്നു. മാവോയുടെ അതേപോലെയുള്ള ചെറിയ ധാരാളം സ്റ്റേറ്റ്മെന്റ്സ് ഉണ്ട്. ഒരു രാജ്യത്തെ മൊത്തം കാഴ്ചപ്പാടിനെ മാറ്റി പറയാൻ പറ്റുന്ന ഒരു PhD തീസിസിനേക്കാളൊക്കെ ശക്തമായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്സ് ഉണ്ടായിരുന്നു. ഞാൻ ശ്രദ്ധിക്കുമ്പോൾ ഇന്നിപ്പോൾ സത്യത്തിൽ കേരളത്തിന്റെ ആകാശത്തിൽ പകുതിയിലേറെ താങ്ങി നിർത്തുന്ന സ്ത്രീകളാണ്. പകുതിയിലേറെ സ്ത്രീകളാണ് അത് താങ്ങി നിർത്തുന്നത്. ഒരുപക്ഷെ നിങ്ങൾക്ക് അതൊന്ന് സെർച്ച് ചെയ്ത് നോക്കാം. നിങ്ങളുടെ ചുറ്റുപാടുള്ള കുടുംബങ്ങൾ നോക്കാം, ഞെട്ടിപ്പോ അത്രമാത്രം കുടുംബങ്ങൾ സ്ത്രീകൾ ഒറ്റയ്ക്ക് താങ്ങി നിർത്തുന്ന കുടുംബങ്ങളാണ്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഉള്ള പഠനങ്ങൾ 2 പ്രത്യേക സ്ഥലങ്ങൾ. പക്ഷെ ആ പേപ്പറിൻ്റെ പ്രധാന പ്രത്യേകത അതിനകത്ത് ടേക്ക് ഓഫ് ചെയ്യാൻ പറ്റുന്ന ഇഷ്ടംപോലെ പോയിന്റ്സ് ഉണ്ട്. എന്തുകൊണ്ടാണ് ഈ 2 താരതമ്യം ആ സ്ഥലങ്ങളിൽ വ്യത്യാസം ഉണ്ടാകുന്നത്? എന്തുകൊണ്ടാണ് സർക്കാർ ജീവനക്കാർ ഒരേ വകുപ്പിൽ ജോലി ചെയ്യുന്ന സമയത്ത് പോലും ഹൈറേഞ്ചിൽ വർക്ക് ചെയ്യുമ്പോൾ ഒരു സ്വഭാവവും താഴെ വർക്ക് ചെയ്യുന്ന സമയത്ത് വേറെ സ്വഭാവം കാണിക്കുന്നത് എന്തുകൊണ്ടാണ്? ആ പ്രദേശത്തിൻ്റെ പ്രത്യേകത എങ്ങനെയാണ് ഓരോ ഡിപ്പാർട്ട്മെന്റിലെയും പ്രവർത്തന സ്വഭാവത്തെ നിർണ്ണയിക്കുന്നത്? എങ്ങനെയാണ് UK പോലൊരു മല അവിടെ വന്നത്? അതിന് പുറകിലുള്ള ചിന്ത എന്തെങ്കിലും, എന്ത് ആശയത്തിന് പുറത്താണ് വന്നത് എന്നുള്ള നിലക്കുള്ള ധാരാളം തരത്തിലുള്ള വിഷയങ്ങളിലേക്ക് പറഞ്ഞു പോകാനായിട്ട് സാധിക്കാനുള്ള ധാരാളം പോയിന്റ്സ് ഉള്ള പേപ്പറാണ് ശ്രീ മൻസൂർ അവതരിപ്പിച്ചത്. സാക്ഷാത്തെക്കുറിച്ച് അദ്ദേഹം പറയട്ടെ. നേപ്പാൾ സ്റ്റഡിയെ കുറിച്ച് അദ്ദേഹം ഇൻട്രൊഡക്ഷനിൽ പറയുന്നുണ്ട്. നേപ്പാൾ, ഭൂട്ടാൻ, മ്യാൻമാർ, ഇന്ത്യയുടെ നോർത്ത് ഈസ്റ്റ് സംസ്ഥാനങ്ങൾ, ആ പ്രദേശങ്ങൾ മൊത്തത്തിൽ എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു പൊതു സ്വഭാവം ഇതെല്ലാം തന്നെ സ്ത്രീകൾ മുന്നോട്ട് ഓടിക്കുന്ന വണ്ടികളാണ് എന്നുള്ളതാണ്. പുരുഷന്മാർക്ക് പ്രദേശം പണിയുന്നില്ല. രാവിലെ ഇതിലേക്ക് അവിടെ ഇരിക്കുന്ന വീടുകൾ വെച്ച് അവിടെ ഇരിക്കുന്നുണ്ടോ സ്ത്രീകളാണ് മൊത്തം ഈ പ്രോസസ്സ് റൺ ചെയ്യുന്നത്. ആ ബെൽറ്റ് മുഴുവൻ നമുക്കങ്ങനെ കാണാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് നേപ്പാളിൽ നമ്മളായിട്ട് താരതമ്യം ചെറിയ പ്രശ്നമുണ്ട്. അവസാനമായിട്ട് ആ പേപ്പറിൻ്റെ ഒരു പ്രധാന പ്രശ്നം സസ്റ്റൈനബിൾ അഗ്രികൾച്ചർ, സുസ്ഥിര കൃഷി എന്ന് പറയുന്നൊരു അത് ഒരു ശുദ്ധ നുണയാണ്. അത് സംഭവം പോസിബിൾ അല്ല. സുസ്ഥിര ഇക്കോ ടൂറിസം എന്നൊക്കെ പറയുന്നത് നമ്മളൊരു കാര്യത്തെ കുറച്ചും കൂടി കേരളത്തിന് വേണ്ടി യൂസ് ചെയ്യുന്ന പ്രൊജക്ട്സുകളാണ് ഇക്കോ എന്നുള്ളതും സസ്റ്റൈനബിൾ എന്നുള്ളതും. സസ്റ്റൈനബിൾ ആയിട്ടാണ് ഒരു കോഴ്സ് കേരളത്തിന് സാധിക്കാവില്ല. കാരണം കേരളത്തിൽ വളരെ ഫാസ്റ്റായിട്ട് മാറിക്കൊണ്ടിരിക്കുന്ന ഒരു സംസ്ഥാനമാണ്. സോഷ്യോളജിസ്റ്റൊക്കെ അറിയാം, ഒരു സോഷ്യോളജി പ്രോജക്റ്റ് കേരളത്തിൽ വിജയിക്കില്ല. കാരണം നിങ്ങൾ പ്രോജക്റ്റ് തുടങ്ങി അവസാനിപ്പിക്കാൻ സമൂഹം മാറിപ്പോയിട്ടുണ്ട്. ആ സമയം നിങ്ങൾക്ക് കർണാടകത്തിലോ തമിഴ്നാട്ടിലോ ബീഹാറിലൊക്കെ പോയിട്ട് സുഖമായിട്ട് ഒരു സോഷ്യോളജി പ്രോജക്റ്റ് ചെയ്യാം. കാരണം നിങ്ങൾ പ്രോജക്റ്റ് തുടങ്ങി 5 വർഷം കഴിഞ്ഞാൽ ആ സമൂഹം അനങ്ങിയിട്ടുണ്ടാവില്ല. അവിടെ തന്നെ നിൽക്കണം. ഇത് സമാധാനമായിട്ട് ഡാറ്റ കളക്ട് ചെയ്യും, വർക്ക് ചെയ്യും, അനാലിസിസ് ഒക്കെ ചെയ്യാൻ പറ്റും. കേരളം അത്ര ഡൈനാമിക്കാണ്.
കഴിഞ്ഞ ദിവസം കുട്ടികളോട് സംസാരിക്കുമ്പോൾ അവരുടെ ഫോൺ നമ്പർ കൊടുക്കും, എഴുതി കൊടുത്താൽ നമ്മൾ ലാൻഡ് നമ്പർ പറഞ്ഞു കൊടുക്കും, 0487269022. സ്കൂൾ കുട്ടികളെ എഴുതിയിട്ട് എന്നോട് പറഞ്ഞു സാർ ഇതിനകത്ത് ഒരു നമ്പർ മൊബൈലാണ്. കറക്റ്റാണ്. അപ്പോൾ സംഭവം എന്താ വെച്ചാൽ അതൊരു ലാൻഡ് ലൈൻ നമ്പർ എന്ന സാധനം അവർക്ക് അറിയുകയില്ല. കാരണം മൊബൈലിൽ നമ്പറിനേക്കാളും ഒരു നമ്പർ കൂടുതലാണ്. അവരങ്ങനെ സാധനം കണ്ടിട്ടില്ല. എത്ര ഫാസ്റ്റായിട്ടാണ് മാറുന്നത്. അതുകൊണ്ട് കേരളത്തിൽ സുസ്ഥിരത എന്നുള്ള കാര്യത്തെക്കുറിച്ച് നമുക്ക് പ്രത്യേകിച്ച് സംസാരിക്കാനില്ല. അവസാനമായിട്ട് കവിതാ മനോഹരൻ്റെ പേപ്പറാണ്. അത് എനിക്ക് ഭയങ്കര രസമായിട്ട് ഞാൻ വായിച്ചൊരു പേപ്പറാണ്. എനിക്കത് വായിച്ചപ്പോൾ തോന്നിയ കവിത പറയാൻ ശ്രമിക്കുന്ന ഒരു കാര്യം, ഇത് സാഹിത്യത്തിൽ ഒതുങ്ങിയാൽ പോലെ, ഇത് അക്കാഡമിക് സർക്കിളുകളിൽ മാത്രം ചർച്ച ചെയ്താൽ പോലെ, ഇത് മനുഷ്യർ വായിക്കണം, കുട്ടികൾ വായിക്കണം. കുട്ടികളുടെ പഠനം ക്ലാസ് മുറികളിലേക്ക് അത് എത്തണം. പെട്ടെന്ന് ഓർമ്മ വന്നത് കോട്ടയത്ത് പറഞ്ഞൊരു സംഭവമാണ്. എൻ്റെ ഒരു സുഹൃത്ത് യൂണിവേഴ്സിറ്റി സെഷൻ സമയത്ത് യൂണിവേഴ്സിറ്റിയോട് ചേർന്നൊരു കെട്ടിടത്തിൽ താമസിക്കുന്നത്. അപ്പോൾ പുള്ളിക്ക് എന്തോ കാരണം കൊണ്ടാവുന്ന റൂം മാറുന്നുണ്ട്. തീർച്ച എഴുതുന്ന സമയമാണ്. അപ്പോൾ കുറേ പുസ്തകങ്ങളുണ്ട്. അപ്പോൾ പക്ഷേ ഈ കൂട്ടുകാരനെ വിളിച്ചിട്ട് ഈ പുസ്തകം എടുത്തിട്ട് കൊണ്ടുപോകണം. അതിലെടുത്ത് റോഡിനപ്പുറമുള്ള മറ്റു പുതിയ സ്ഥലത്തേക്ക് മാറ്റണം. അങ്ങോട്ട് പോകുന്ന സമയത്ത് റോഡിൻ്റെ സൈഡിൽ ചവിട്ടുതൊഴിലാളികളൊക്കെ ഇരിക്കുന്ന ഒരു ഷെഡുണ്ട്. രണ്ട് ട്രിപ്പ് കൊണ്ടുപോയി. മൂന്നാമത്തെ ട്രിപ്പ് കൊണ്ടുപോയപ്പോൾ അവർ ചോദിച്ചു, അല്ല മക്കളെ ഇത് കൊണ്ടുവരണം മതി, ഇതൊക്കെ നടപ്പാക്കണ്ടേ? കവിത ചോദിക്കുന്ന ചോദ്യം അതാണ്, നടപ്പാക്കണ്ടേ? നമ്മൾ പഠിക്കുന്ന കാര്യങ്ങൾ, നമ്മൾ ഗവേഷണം ചെയ്യുന്ന കാര്യങ്ങൾ, ഈ സാധനം എന്തെങ്കിലും പ്രയോഗിക്കണമല്ലോ, എന്തെങ്കിലും ഇംപ്ലിമെന്റ് ചെയ്യണമല്ലോ. സാഹിത്യത്തിന് മാത്രം കുടുങ്ങിക്കിടന്നാൽ മതി. സാഹിത്യത്തിൽ അന്തം പോലെ നമ്മൾ വായിച്ച് പുറകെ കൊണ്ട് മാത്രം പോരല്ലോ. ഇത് സമൂഹത്തിലേക്ക് ചേരണമല്ലോ, കുട്ടികൾ വായിക്കണമല്ലോ. ഈ തരത്തിലുള്ള ജെൻഡർ സെൻസിബിലിറ്റിയെ കുറിച്ചിട്ട് കുട്ടികൾ മനസ്സിലാക്കണമല്ലോ എന്നാണ് ചോദിക്കുക. അത് ഞാൻ മുഴുവനായി വായിച്ചിട്ട് എനിക്ക് തോന്നിയ ചോദ്യം ഞാൻ ആ കവിയോട് മാത്രമല്ല ഇവിടെ ചോദിക്കാം. ഈ സമൂഹത്തിൽ ഉള്ള കാര്യങ്ങളാണോ സാഹിത്യത്തിൽ ഉണ്ടാവുക? നമ്മുടെ സമൂഹത്തിൽ ഇല്ലാത്ത കാര്യങ്ങളാണോ സാഹിത്യത്തിൽ ഉണ്ടാവുക? കവിതയുടെ വിവിധ കഥകളായാലും കവിതകളായാലും അതിലുള്ള എല്ലാ ഇഗ്നൈറ്റിംഗ് ആയിട്ടുള്ള പോയിന്റ്സ് എല്ലാം അത് ഇഗ്നൈറ്റിംഗ് ആയിട്ടുള്ള കാരണമാണ് നമ്മുടെ സമൂഹത്തിൽ അത് ഇല്ലാത്ത പോകുന്നത്, ആ സെൻസിബിലിറ്റി ഇല്ലാത്ത പോകുന്നത്. അതുകൊണ്ടാണ് ലിറ്ററേച്ചർ എന്ന് പറയുന്നത് ഒരു മാവിനായി മാറുന്നത്, ഒരു വിഷമം ചൂടായി മാറുന്നത്. നമ്മുടെ സാഹിത്യത്തിൽ ഒരു പെൺകുട്ടി ഓണത്തെ ഓണം എന്നുള്ള വാക്കിനെ മാറ്റി ഓണൻ എന്ന് വിളിച്ചിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് അത്ഭുതം ഉണ്ടാക്കുന്നത്, നമുക്ക് ആനന്ദം ഉണ്ടാക്കുന്നതിന് കാരണം നമ്മുടെ സമൂഹത്തിൽ അത് ഇല്ലാത്തതുകൊണ്ടാണ്. അതുണ്ടായിട്ടെങ്കിൽ നമ്മൾ അത് എക്സൈറ്റ് ചെയ്യിക്കുകയുണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇത് ഇൻഡിക്കേറ്ററായിട്ട് മാറുന്നൊരു ആവശ്യമുണ്ട്. കവിത മുന്നോട്ട് വയ്ക്കുന്ന സൂപ്പറിൻ്റെ ഒരു കൺസെപ്റ്റാണ് പാനോപ്റ്റിക് എന്ന് പറയുന്നത്. കണ്ടിട്ടുണ്ട് പാനോപ്റ്റിക് എന്ന് പറയുന്ന ആർക്കിടെക്ചറിലൊക്കെ ഉപയോഗിച്ചിട്ടുള്ള സാധനം. ആൻഡമാൻ ജയിലൊക്കെ ഉണ്ടാക്കുന്ന പാനോപ്റ്റിക് ഡിസൈനായിട്ട് ബന്ധപ്പെടും. നിങ്ങൾ എവിടെ നിന്നാലും നിങ്ങൾ കാണാൻ പറ്റും. നിങ്ങൾക്ക് ഒളിക്കാൻ ഒരു സ്ഥലം ഉണ്ടാവില്ല. നമ്മുടെ ജീവിതം പൂർണ്ണമായി 24 മണിക്കൂർ ഒരൊറ്റ പോയിന്റിൽ നിന്ന് മുഴുവൻ കാണാൻ പറ്റുന്ന തരത്തിലൊരു വലിയ ബിൽഡിംഗ് ഡിസൈൻ ചെയ്ത ഡിസൈനിൻ്റെ പേരാണ് പാനോപ്റ്റിക് എന്ന്. നമ്മൾ നിൽക്കുമ്പോൾ നടക്കുമ്പോൾ ഇരിക്കുമ്പോൾ ഉറങ്ങുമ്പോൾ പോലും നമ്മളെ സമൂഹം കണ്ടുകൊണ്ടിരിക്കുക. ആ കണ്ടുകൊണ്ടിരിക്കുന്ന അവസ്ഥയിൽ എങ്ങനെയാണ് ജീവിതം സാധിക്കുക? സ്വകാര്യത എന്നുള്ള സാധനം പൂർണ്ണമായിട്ടും ഇല്ലാതാവുന്ന അവസ്ഥ. ഈ സമൂഹത്തിൻ്റെ മുഴുവൻ ബാധ്യതകളും ഏറ്റെടുത്ത് ജീവിക്കേണ്ടി വരുന്ന മനുഷ്യൻ്റെ ഒരവസ്ഥയെ കുറിച്ചിട്ട്. അതുകൊണ്ട് തന്നെ കവിത മുന്നോട്ട് വെക്കുന്നത് നമുക്ക് ഇനി ഒത്തിരി ദൂരം നടക്കാനുണ്ടെന്നുള്ളതാണ്, ഇനി ഒത്തിരി ദൂരം പോകാനുണ്ടെന്നുള്ളതാണ്. സ്നേഹിക്കണമെങ്കിൽ പോലും പ്രണയിക്കണമെങ്കിൽ പോലും ഇനിയും ഒത്തിരി മാറ്റങ്ങൾക്ക് ശേഷം മാത്രമേ അത് സാധ്യമാവുള്ളൂ എന്ന് കവിത പറയാൻ ശ്രമിക്കുന്നുണ്ട്. നന്ദി, നമസ്കാരം. അടുത്തതായി മല്ലിക ടീച്ചറെ ക്ഷണിക്കുന്നു. മൂന്ന് പ്രസന്റേഷനെ കുറിച്ചും സജീവ് സാർ വളരെ നന്നായി സംസാരിച്ചു. അപ്പം സാർ പറഞ്ഞതുപോലെ തന്നെ കേരളത്തിൻ്റെ വികസനവും അനുഭവങ്ങളും എന്ന് പറഞ്ഞ കാര്യത്തെക്കുറിച്ച് തന്നെയാണ് ഇവിടെ നടന്ന ചർച്ച മുഴുവനും. പക്ഷെ അതിനൊരു ലേഖനം പോലും ഒരു പഠനം പോലും പൂർവ്വ പഠനം നടന്നില്ല എന്ന് പറയുന്നത് ശരിക്കും കേരളത്തിൽ ജീവിക്കുന്ന ആൾക്ക് വലിയ ബുദ്ധിമുട്ടാണ്. കാരണം കേരള മോഡൽ ഓഫ് ഡെവലപ്മെൻറ്റ് തന്നെ വളരെ ഒരുപാട് ചർച്ച ചെയ്യും. അത് വികസന അനുഭവങ്ങളാക്കിയിട്ട് അല്ലെങ്കിൽ എന്താ പറയുക
ഡെവലപ്മെന്റ് എക്സ്പീരിയൻസ് ആയിട്ടാണ് അതിനെ കാണുകയും ചെയ്യുന്നത്. അത്തരത്തിലേക്ക് ഒരുപിടി പഠനങ്ങൾ നടന്നിട്ടുണ്ട്. പിന്നെ നേരത്തെ പറഞ്ഞു നമ്മളുടെ ഇവിടെ ഉണ്ടായിട്ടുള്ള പ്രളയവും നിപ്പയും അത്തരം കാര്യങ്ങളൊക്കെ തന്നെ നമ്മൾ ഏത് മാനദണ്ഡം വെച്ചിട്ടാണ് നമുക്ക് അവാർഡ് കിട്ടുന്നുണ്ടാവാം, അത് നമ്മൾ ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളെ വെച്ചിട്ടാണ് നമ്മൾ കമ്പയർ ചെയ്യുന്നത്. അതേസമയം കേരളത്തിന്റെ മറ്റ് ഇൻഡിക്കേറ്റേഴ്സ് വെച്ചിട്ട് നമ്മൾ മനുഷ്യ വിഭവ സൂചിക ആണെങ്കിലും അല്ലെങ്കിൽ നമ്മുടെ ഹ്യൂമൻ ഡെവലപ്മെന്റ് ഇൻഡെക്സ് ആണെങ്കിലും ലിറ്ററസി റേറ്റ് ആണെങ്കിലും ഇതൊക്കെ വെച്ച് നോക്കുന്ന സമയത്ത് നമ്മൾ മറ്റ് ലോകരാജ്യങ്ങളിലെ വികസിത രാജ്യങ്ങളുമായി കിടപിടിക്കാൻ കഴിയുന്ന കേരളത്തെ ആ മാനദണ്ഡങ്ങൾ വെച്ചുകൊണ്ട് വിലയിരുത്തിക്കൊണ്ടാണ് നമ്മൾ കേരളം ഇങ്ങോട്ട് എത്തി എന്നുള്ളതിനെ കുറിച്ച് കാണേണ്ടതും ചർച്ച ചെയ്യേണ്ടതും. അതല്ലാതെ നമ്മുടെ UP യോ ബീഹാറോ വെച്ചിട്ടല്ല നമ്മൾ കാണേണ്ടത്. അതുകൊണ്ട് തന്നെയാണ് പലപ്പോഴും നമുക്ക് ഇതിൻ്റെ അകത്ത് നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ നിന്നുകൊണ്ട് നമ്മൾ പല കാര്യങ്ങളും വിമർശിക്കേണ്ടി വരുന്നതും മറ്റു പല കാര്യങ്ങളും നമ്മൾ എത്തേണ്ടതുണ്ട് എന്ന് പറയേണ്ടി വരുന്നതും അതുകൊണ്ട് തന്നെയാണ്. അപ്പം ആ സെൻസിലേക്ക് നമുക്ക് ആ പേപ്പറിനെ തന്നെ എന്ത് ചെയ്യാൻ പറ്റും? ഇതൊക്കെ എത്തുമ്പോഴും ഈ അവാർഡിലൊക്കെ വരുന്ന സമയത്തും അതിന്റെ മാനദണ്ഡങ്ങളെ നമ്മൾ കണക്കാക്കേണ്ടത് കേരളം എന്നോ നമ്മളിപ്പോൾ 1900 നോക്കിയാൽ തന്നെ കേരള സാക്ഷരതയിൽ മറ്റിന്ത്യൻ സംസ്ഥാനങ്ങളൊക്കെ മുകളിലാണ്. അപ്പം അതിൻ്റെ ഒരു പേസ് വെച്ചുകൊണ്ട് നമ്മൾ എങ്ങനെയാണ് നമ്മൾ കമ്പയർ ചെയ്യുന്നത്, ആ സെൻസിലേക്ക് ചെറിയൊരു കാര്യമെങ്കിലും അത് വന്നിരുന്നെങ്കിൽ അതിനകത്തൊരു ഒരു ലേഖനം എന്ന രീതിയിലേക്ക് അതിന് പ്രസക്തി ഉണ്ടാവുമായിരുന്നു എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ വട്ടവടയും കഞ്ഞിക്കുഴിനെയും താരതമ്യം ചെയ്തുകൊണ്ട് പറഞ്ഞു. പക്ഷെ അതിൻ്റെ അകത്ത് നമ്മൾ വലിയൊരു പ്രശ്നം എന്താ വെച്ചാൽ വട്ടവട എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബേസിക്കലി അതിൻ്റെ അകത്ത് തന്നെ എന്ത് ചെയ്യുന്നു, ആദിവാസി സാക്ഷരത കുറഞ്ഞതുകൊണ്ട് തന്നെയാണ് അവിടെ കാർഷിക മേഖലയിലേക്ക് കൂടുതൽ പ്രാധാന്യം കിട്ടുന്നത് തന്നെയുള്ള പഠനങ്ങൾ കാണിക്കുന്നുണ്ട്. അതേസമയം കഞ്ഞിക്കുഴി എന്ന് പറഞ്ഞാൽ കൂടുതൽ വിദ്യാഭ്യാസം സിദ്ധിച്ചിട്ടുള്ള ആളുകളും കൂടുതൽ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ഈ പറയുന്ന ഏജൻസി ഉള്ള ആളുകളാണ് അവിടെ ഉണ്ടാവുന്നത്. അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യുന്ന വെച്ചാൽ അവർക്ക് ഈ ഏജൻസി ഉപയോഗിച്ചുകൊണ്ട് മറ്റ് സംവിധാനങ്ങൾ ഉപയോഗിക്കാനുള്ള എല്ലാ സാധ്യതകളും അവിടെ ഉണ്ട്. അപ്പം അങ്ങനെ വെച്ച് നോക്കുന്ന സമയത്ത് നമുക്ക് സ്ത്രീകളുടെ അല്ലെങ്കിൽ പദവിയുമായി ബന്ധപ്പെടുത്തിയിട്ട് നമ്മൾ നോക്കുന്നത് 94 ഉണ്ടായിട്ടുള്ള ഒരു അവസ്ഥ വെച്ചിട്ട് നമ്മൾ 2014 പഠനമാണെങ്കിൽ മറ്റ് സാധനങ്ങളൊക്കെ അധികം അപ്പൊ ഈ പറയുന്ന ഒരു സാധനത്തെ നമുക്ക് ഒരിക്കലും കമ്പയർ ചെയ്യാൻ കഴിയില്ല. കാരണം എന്താ വെച്ചാൽ ബേസ് എന്ന് പറയുന്ന സാധനം എന്ത് ചെയ്യുന്നു, രണ്ടും തമ്മില് ചിലപ്പോൾ എന്ത് ചെയ്യുന്ന വെച്ചാൽ നമ്മൾ എവിടെ നിന്നാണ് തുടങ്ങുന്നത്. ഇപ്പൊ വട്ടവടയില് ചിലപ്പോൾ കുടുംബശ്രീയുടെ പ്രവർത്തനങ്ങൾ അത് കമ്പാരിറ്റീവ്ലി ബാക്കിയുള്ള ഡിഫറൻസ് നമ്മളിപ്പോൾ ഒരു സാധനത്തെ കമ്പയർ ചെയ്യുകയാണെങ്കിൽ അതിന്റെ ബേസിൽ നിന്ന് എത്രമാത്രം മാറിയിട്ടുണ്ട്, അതേസമയം കഞ്ഞിക്കുഴി എവിടെ നിന്നിട്ട് എത്ര മാറിയിട്ടുണ്ട്, ഇതിന്റെ ഇമ്പാക്ട് എങ്ങനെയാണ്, ഇങ്ങനെയാണ് നമ്മൾ ശരിക്കും നോക്കേണ്ടത്. എന്നാലും ശാസ്ത്രീയമായി എന്തെങ്കിലും തരത്തിലേക്ക് ഇത്തരം പ്രവർത്തനങ്ങൾ മാറിയിട്ടുണ്ടോ അല്ലെങ്കിൽ ഇടപെട്ടിട്ടുണ്ടോ എന്ന് പറയാൻ കഴിയുള്ളൂ. മാത്രമല്ല 90-കൾക്ക് ശേഷം ഉണ്ടായിട്ടുള്ള ഒരു മാറ്റം എന്ന് പറഞ്ഞാൽ ഗ്ലോബലൈസേഷൻ വളരെ ശക്തമായി കടന്നു വരികയും നമ്മൾ വിചാരിക്കാത്ത രീതിയിലേക്ക് മാറ്റങ്ങൾ ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ട്. ശരിക്കും നമ്മൾ ഗ്ലോബലൈസേഷന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മൾ പറയുന്ന ഫ്യൂഡലിസത്തെയോ അല്ലെങ്കിൽ മുതലാളിത്തത്തിന്റെ ഒരു ഉയർന്ന രൂപം തന്നെയാണ് ഗ്ലോബലൈസേഷൻ. അറിവിന്റെ കുത്തക എന്ന് പറയുന്നത് പുസ്തകങ്ങൾ. പണ്ട് ഞങ്ങൾ അധ്യാപകരൊക്കെ ഒരു 4 പുസ്തകം വെച്ചിട്ട് അറിവിനെ പിടിച്ചു നിർത്തിയിരുന്നെങ്കിൽ ഗ്ലോബലൈസേഷൻ അതിന്റെ സാധ്യതകൾ എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യുന്നു പറഞ്ഞാൽ അതിനെ കുറച്ചും കൂടി ഈ പറയുന്ന അറിവിനെയൊക്കെ തന്നെ എന്ത് ചെയ്യാൻ പറ്റും, വേണമെങ്കിൽ നമുക്ക് അതിനെ എല്ലാവർക്കും കിട്ടുന്ന തരത്തിലേക്ക് മാറുകയും കുറെ കൂടി പുറത്തു വരാനും അല്ലെങ്കിൽ കടന്നു വരാനും ജാതീയതയൊക്കെ തകർക്കാനുള്ള വലിയൊരു ആയുധവും കൂടി ഗ്ലോബലൈസേഷൻ ഉണ്ടായിരുന്നു. കാരണം നമ്മൾ നോക്കുകയാണ്, നമ്മൾ ഏറ്റവും കൂടുതൽ ഈ ഭയപ്പാടൊക്കെ ഉണ്ടാവുന്നത് എങ്ങനെയാണ്, ഭയം എന്ന് പറയുന്ന സാധനം തന്നെ നമ്മൾ ചുറ്റുവട്ടത്തെ കണ്ടുകൊണ്ടാണ് നമ്മുടെ ചിന്തകളെ നിർമ്മിച്ചെടുക്കുന്നത്. അപ്പൊ ഞാൻ ഈ ടിവിയിലും നെഗറ്റീവ് വശങ്ങൾ ഒരുപാട് ഉണ്ടാവാം. പക്ഷെ നമ്മൾ കാണുകയാണ് അമേരിക്കയിലുള്ള ആൾ ഇങ്ങനെ ചെയ്തിട്ടില്ലെങ്കിൽ ജീവിക്കുന്നുണ്ടല്ലോ എന്നുള്ള ചിന്ത നമ്മുടെ ഉള്ളിൽ വരുന്ന സമയത്ത് സ്വാഭാവികമായി ചിത്രത്തിന് എതിർക്കാനുള്ള സാധ്യത വരും. അപ്പൊ ഞാനിതിനെ കാണുന്ന വെച്ചാൽ ഓടുന്ന പട്ടിയുടെ ഒരു മുഴം മുമ്പേ എറിയുന്ന വളരെ കൃത്യമായ തന്ത്രം ശരിക്കും പറഞ്ഞ വിമർശാക്കി എന്ന് പറഞ്ഞിട്ട് കൊണ്ടുവന്നിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് ഞാൻ പലപ്പോഴും കാണുന്നത്. കാരണം നമ്മുടെ ആവശ്യങ്ങളെ ഇപ്പൊ നമ്മളിപ്പോ ഉത്പാദന പ്രക്രിയ തന്നെ പറയുകയാണെങ്കിൽ നമ്മൾ കാണുന്ന സമയത്ത് നമ്മളുടെ കമ്മോഡിറ്റി കൺസംഷൻ എന്ന് പറയുന്ന സാധനം ചരക്ക് ഉത്പാദനം ഉണ്ടാവുന്നുണ്ട്. നമ്മുടെ ഉപഭോഗത്തിനകത്ത് ബഹുഭൂരിപക്ഷം ഉത്പാദനം എന്ന് പറഞ്ഞാൽ നമ്മളുടെ ചരക്കല്ലാത്ത ചരക്കിതര വസ്തുക്കളുടെ ഉത്പാദനം ഉപഭോഗമാണ് നമുക്കുള്ളത്. ഈ ചരക്കിതര വസ്തുക്കൾ ഉത്പാദിപ്പിക്കുന്ന ഏറ്റവും കൂടുതൽ ഉത്പാദിക്കുന്ന ആളുകൾ എന്ന് പറഞ്ഞാൽ ശരിക്കും ഇവിടുത്തെ സ്ത്രീകളാണ്. സ്വാഭാവികമായിട്ട് ആ ചരക്കിതര ഉൽപ്പന്നങ്ങളിൽ വിടുന്നതാണ് ശരിക്കും കെയർ എക്കോണമിയിലെ പ്രധാനപ്പെട്ട. കെയർ എക്കോണമി എന്ന് പറഞ്ഞാൽ നമ്മളിപ്പം ടൈം യൂട്ടിലൈസേഷൻ സർവേ വെച്ചാൽ സമയ ഉപയോഗ സർവേ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ ജെൻഡർ ഡിഫറൻസ് വെച്ചുകൊണ്ട് ഉത്പാദന പ്രക്രിയയിൽ ഇടപെടൽ നോക്കിക്കഴിഞ്ഞാൽ പുരുഷനേക്കാൾ എത്രയോ മടങ്ങ് ടൈം ശരിക്കും എത്രയോ വർഷങ്ങൾ കൂടുതൽ എന്ത് ചെയ്യുന്നുണ്ട് സ്ത്രീകൾ പണിയെടുക്കുന്നുണ്ട് എന്നുള്ളത്. പക്ഷെ ഈ പണമൂല്യം എന്ന് പറയുന്നത് കൃത്യമായി മോണിറ്റൈസ് ചെയ്യും. നമ്മുടെ നാഷണൽ ഇൻകം അക്കൗണ്ടിങ്ങിൽ കണക്ക് കൂട്ടപ്പെടാത്ത തരത്തിലേക്ക് ഉത്പാദന പ്രക്രിയയാണ് ഇടപെട്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യുന്നു, നമ്മളുടെ പല ശാക്തീകരണ കാഴ്ചപ്പാടുകളൊക്കെ തന്നെ മോണിറ്റൈസ് ചെയ്യപ്പെട്ടിരിക്കുന്നത്. നിങ്ങൾ അതിൽ 10 പൈസ ഉണ്ടെങ്കിൽ നിങ്ങൾ ശക്തനാണെന്ന് പറയുന്ന അത് കൃത്യമായ ശക്തിയുടെ ഒരു നിർവചനത്തിനുള്ളിൽ നിന്നുകൊണ്ടാണ് നമ്മൾ ശക്തിയെ കാണുന്നത് എന്നുള്ളതാണ്. അപ്പൊ ആ രീതിയിലേക്ക് നോക്കുന്ന സമയത്ത് പലതരത്തിലും നമുക്ക് എന്ത് ചെയ്യാൻ പറയും ഈ പറയുന്നത്. അതുപോലെ ദാരിദ്ര്യ നിർമ്മാർജ്ജനവുമായി ബന്ധപ്പെടുത്തിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്,
സ്ത്രീകളെ ശാക്തീകരിക്കുന്നത്. ഇപ്പൊ അതിന് കാരണം ലോകത്തിലെ അമ്പോളം ഉള്ള ദരിദ്രരിൽ ഏറ്റവും കൂടുതൽ സ്ത്രീകളാണ്. അതിന് കാരണം അവർ പറയുന്നത് വെച്ചാൽ സ്ത്രീകളിൽ വരുമാനം കിട്ടിക്കഴിഞ്ഞാൽ കൂടുതൽ കുടുംബത്തിലേക്ക് പോകും, പുരുഷന്മാർക്ക് കിട്ടിക്കഴിഞ്ഞാൽ അവരുടെ ആവശ്യത്തിന് വേണ്ടി പോകും. അതുകൊണ്ട് കുടുംബത്തിനെ മൊത്തം ദാരിദ്ര്യം നിർമ്മാർജ്ജനം ചെയ്യണമെങ്കിൽ പെണ്ണുങ്ങളെ കൊണ്ട് പണിയെടുപ്പിച്ച് കാശുണ്ടാക്കിപ്പിക്കണം എന്ന് പറയുന്നതാണ്. അതിന് മറ്റൊരു സൈഡ് നോക്കിക്കഴിഞ്ഞാൽ ഞാൻ പറയും കമ്മോഡിറ്റി, മണി കമ്മോഡിറ്റി എന്ന് പറയും. കമ്മോഡിറ്റി നമ്മൾ ഉണ്ണിയൊക്കെ ഉണ്ടാക്കി വിറ്റിട്ട് ഹോർലിക്സ് വാങ്ങി കഴിഞ്ഞാൽ ഇത് ഉണ്ടാക്കുന്ന ഒരു വളരെ വ്യത്യസ്തമായ മറ്റു തല കൂടിയുണ്ട്. കാരണം നിങ്ങൾ ടൈം കെയർ ഇക്കോണമിയിൽ സ്പെൻഡ് ചെയ്ത ടൈം ഈ പറയുന്ന പരിപ്പ് കറിയും മറ്റേതും ഒക്കെ ഉണ്ടാക്കുന്ന സാധനത്തിനകത്ത് നിങ്ങൾ എന്ത് ചെയ്യുന്ന വെച്ചാൽ ഇതിനെ നിങ്ങൾ കമ്മോഡിറ്റിയിലേക്ക് നമ്മൾ കൺസ്യൂം ചെയ്യാണ്. നിങ്ങൾക്ക് കിട്ടുന്ന വരുമാനം എന്ന് പറയുന്നത് എന്താണ്? ചിലപ്പോൾ രാവിലെ മുതൽ വൈകുന്നേരം വരെയൊക്കെ നിന്ന് കഴിഞ്ഞാൽ നിങ്ങളെ വാല്യൂ ചെയ്യുന്നത് ചിലപ്പോൾ 30 രൂപയൊക്കെ ആയിരിക്കും. അപ്പൊ നിങ്ങൾ ഇപ്പൊ ഇവിടെ തന്നെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും, നിങ്ങൾക്ക് കേരളത്തിലെ എല്ലായിടത്തും നിങ്ങൾ നോക്കിയാൽ കാണാൻ പറ്റും വേജ് ഗ്യാപ്പ് എന്ന് പറഞ്ഞാല് സ്ത്രീകളും പുരുഷന്മാരും തമ്മിലുള്ള വേജ് ഗ്യാപ്പ്, അബ്സല്യൂട്ട് വേജിൽ നമ്മൾ എന്തെങ്കിലും കൂടുതലുണ്ടെങ്കിൽ പോലും റിലേറ്റീവ് വേജ് ഗ്യാപ്പ് കേരളത്തിലാണ് മറ്റു സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് കൂടുതലുള്ളത്. കാരണം എന്തുകൊണ്ടെന്ന് വെച്ചാൽ സ്ത്രീകൾക്ക് അവരുടെ വാല്യൂവിനെ വളരെ കൃത്യമായി അവരുണ്ടാക്കുന്ന ഉൽപ്പന്നങ്ങളിൽ നിന്ന് അവർക്ക് കിട്ടുന്ന സാധനങ്ങളിൽ വെച്ചുകൊണ്ട് കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് അതുകൊണ്ടാണ് 6000 രൂപയ്ക്കും 7000 രൂപയ്ക്കും ഒക്കെ തന്നെ എന്ത് ചെയ്യുക ഈ പണിക്ക് പോകാൻ ഒരു വില്ലിങ് ആകുന്നത്. കാരണം ഫെമിനൈസേഷൻ ഓഫ് ജോബ് എന്ന് പറയുന്ന ഒരു സാധനം അതിന് വളരെ കൃത്യമായിട്ടുണ്ട്. പിന്നെ നമ്മുടെ വീട്ടിടങ്ങളിലേക്ക് വളരെ കൃത്യമായി കടന്നു കയറാനും നമ്മുടെ ഡൊമസ്റ്റിക്കലി പ്രൊഡ്യൂസ്ഡ് ആയിട്ടുള്ള കമോഡിറ്റീസിനെ ഈ ചരക്കാക്കി മാറ്റുകയും ചെയ്യുന്ന, നമ്മൾ പണ്ട് ബ്രിട്ടീഷുകാരുടെ പീരീഡ് പറഞ്ഞിട്ടുണ്ട് എന്ത് കമേഴ്ഷ്യലൈസേഷൻ ഓഫ് അഗ്രികൾച്ചർ എന്ന് പറഞ്ഞ പോലെ നമ്മുടെ ഭക്ഷ്യസുരക്ഷയെ വളരെ കൃത്യമായും സ്വാധീനിക്കാൻ പറ്റുന്ന തരത്തിലേക്കുള്ള ബോധപൂർവമായ ഇടപെടൽ ഇതിൻ്റെ അകത്തുണ്ടായിരുന്നു. രണ്ടാമത് സെൽഫ് ഹെൽപ്പ് എന്ന് പറയുന്ന സാധനം ദരിദ്രന്റെ തന്നെ എന്ത് ചെയ്യുക, പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പൈസ എന്ത് ചെയ്യുക, നിങ്ങൾ ദരിദ്രന്റെ തന്നെ ഉത്തരവാദിത്തമാണ് ദാരിദ്ര്യം മാറ്റുക എന്നുള്ള രീതിയിലേക്ക് നമ്മൾ ഇതാക്കുകയും അങ്ങനെ. പക്ഷെ അതേസമയം അത് ഉണ്ടാക്കിയിട്ടുള്ള വലിയൊരു ഗുണമുണ്ട്. കാരണം ബ്രിട്ടീഷുകാര് വന്നിട്ട് അവർ ഇംഗ്ലീഷ് വിദ്യാഭ്യാസം കൊണ്ടുവന്നത് അവർക്ക് വേണ്ടിയിട്ടാണെങ്കിൽ ഇവിടെ ഈ പറയുന്ന രീതിയിലേക്ക് സോഷ്യൽ ക്യാപിറ്റൽ എന്ന് പറയുന്ന സമയം, സാമൂഹ്യ മൂലധനം എന്ന് പറയുന്ന ഒരു കാര്യം വളരെ കൃത്യമായി ഇവർ ഉണ്ടാക്കുകയും ഇപ്പൊ നമ്മളെ കോവിഡ് പീരീഡിലാണെങ്കിലും മറ്റു പീരീഡിലൊക്കെ ആണെങ്കിലും ജനങ്ങളെ സ്വാധീനിക്കാൻ കഴിയുന്ന തരത്തിലേക്ക് മരുന്നുമായി പോകുന്ന ആളുകൾ ആ രീതിയിലേക്കുള്ള ഒരു നെറ്റ്വർക്കിംഗ് എന്ത് ചെയ്യുന്നുണ്ട് ഇത്തരം സ്ത്രീകൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ അതേസമയം തന്നെ കൂലി കൊടുക്കാതെ പണിയെടുപ്പിക്കാൻ കഴിയുന്ന വലിയൊരു വിഭാഗമായി ഇവിടുത്തെ സ്ത്രീകളെ മാറ്റി തീർത്തതിലും ഇത് വലിയ പങ്കുണ്ട്. കാരണം അംഗനവാടി ടീച്ചേഴ്സിന് നമ്മൾ കാണുന്നത് 10 വർഷം കഴിഞ്ഞാൽ 30 രൂപയാണ് എന്ത് ചെയ്യുന്നത് ഇൻക്രിമെന്റ് കൊടുക്കുന്നത്. എന്തുകൊണ്ടാണ് അംഗനവാടി ടീച്ചേഴ്സ് ആയിട്ട് സ്ത്രീകൾ മാത്രം നിൽക്കുന്നത് എന്നുള്ള ചോദ്യം നമ്മൾ എന്തുകൊണ്ടാണ് ചോദിക്കാത്തത്? എന്തുകൊണ്ടാണ് ഇത്തരം കാര്യങ്ങളൊക്കെ റിസർവ് ചെയ്തെന്ന് ഈ പറയുന്ന രീതിയിലേക്ക് വേസ്റ്റ് എടുക്കുന്നതിൽ എന്തുകൊണ്ട് പുരുഷന്മാരെ നമ്മൾ ഉൾപ്പെടുത്തുന്നില്ല? എന്തുകൊണ്ട് വീട്ടുപണികൾക്കകത്തേക്ക് പുരുഷന്മാർക്ക് ക്ലാസ് കൊടുക്കുന്നില്ല? ഈ പറയുന്ന രീതിയിലേക്ക് ഞങ്ങളുടെ വീട്ടുപണിയുടെ ഇരട്ടഭാരത്തെ കുറിച്ച് പറയുന്ന സമയത്ത് കരിക്കുലത്തിൽ എന്തുകൊണ്ട് നമ്മൾ കിച്ചൺ കെമിസ്ട്രി പഠിപ്പിക്കുന്നില്ല? അവിടെ പഠിപ്പിച്ചു കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഇവർക്ക് ഈ ഉള്ളിയുടെയും മറ്റതിന്റെയും അളവിനെ കുറിച്ച് പഠിക്കാൻ കഴിയൂ എന്ന് പറയുന്ന രീതിയിലേക്ക് എന്തുകൊണ്ടാണ് ഒരു എഴുത്തുപോലും നമുക്ക് ഉണ്ടായി വരാത്തത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വളരെ കൃത്യമായി നമ്മുടെ ചിന്തകളെ പോലും എന്ത് ചെയ്യുന്ന ഒരു പാറ്റേണിലൂടെ മാത്രം ചിന്തിക്കാൻ തരുന്ന തരത്തിലേക്ക് ശാക്തീകരണ പദം വെച്ചുകൊണ്ട് മാറുന്ന ഒരു തലവും കൂടി ഇതിനകത്ത് ഉണ്ട് എന്നുള്ളതാണ്. അപ്പൊ എഴുത്തുകളിലാണെങ്കിലും പലതരത്തിലേക്ക് നമ്മുടെ എഴുത്തുകളെയും നമ്മുടെ ചിന്തകളെയും കാഴ്ചകളെയും ഒക്കെ തന്നെ ഈ തരത്തിലേക്കുള്ള വളരെ, അതിപ്പോ നമുക്കറിയാം യുനീസ് ആണ് ശരിക്കും പറഞ്ഞാല് ആഗോള വ്യാപകമായിട്ട് തന്നെ എന്ത് ചെയ്യുന്ന സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പിന്റെ ഒരു ഉപജ്ഞാതമായി കാണുന്നത്. അദ്ദേഹം ആരുടെ ഭാഗത്ത് നിന്നുകൊണ്ടാണ് കാണുന്നതെന്നുള്ളത് കൂടി നമുക്കിപ്പോ ഈ പറയുന്ന ബംഗ്ലാദേശിൽ നിന്നുകൊണ്ട് അദ്ദേഹത്തിന്റെ ഒരു ഭരണകർത്തത്തിൽ എത്തിയതിനകത്ത് തന്നെയുള്ള ഒരു പൊളിറ്റിക്കൽ സ്ഥാനത്തെ കുറിച്ച് നമ്മൾ കാണേണ്ടതാണ്. പക്ഷെ നമുക്കിവിടെ കെയർ ഇക്കോണമി എന്ന് പറയുന്ന പൂർണ്ണ അർത്ഥത്തിൽ നെഗ്ലക്ട് ചെയ്യപ്പെടുന്ന, അതിനെ നമ്മൾ എന്ത് ചെയ്യുന്നു കൃത്യമായി അഡ്രസ് ചെയ്യാത്ത, കുട്ടികളുടെ അവകാശത്തെ സംരക്ഷിക്കപ്പെടാതെ അല്ലെങ്കിൽ കുട്ടികളുടെ അത്തരം കാര്യങ്ങളെ വാല്യൂ ചെയ്യാതെ ആ ഉണ്ടാവുന്ന വീട്ടകങ്ങളിൽ ഇടങ്ങളെ എങ്ങനെയാണ് റീപ്ലേസ് ചെയ്യാന്നതിനെ കുറിച്ച് ചർച്ചകൾ പോലും ഇല്ലാതെ വളരെ കൃത്യമായി ഉണ്ടാക്കിയിട്ടിരിക്കുന്ന മുകൾത്തട്ടിൽ കൊണ്ടുവരുന്ന ഇംപ്ലിമെന്റ് ചെയ്യുന്ന തലത്തിലേക്ക് ഇത്തരം സാധനങ്ങൾ മാറിപ്പോകുന്നുണ്ട്. അത് നമ്മുടെ എഴുത്തുകളിലൊക്കെ തന്നെ സ്വാധീനിക്കുന്നുണ്ട് നമ്മൾ കാണേണ്ടതുണ്ട്. കാരണം എന്തുകൊണ്ടാണ് ഞങ്ങൾ ഈ പറയുന്ന രീതിയിലേക്ക് കറിയുടെയും ഉള്ളിയുടെയും അളവ് ഒരു കറി ഉണ്ടാക്കാൻ വേണ്ടി എന്തുകൊണ്ട് പുരുഷൻ അറിയുന്നില്ല എന്നുള്ള ചോദ്യം എന്തുകൊണ്ടാണ് വരാറുള്ളത്? നമ്മൾ ഇതില്ല എന്നുള്ള കാര്യം സത്യമാണ്. അത് ഉണ്ടാവണമെങ്കിൽ കൃത്യമായ കരിക്കുലത്തിലേക്ക് നമ്മൾ ഇടപെടൽ ഉണ്ടാവണം. ഒരു തേങ്ങ ചിറകുന്ന ചിത്രം ഉണ്ടാക്കുന്നതിന് അപ്പുറത്തേക്ക് ചായ ഉണ്ടാക്കുന്നതിന്റെയും ചോറുണ്ടാക്കുന്നതിന്റെയും ഒക്കെ തന്നെ കെമിസ്ട്രി, ജീവിതത്തിന്റെ ഏറ്റവും ബാലപാഠമായിട്ടുള്ള ജീവിതത്തെ കുറിച്ച് എന്തുകൊണ്ട് ഇത്തരം സാധനങ്ങൾ രചനകളിലേക്ക് ഉണ്ടായി വരുന്നില്ല എന്ന് ചോദിച്ചാൽ തന്നെ നമ്മുടെ ചിന്തകളെ ഏകമാനമായ ഒരു തലത്തിലേക്ക് കൊണ്ടുപോകാൻ ഇത്തരം പ്രവർത്തനങ്ങൾ കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്ന വെച്ചാൽ നമ്മൾ ഈ എഴുത്തുകളെ പോലും വിമർശനാത്മകമായി കൂടി കാണേണ്ടതുണ്ട്. കാരണം എന്റെ അനുഭവങ്ങളും ഇവിടെയുള്ള എല്ലാ അനുഭവങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ ഈ സോഷ്യോളജിയിലേക്കുള്ള കൃത്യമായ വിവരശേഖരണം കിട്ടുന്ന ഇതൊക്കെ തന്നെ വളരെ ആസീവായ
ആയിട്ടുള്ള എക്സ്പ്ലോയിറ്റേഷൻ നമ്മൾ തിരിച്ചറിയുന്നില്ലെങ്കിൽ പോലും വളരെ പാസീവായിട്ടുള്ള എക്സ്പ്ലോയിറ്റേഷന്റെ തലത്തെ നമ്മൾ ചെറിയൊരു ചിന്തകൾ ഇട്ട് കഴിഞ്ഞാൽ പോവും. പക്ഷെ എന്തുകൊണ്ടാണ് എഴുത്തുകളിൽ പോലും ഇങ്ങനെയുള്ള ചോദ്യങ്ങളോ അല്ലെ ഇത്തരം കാര്യങ്ങളോ പോലും കടന്നു വരാത്തത് എന്ന് പറഞ്ഞാൽ അതും വളരെ ഈ രീതിയിലേക്കുള്ള ഒരു വളരെ ശക്തമായ ഒരു ഒഴുക്കിനകത്തൊക്കെ കടന്നു വരുന്നതാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അതുകൊണ്ട് നമ്മളുടെ രചനകളിലാണെങ്കിലും നമ്മളുടെ ഇത്തരത്തിലേക്കുള്ള കുടുംബം എന്ന് പറയുന്ന കുടുംബശ്രീ എന്നാണ് നമ്മൾ പറയുന്നത്. ഈ പേരിലാണെങ്കിലും അതുണ്ടാക്കുന്ന വേജ് ഗ്യാപ്പിലാണെങ്കിലും അവർ കൊടുക്കുന്ന തൊഴിൽ എന്താണ്, ദരിദ്രർക്കും അത് എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള സ്ത്രീകളെ ടാർഗറ്റ് ചെയ്യുന്നേ ഇല്ല. കാരണം അവർക്ക് എന്തെങ്കിലും കൂടുതൽ ഉത്പാദിപ്പിക്കാൻ പറ്റും. നിങ്ങൾ ഇന്നത്തെ നമ്മൾ ഗ്ലോബൽ കാലഘട്ടങ്ങളിൽ ഉത്പാദിപ്പിക്കുന്ന വസ്തുക്കൾ വിറ്റഴിക്കുകയും ധനികന്റെ കയ്യിലെ പണം കിട്ടാൻ പറ്റുന്ന ഉൽപ്പന്നങ്ങൾ ഉത്പാദിപ്പിച്ചാൽ മാത്രമേ സസ്റ്റൈനബിൾ ആയിട്ടുള്ള നിലനിൽക്കാൻ പറ്റൂ. എന്തുകൊണ്ടാണ് കൃഷി എന്ന് പറയുന്നത് നമ്മൾ ഉത്പാദിപ്പിക്കാമെന്ന് ചോദിച്ചാൽ കൃഷി ലാഭകരമല്ലാത്തത് കൊണ്ടാണ് പലപ്പോഴും നമ്മൾ ഉത്പാദിപ്പിക്കാത്തത്. അപ്പൊ സബ്സിഡൈസ്ഡ് ആയിട്ട് കൊടുത്ത് 1% ഒക്കെ ഇൻട്രസ്റ്റിൽ നമ്മൾ ലോൺ കൊടുത്താൽ പോലും ചിലപ്പോഴും ആളുകൾ എന്ത് ചെയ്യുന്നത് കൃഷി ചെയ്യാത്തതിന് കാരണം ഈ നിലം കരിച്ചിടുന്നതാണ് ചിലപ്പോൾ ലാഭകരമായി മാറുന്നത് എന്ന സ്ഥലത്താണ് പുരുഷന്മാർ എന്തുകൊണ്ട് കൃഷിയിടങ്ങളിലേക്ക് വരുന്നില്ല എന്നുള്ള ചോദ്യം നമ്മൾ ചോദിക്കേണ്ടത്. അപ്പം വരുമാനം കുറഞ്ഞിട്ടുള്ള ഇത്തരം കാര്യങ്ങളെ ഫുഡ് സെക്യൂരിറ്റി നിലനിർത്താനുള്ള എല്ലാ ഉത്തരവാദിത്വവും മുമ്പത്തതുപോലെ തന്നെ PTA മദർ PTA ആണ് ചോറും ചായയും ഒക്കെ നോക്കേണ്ടത് എന്ന രീതിയിലേക്കുള്ള വീട്ടിലെ മറ്റു കാര്യങ്ങളൊക്കെ പുരുഷൻ ഇലക്ട്രിസിറ്റിയും സാധനമൊക്കെ ചെയ്തുകൊണ്ടിരുന്ന പുരുഷനെ അതിൽ നിന്നും ഒഴിവാക്കി ബിവറേജ് പ്രൊഫഷനെ മുന്നിലേക്ക് മാറ്റി നിർത്തുന്ന സമയത്ത് ഇത് മുഴുവൻ സ്ത്രീയുടെ തലയിൽ ഇട്ടു കൊടുക്കുന്ന വളരെ ഭീകരമായ രീതിയിൽ ഉറങ്ങാൻ പോലും സമയം നിഷേധിക്കുന്ന തരത്തിലേക്ക് ഒരു സാധനം മാറിപ്പോയിട്ടുണ്ടെങ്കിൽ ചർച്ചകൾ പോലെ എന്ത് ചെയ്യുന്നു അങ്ങനെ ഒരു കാര്യങ്ങളും കടന്നു വരുന്നില്ലെങ്കിൽ നമ്മൾ ശരിക്കും ചിന്തിക്കേണ്ടതുണ്ട് എന്താണ് നമ്മളുടെ ഒരു പ്രശ്നം എന്നുള്ളത്. ഞാനിപ്പം ഇത് പറയുന്ന സമയത്ത് ചരിത്രത്തെ കുറിച്ചൊക്കെ നമ്മൾ പറയുന്ന സമയത്ത് നമുക്ക് മുമ്പ് പറഞ്ഞ എൻ്റെ അമ്മ കല്യാണം കഴിച്ച് പോയ സ്ഥലത്ത് നിന്ന് 2 ദിവസം കഴിഞ്ഞ് ഇഷ്ടമല്ലാന്ന് തോന്നിട്ട് അന്ന് ഇറങ്ങി വന്നതാ. പക്ഷെ ഇന്ന് നമ്മൾ കാണുന്നത് വെച്ചാൽ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള സ്ത്രീകൾ ഈ ശാക്തീകരണം നടന്നു എന്ന് പറയുന്നിടത്ത് BBS ഒക്കെ കഴിഞ്ഞ ആളുകൾ നിറം കുറഞ്ഞാൽ ഒന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തുഞ്ചാകാൻ പോകുന്നുണ്ടെങ്കിൽ അതുപോലെ എന്ത് ചെയ്യാന്ന് പറഞ്ഞാൽ പാമ്പിന്റെ കടി കൊണ്ട് ചായ നിൽക്കുന്നുണ്ടെങ്കിൽ ഈ ശാക്തീകരണ പ്രവർത്തനം ഈ വർഷം നിൽക്കുന്ന സമയത്ത് ഈ മാക്രോ ലെവൽ എന്ത് ഇമ്പാക്റ്റ് ആണ് ഉണ്ടാക്കിയിട്ടുള്ളത് നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്. ആ സെൻസിൽ വിമർശനാത്മകമായി ഇത്തരം കാര്യങ്ങളെ കാണുകയും ഇടപെടുകയും കൂടി ചെയ്യുന്ന തരത്തിലേക്ക് ഗവേഷണ പ്രവർത്തനങ്ങൾ ഉണ്ടാവണം എന്ന് മാത്രമാണ്. അടുത്തതായി ധന്യ ടീച്ചറെ സ്വാഗതം. അതിനിടെ സുഹൃത്തുക്കളെ അധികം ധരിപ്പിക്കുന്നില്ല. അവസാനത്തെ പേപ്പറിൽ നിന്ന് തുടങ്ങാം. തീർച്ചയായും ഒരു റിസർച്ച് പേപ്പറായിട്ട് കാണാൻ സാധിക്കുന്നില്ല എന്ന് തന്നെ പറയുകയാണ്. കാരണം നമുക്കറിയാം 1974-75 കാലഘട്ടം മുതൽ നമ്മൾ സംസാരിക്കുന്നതാണ് കേരള ഡെവലപ്മെന്റ് മോഡലിനെ കുറിച്ച്. കേന്ദ്ര സാറും കൂട്ടരും ചെയ്ത പ്രവർത്തനങ്ങളാണ്. പിന്നെ ഗ്ലോബൽ അക്രഡിറ്റേഷൻ തേടി അമർത്യ സെൻ പോലുള്ള ഒത്തിരി വർക്കുകൾ വന്നിട്ടുണ്ട്. എന്നാലും ഇതിൽ പേപ്പറിൽ പറയുന്ന പോലെ ഫ്ലഡ് ആയിട്ട് ഡിസാസ്റ്റർ ആയിട്ട് അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മുടെ ഇൻക്ലൂസീവ്നെസ് അതും ഡെവലപ്മെന്റ് എങ്ങനെ പോകുന്നതെന്ന് വെച്ചാൽ ഒത്തിരിയധികം പഠനങ്ങൾ വന്നിട്ടുണ്ട്. അപ്പൊ അതൊക്കെ നിലനിൽക്കെ പൂർവ്വകാല പഠനങ്ങൾ ഇല്ല എന്നൊക്കെ പറയുമ്പോൾ നമുക്കത് ആ രീതിയിൽ കാണാൻ ബുദ്ധിമുട്ടുണ്ട്. അടുത്തത് മൻസൂറിനെയാണ്. മൻസൂറിനെ ഞാൻ പേഴ്സണലി സംസാരിച്ചു കഴിഞ്ഞിരുന്നു. അപ്പൊ എന്തായാലും എൻ്റെ ചുരുക്കം പറയാം. കാരണം നമ്മൾ ഒരൊറ്റ പേപ്പറിൽ എല്ലാ ചോദ്യങ്ങളും ചോദിക്കുകയും എല്ലാത്തിനും ഉത്തരം കാണാമെന്നുള്ളൊരു വിചാരം നമുക്ക് വേണ്ട. കാരണം എന്താ വെച്ചാൽ ഇപ്പൊ സോഷ്യൽ സയൻസ് ആസ്പെക്റ്റിൽ നമ്മൾ കുറച്ചുകൂടി ചിന്തിക്കുമ്പോൾ ഇപ്പോൾ ഒത്തിരി തിയറികളൊക്കെ ഇതിൽ പറഞ്ഞിട്ടുണ്ട്. കാരണം റിലേറ്റ് ചെയ്യാവുന്ന തിയറികൾ നമുക്ക് ഒരുമിച്ചാക്കി അതിലെ വേരിയബിൾസ് ഐഡന്റിഫൈ ചെയ്യാം. അത് ഈ ഡെവലപ്ഡ് കൺട്രീസ് ആൻഡ് ഡെവലപ്പിംഗ് കൺട്രീസ് അല്ലെങ്കിൽ ആ രീതിയിലുള്ള വേരിയബിൾസ് എങ്ങനെ സെറ്റ് ചെയ്യാം അതൊക്കെ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പം ആ രീതിയിൽ എടുത്ത് ഏതെങ്കിലും വളരെ ഒരു ചോദ്യം ചോദിച്ച് വളരെ കൃത്യമായ രീതിയിൽ ഡാറ്റ എടുത്ത് ഒക്കെ ചെയ്യുവാണെങ്കിൽ ഒരു പേപ്പറിൽ നമ്മൾ അത്ര ഉദ്ദേശിക്കുന്നത് അല്ലേ, നല്ലൊരു അനാലിസിസ് ഒക്കെ ചെയ്യാൻ നമുക്ക് തീർച്ചയായും അത് കുറച്ചും കൂടെ നല്ല രീതിയിൽ അത് എല്ലാവരിലും എത്തിക്കാൻ സാധിക്കുമെന്ന് വിചാരിക്കുന്നു. പിന്നെ പേപ്പറിൽ എനിക്ക് കുറച്ച് വൈദഗ്ധ്യം കുറവാണ്. എന്നിരുന്നാലും സോഷ്യൽ സയൻസ് അതായത് അത്തരത്തിലുള്ള കഥാപാത്രങ്ങൾ സാഹിത്യത്തിൽ മാത്രം നിലനിൽക്കാതെ എല്ലാവരിലേക്കും എത്തിക്കാനുള്ള ഒരു ഉപാധി എന്ന നിലയിൽ ആശയത്തെ ഞാൻ അംഗീകരിക്കുന്നുണ്ട്. ഒന്നുകൂടെ പറഞ്ഞുകൊണ്ട് നിർത്താം. നമ്മുടെ AKRSA അതുപോലെ വിദ്യാർത്ഥി യൂണിയനെ വളരെ നല്ലൊരു ഉദ്യമത്തിനാണ് തുടക്കം കുറിച്ച് വെച്ചിരിക്കുന്നത്. അതിന് എല്ലാവർക്കും അഭിനന്ദനങ്ങൾ. പക്ഷെ ഒരു കാര്യം കൂടി എനിക്ക് ചേർക്കാനുണ്ട്. നമ്മൾ ഒരു സ്ക്രൂട്ടനിയുടെ കുറവ് എല്ലാത്തിലും കാണുന്നുണ്ട്. വളരെ എന്താ പറയുക, വളരെ സരസമായി എഴുതിപ്പോകുന്ന രീതിയിൽ അല്ല റിസർച്ച് പേപ്പറുകൾ വരേണ്ടത്. അപ്പം ആ രീതിയിൽ സ്ക്രൂട്ടനി കുറച്ചും കൂടെ നല്ല രീതിയിലാക്കിയാൽ മാത്രമേ നമുക്ക് നല്ല പേപ്പറുകൾ ഇവിടെ വരികയും നല്ല ഡിസ്കഷൻ സാധ്യമാകുകയും ചെയ്യുള്ളൂ. അതിനുവേണ്ടി ഞങ്ങൾ എല്ലാവരും നിങ്ങളുടെ കൂടെ ഉണ്ട്. അപ്പം നമ്മുടെ ഇവിടുത്തെ റിസോഴ്സുകൾ തന്നെ ഉപയോഗിക്കാം, അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിൽ അതിനെ കുറച്ചും കൂടെ നല്ല രീതിയിൽ സ്ക്രൂട്ടനി ചെയ്ത് അവതരിപ്പിക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടാക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. നന്ദി.
ഒരു കാര്യം കൂടി പറഞ്ഞിട്ട് ഈ ആർക്കെങ്കിലും ചോദ്യങ്ങളുണ്ടെങ്കിൽ അതും കൂടെ ചോദിച്ച് നമുക്ക് അവസാനിപ്പിക്കാം. അപ്പോൾ ഒരു അനുഭവം പറഞ്ഞ് നിർത്തുകയാണ്. അതായത് ഭിന്ന ലൈംഗികതയെക്കുറിച്ച് ക്ലാസ് എടുക്കുന്ന സമയത്ത്, ചർച്ച ചെയ്യുന്ന സമയത്ത് ഡിഗ്രിക്ക് പഠിക്കുന്ന ഒരു കുട്ടി പറയുക, എനിക്ക് അങ്ങനെ ഒരു കുട്ടി ജനിക്കുകയാണെങ്കിൽ ഞാൻ അതിനെ അപ്പം തന്നെ അടിച്ച് കൊന്നാളും എന്നാണ് അവൻ പറഞ്ഞത്. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട് എന്നാണ് അവൻ പറഞ്ഞത്. അപ്പോൾ ആ ഡിഗ്രി തലത്തിൽ എത്തിയിട്ട് ഇതൊന്നും മനസ്സിലാക്കുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ ചെറിയ പ്രായത്തിൽ ഹൈസ്കൂൾ തലം മുതൽ തന്നെ സ്കൂൾ പാഠപുസ്തകങ്ങളിൽ തന്നെ ഇത്തരത്തിലുള്ള ലിംഗ സമത്വവും നീതിയും ഒക്കെ പാഠ്യപദ്ധതിയിൽ ഉൾപ്പെടുത്തേണ്ടതിന്റെ ആവശ്യകതയാണ് പറയുന്നത്. ഒരുപാട് അവർ വളരുന്ന സാഹചര്യവും ഒക്കെ അത്തരത്തിലായിരിക്കാം, അവരുടെ വിശ്വാസങ്ങളും എല്ലാം അതിനെ സ്വാധീനിച്ചിരിക്കാം. അവരെ മാത്രം കുറ്റം പറഞ്ഞൊരു കാര്യമില്ല. സമൂഹത്തിന്റെ ഒരു നിലവിലുള്ള സാമൂഹിക വ്യവസ്ഥിതിയാണ്. അപ്പോൾ ഇനി ക്ലാസ്സിൽ നിന്ന് ആർക്കെങ്കിലും ചോദ്യങ്ങൾ ഉണ്ടെങ്കിൽ ചോദിക്കാവുന്നതാണ്. അപ്പോൾ കൂടുതൽ ചർച്ചയൊന്നുമില്ല എന്ന് കരുതുന്നു. നമ്മുടെ സമയം അല്പം വൈകിട്ടുണ്ട്, സമാപന സമ്മേളനം ആരംഭിക്കാനായിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഈ സെഷൻ ഓക്കെ. അപ്പോൾ ഇതുവരെ ഇവിടെ വിദഗ്ധ പാനൽ അംഗങ്ങൾ ചർച്ച ചെയ്തിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് കൊടുക്കാവുന്ന മറുപടികൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ അതും കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കാം. ഒന്ന്, ഇതിന് ഉപയോഗിച്ച ഡാറ്റാ സോഴ്സസുമായി ബന്ധപ്പെട്ട് ഒരു ക്രിറ്റിസിസം പറഞ്ഞത് 2014 ഡോക്യുമെൻറ്റും 2023 ഡോക്യുമെൻറ്റും കമ്പയർ ചെയ്യുന്ന യുക്തി ഉണ്ടാകുന്നതാണ്. ഇതൊരു പ്രിലിമിനറി സ്റ്റഡിയാണ്. ഡെസ്ക് ബേസ്ഡ് കമ്പാരിറ്റീവ് അനാലിസിസ് എന്നുള്ളത് ഫീൽഡ് ആക്സസ് കുറഞ്ഞ അതിൻ്റെ ടൈം കൺസ്ട്രെയിൻഡ് ആയിട്ടുള്ള ചെയ്യുന്നൊരു മെത്തേഡ്സിൽ ചെയ്യുന്ന ഇതാണ്. അപ്പോൾ അതിൽ ലോജിക്കലായിട്ടുള്ള കുറേ ഇൻഎഫിഷ്യൻസീസ് ഉണ്ടാവും. ഇപ്പോൾ പ്രൈമറി ഡാറ്റ കൊണ്ട് സോൾവ് ചെയ്യേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട് അങ്ങനത്തെ ഒരു മെത്തഡോളജിയിൽ. പിന്നെ നമുക്ക് ഡാറ്റ ആക്സസ് ഇപ്പോൾ അവിടുന്ന് ഞാൻ കഞ്ഞിക്കുഴി ഗ്രാമപഞ്ചായത്ത് വട്ടവടിയിലും വിളിച്ചിരുന്നു. അപ്പോൾ നമുക്ക് സമയത്ത് ലഭ്യമാകുന്നതിന് ഇപ്പോൾ സോഫ്റ്റ് കോപ്പികൾ പോലും പഞ്ചായത്തിൽ എടുത്തു വെച്ചിട്ടില്ല. അപ്പോൾ അത് അയച്ചു തരാനും ഒക്കെ ഒരു ബുദ്ധിമുട്ടുകൾ നമ്മുടെ പഞ്ചായത്തിൻ്റെ പ്രവർത്തനത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. അങ്ങനത്തെ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ സജീവ് സാർ പറഞ്ഞു സുസ്ഥിരത എന്ന് പറഞ്ഞാൽ ഇത് നുണയാണ് എന്ന് പറഞ്ഞു. അതിനെ കുറിച്ചുള്ള വിമർശനങ്ങൾ ധാരാളമായിട്ടുണ്ട്. ഇപ്പോൾ മോഡേൺ കമ്മ്യൂണിസ്റ്റ് മോഡേൺ മാർക്സിസ്റ്റുകളായിട്ടുള്ള കോഹേസേഗനെ പോലുള്ള ആളുകൾ ഡീഗ്രോത്ത് കമ്മ്യൂണിസമാണ് പ്രൊപ്പോസ് ചെയ്യുന്നത്. അതായത് ഉൽപ്പാദനം ബേസ്ഡ് അല്ലാതെ ഉൽപ്പാദനം നിർത്തിവെച്ചുകൊണ്ട് ഡിസ്ട്രിബ്യൂഷനൊക്കെ ഫോക്കസ് ചെയ്തുകൊണ്ടുള്ള ഡീഗ്രോത്ത് കമ്മ്യൂണിസമാണ് മുന്നോട്ട് വെക്കുന്നത്. അപ്പോൾ അതിൽ ഈ സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് ഗോൾസ് എന്ന് പറഞ്ഞാൽ ഈ 17 ഗോൾസിനെതിരെ നല്ല വിമർശനമുണ്ട്. അപ്പോൾ അതിൽ പറയുന്നത് സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് ഗോൾസ് കുറച്ചുകൂടി വെസ്റ്റേൺ ഫെറ്റിഷിസത്തിൻ്റെയൊക്കെ ഭാഗമായിട്ടുള്ള ഒരു കാഴ്ചപ്പാടാണ് എന്നുള്ള ഇതിൽ പറയുന്നുണ്ട്. അപ്പോൾ അതിനേക്കാളും സോഷ്യൽ എക്കണോമിക്സിലൊക്കെ നോബൽ പ്രൈസൊക്കെ കൊടുക്കുന്ന ഗ്രന്ഥങ്ങളിലും നമുക്ക് ഈ കാര്യങ്ങൾ കാണാൻ സാധിക്കും. അപ്പോൾ അതിലുള്ള വിമർശനങ്ങളായിട്ട് വന്നുള്ള തദ്ദേശീയ സമൂഹങ്ങളൊന്നും പരിഗണിക്കുന്നില്ല എന്നുള്ള ഇതുണ്ട്. അപ്പോൾ അത് സാർ പറഞ്ഞത് ശരിയാണ്. പക്ഷേ സുസ്ഥിരത എന്ന് പറഞ്ഞൊരു ആശയത്തിൽ ബന്ധപ്പെട്ട് പറയുമ്പോൾ അതൊരു ലക്ഷ്യസ്ഥാനം എന്നാണ് നമുക്ക് അതിൻ്റെ ഇതിൽ പറയുന്നത്. അതൊരു കാഴ്ചപ്പാടാണ്. ആ രീതിയിൽ നമ്മൾ കാര്യങ്ങൾ കാണണം, ഹോളിസ്റ്റിക്കായി കാണണം. ഒരേ സമയം സമൂഹം, പരിസ്ഥിതി, സമ്പദ്ഘടന, പിന്നെ അതിന് കുറച്ചുകൂടി വിപുലീകൃതമായ മാതൃകയിൽ ഭരണകൂടം, സാങ്കേതികവിദ്യ ക്രിയാത്മകമായി ഇടപെടുന്ന ഘടകങ്ങൾ എന്നുള്ളതിൽ. അപ്പോൾ ആ രീതിയിലൊരു കാഴ്ചപ്പാടാണ് സുസ്ഥിരത എന്നുള്ളതിൽ ഉള്ള പഠനങ്ങളിൽ പറയുന്നത്. അപ്പോൾ അത്തരത്തിൽ കാണുമ്പോൾ ഒരുപാട് വൾണറബിലിറ്റീസ് വട്ടവടയിലെ കൃഷിയിലുണ്ട്.
അപ്പോൾ അതുകൊണ്ട് കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത് സുസ്ഥിരമായ കൃഷി പരാമർശിച്ചതിന് എനിക്കൊരു വിയോജിപ്പ് ഉണ്ട്. കാരണം ഒരു വൾണറബിളായിട്ടുള്ള സൊസൈറ്റിയാണ്, അവർക്ക് സപ്പോർട്ട് കിട്ടുന്നില്ല എന്നൊരു സ്ഥിതിവിശേഷമുണ്ട്. അപ്പോൾ പക്ഷേ പിന്നീട് നിഗമനങ്ങളിലേക്ക് വരുമ്പോൾ ഒരുപാട് ഇൻഎഫിഷ്യൻസീസ് പറയുന്നുണ്ട്. അപ്പോൾ ആ പരാമർശമാണ് ഞാൻ ഫോക്കസ് ചെയ്തത്. പിന്നെ ഒരു അപ്രോച്ച് എന്നുള്ളതിൽ സസ്റ്റൈനബിൾ അഗ്രികൾച്ചറിനെ നമുക്ക് കാണാവുന്നതാണ്. പിന്നെ അതിലേക്ക് ഉള്ള വിമർശനങ്ങളിലേക്ക് ഉൾച്ചേർത്തുകൊണ്ട് നമുക്ക് തദ്ദേശീയ സമൂഹങ്ങളെയൊക്കെ ഇൻകോർപ്പറേറ്റ് ചെയ്യേണ്ട, അവരുടെ സോഷ്യോളജി, ആദിവാസി സമൂഹങ്ങളുടെ സംസ്കൃതി, അങ്ങനത്തെ കാര്യങ്ങൾക്ക് ഉൾക്കൊള്ളേണ്ടതെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. പേപ്പറിനോട് പ്രതികരിച്ച് സംസാരിച്ച എല്ലാവരോടും നന്ദി പറയുന്നു. സാറ് പറഞ്ഞ പോലെ ഒരു ട്രാൻസ് ആയിട്ടുള്ള വ്യക്തി നിങ്ങളുടെ കുഞ്ഞായി വന്നാൽ നിങ്ങളതിനെ കൊന്നു കളയുമെന്ന അഭിപ്രായപ്പെട്ട ഒരു സ്റ്റുഡൻറ്റിനെ പറ്റി സാറ് പറഞ്ഞു. അപ്പോൾ ഞാൻ BEd ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് ഞങ്ങൾക്ക് ജെൻഡർ എന്ന് പറഞ്ഞൊരു സബ്ജക്റ്റ് ഉണ്ട്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ഹൈസ്കൂൾ ലെവലിലെ കുട്ടികളുടെ ജെൻഡർ സെൻസിറ്റിവിറ്റിയെ പറ്റി ഒരു ചെറിയ പഠനം നടത്താൻ പോയി. അപ്പം ഈ കുട്ടികളോട് എന്താണ് ഒരു ജെൻഡർ സെക്സ് എന്നുള്ള ഒരു ബൈഫർക്കേഷൻ, ആ പേരിന്റെ അർത്ഥം പോലും ഹൈസ്കൂൾ ലെവലിൽ പഠിപ്പിക്കപ്പെടുന്നില്ല, അല്ലെങ്കിൽ കുട്ടികൾ അത് അറിയുന്നില്ല. അതുമാത്രമല്ല ഇതുപോലൊരു ചോദ്യം വന്നപ്പോൾ ഇപ്പോൾ നിങ്ങളുടെ ക്ലാസ്സിൽ വരുന്ന ടീച്ചർ ഈ പറയുന്ന ക്യൂർ വിഭാഗത്തിൽപ്പെട്ട ആരെങ്കിലും ആണെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരെങ്ങനെയാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുന്നു ചോദിച്ച ചോദ്യത്തിന് ഞാനും ഇതുപോലൊരു ഞെട്ടിയതാണ്, അവരെ കല്ലെറിയും, അവരെ തല്ലുമെന്ന് ഒരു ബഞ്ച് ഓഫ് സ്റ്റുഡൻസ് പറയുന്നത് വളരെ ദുഃഖകരമായിട്ട് മാത്രമേ നമുക്ക് കേട്ടിരിക്കാൻ പറ്റുള്ളൂ. അപ്പം ജെൻഡർ സെൻസിറ്റിവിറ്റി അത്രയും കുറവാണ്. ഈ പറയുന്ന പ്രകീർത്തിക്കുന്ന ജെൻഡർ ഇൻഡീസസ് ഇത്രയും വളർന്ന് നിൽക്കുമ്പോഴും അതിൻ്റെ മൈക്രോ തലത്തിൽ, സൂക്ഷ്മതലത്തിൽ അതിൻ്റെ ഒരു കോൺട്രഡിക്ഷനോ അല്ലെങ്കിൽ പാരഡോക്സോ ഒക്കെ തന്നെയാണ് പലപ്പോഴും മൈക്രോ ഒബ്സർവേഷൻ കാണുന്നതെന്ന് എനിക്കും തോന്നിയിട്ടുണ്ട്. പിന്നെ ഈ പറഞ്ഞ ക്ലാസ് മുറിയിലേക്ക് ഈ പറയുന്ന സാഹിത്യ കൃതികളൊക്കെ സോഷ്യോളജി ക്ലാസ് മുറിയിലേക്കൊക്കെ ഇൻകൾക്കേറ്റ് ചെയ്യുമ്പോൾ, ഇൻക്ലൂഡ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നം സമയമില്ല എന്നുള്ളതാണ്. പിള്ളേർക്ക് പഠിപ്പിച്ച് തീർക്കാൻ ടീച്ചർമാർക്ക് സമയമില്ല. അപ്പം അത് ഇപ്പം നമ്മൾ കൺസ്ട്രക്റ്റിവിസം എന്ന് പറയുന്ന ഒരു ഐഡിയോളജിയാണ് ഏറ്റവും കൂടുതൽ അപ്ഹോൾഡ് ചെയ്യുന്നത്. അത് അങ്ങനെ പഠിപ്പിക്കണം, കുട്ടികൾ ക്ലാസ്സിൽ അറിവ് നിർമ്മിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് ടീച്ചർമാർ പോയി ജസ്റ്റ് PPT അവതരിപ്പിക്കുക, അല്ലെങ്കിൽ PPT പോലും ഇല്ലാതെ ഈ പറയുന്ന ഓറലി പ്രസന്റ് ചെയ്യുന്ന ഒരു അവസ്ഥ വളരെ അതാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പം സമയമില്ല എന്നും ഈ പറയുന്ന സാഹിത്യകൃതികൾ ഉൾപ്പെടാതിരിക്കാനുള്ള ചാൻസ് കൂടുതലാണ്. കാരണം അധ്യാപകർ ഈസ് നോട്ട് റെഡി ഫോർ ദ ചേഞ്ച്. ആ ചേഞ്ചിന് വേണ്ടി അവരുടെ മനസ്സിലൊരു മാറ്റം ഉണ്ടാകുന്നില്ല. പിന്നെ ഈ പറയുന്ന കഥാഭാഗങ്ങളൊക്കെ ഉൾപ്പെടുത്തേണ്ടത് മുഖ്യ ടെക്സ്റ്റുകളിൽ തന്നെയാണ്. അല്ലാതെ ഈ പറയുന്ന +2-ലും ഒക്കെ ഇടയ്ക്കിടയ്ക്ക് സോഷ്യോളജി, പൊളിറ്റിക്കൽ സയൻസ് ഹിസ്റ്ററികളൊക്കെ ഇപ്പം മുമ്പ് പറഞ്ഞ ചർച്ചയിലൊക്കെ നടന്നതുപോലെ ഡെലീഷൻസ് നന്നായിട്ട് നടക്കുന്നില്ല. വളരെ പ്രധാനപ്പെട്ടതെന്ന് നമ്മൾ തോന്നുന്ന പല കാര്യങ്ങളും, സംസ്കൃതൈസേഷൻ ഒക്കെ പോലെയുള്ള നമ്മുടെ സമൂഹത്തിലെ ഈഴവ സമുദായത്തിലെ സംസ്കൃതവൽക്കരണം എന്നുള്ള കൺസെപ്റ്റൊക്കെ ഭയങ്കരമായി ഡിലീറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പം ഡെലീഷൻ ഉണ്ട്, അതോടൊപ്പം തന്നെ ഒരു അഡീഷണൽ ടെക്സ്റ്റ് കൂടി സർക്കാർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഈ അഡീഷണൽ ടെക്സ്റ്റ് പഠിപ്പിക്കപ്പെടുന്നില്ല. അഡീഷണൽ ടെക്സ്റ്റ് പഠിപ്പിക്കപ്പെടേണ്ടതാണെന്ന് പറഞ്ഞിട്ടാണ് നടക്കുന്നത്, പക്ഷെ അതധികം പഠിപ്പിക്കപ്പെടുന്നില്ല. അപ്പം അതിൻ്റെ ഭാഗമായിട്ടല്ല, മുഖ്യ ടെക്സ്റ്റിൻ്റെ ഭാഗമായിട്ട് വേണം ഈ പറയുന്ന ചർച്ചാകൃതികളൊക്കെ ഉൾപ്പെടുത്താൻ. എങ്കിൽ മാത്രമേ ഇത് പിള്ളേർക്ക് ഒരു തവണയെങ്കിലും ചർച്ചയുടെ ഭാഗമായിട്ടോ ക്ലാസ്സിലൊരു ഡിസ്കഷനായിട്ടോ എങ്കിലും അത് വരികയുള്ളൂ എന്ന് കൂടി കൂട്ടിച്ചേർക്കാനുണ്ട്. ചർച്ചയോട് പ്രതികരിച്ച എല്ലാവർക്കും നന്ദി. അടുത്തതായി ബേബി സുധയുടെ പ്രതികരണത്തിലേക്ക്. നമസ്കാരം. ഇതൊക്കെ പറഞ്ഞ അഭിപ്രായങ്ങളെല്ലാം മാറ്റുന്നുണ്ട്. സത്യത്തില് ഞാൻ എന്റേതായിട്ടുള്ള ഒരു കാഴ്ചപ്പാടുകൾ മാത്രമാണ് വികസനവും കേരളവും വിളിക്കായിരുന്നു എന്ന വിഷയത്തെ നോക്കിക്കാണാനായിട്ട് കൂടുതലായിട്ട് ശ്രമിച്ചത്. ഗവേഷണത്തിന് വേണ്ടുന്ന ഒരു രീതിശാസ്ത്രം സത്യത്തിൽ ഈ ഒരു പേപ്പറിൽ ഞാൻ കൃത്യമായി കാണിച്ചിട്ടേ ഇല്ല എന്ന് എനിക്ക് നന്നായിട്ട് അറിയാമായിരുന്നു. എന്തായാലും വിശാലമായ ഒരു അർത്ഥത്തില് എനിക്കറിയുന്ന കുറച്ച് കാര്യങ്ങളൊക്കെയാണ് ഞാൻ പേപ്പറിൽ പറയാനായിട്ട് ശ്രമിച്ചത്. സൂക്ഷ്മതലത്തിലേക്ക് ഇറങ്ങി ചെന്നിട്ടില്ല. പറഞ്ഞ കാര്യങ്ങളൊക്കെ ഉൾക്കൊണ്ടിട്ടുണ്ട്. കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കാനും പറ്റിയിട്ടുണ്ട്. ഓക്കെ. ഈ ചർച്ചകളൊന്നും തന്നെ ഇവിടെ അവസാനിക്കുന്നില്ല. ഇതെല്ലാം നിരന്തരം ചർച്ച ചെയ്യപ്പെടേണ്ടതും പ്രായോഗികമായി
സമൂഹം മനസ്സിലാക്കേണ്ടതുമാണ്. ഈ ഒരു സെഷന് വിദഗ്ധ പാനലിൽ TV സജീവ് സാറ്, മല്ലിക ടീച്ചർ, ധന്യ ടീച്ചർ, ഇവിടെ പ്രബന്ധം അവതരിപ്പിച്ച ശ്രീ മൻസൂർ, കവിത, ബേബി സുധ, അതുപോലെ ഇവിടെ ഈ ഒരു സെഷൻ ശ്രമിച്ചിരുന്ന എല്ലാവർക്കും നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഈ സെഷൻ അവസാനിച്ചതായി അറിയിക്കുക.